ഞാൻ ദൈവവചന ധ്യാനത്തിങ്കിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ രാത്രി വീണ്ടും നമുക്ക് എസ്തേറിൻ്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിലേക്ക് കടന്നു വരാം. എസ്തേറിൻ്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്തു നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. ആമേൻ. ഈ സമയത്ത് നീ മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്തു നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകാം. ഇങ്ങനെയുള്ളൊരു കാലത്തിനായിട്ടല്ലോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്. ഇങ്ങനെയുള്ളൊരു കാലത്തിനായിട്ടല്ലോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്. 3 പ്രധാന ഭാഗങ്ങളാണ് ഈ വാക്യത്തിൽ മറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ഉത്തരവാദിത്തപ്പെട്ടവരുടെ നിശബ്ദത. ആമേൻ. ഉത്തരവാദിത്തപ്പെട്ടവരുടെ നിശബ്ദത. ആ നിശബ്ദതയ്ക്കകത്ത് 3 കാര്യങ്ങൾ ദൈവം ചെയ്യും. ഒന്ന്, മറ്റൊരിടത്തു നിന്ന് ദൈവം ചിലരെ ശബ്ദിപ്പിക്കും. 2, ദൈവം തന്നെ ശബ്ദിക്കും. 3, നമ്മളെ തന്നെ ആ ശബ്ദമാക്കി മാറ്റും. ദൈവം നമ്മുടെ വിഷയങ്ങളിൽ ഉത്തരവാദിത്തപ്പെട്ടവർ മൗനമാകുമ്പോൾ ദൈവം അവരെ കയറി സംസാരിക്കും. 2, നമ്മൾക്ക് മുൻപായി മനുഷ്യർ നിശബ്ദമാകുമ്പോൾ ദൈവം പ്രപഞ്ചത്തെ സംസാരിപ്പിക്കും. സംസാരിക്കേണ്ടവർ സംസാരിക്കാതെ വരുമ്പോൾ കഴുതയെ കൊണ്ട് സംസാരിപ്പിക്കണോ, കല്ലിനെ കൊണ്ട് സംസാരിപ്പിക്കണോ, ഏത് വിധത്തിലും ദൈവം അത്യത്ഭുതമായ വിധത്തിൽ സംസാരിപ്പിക്കും. 3, നമ്മുടെ വായി തന്നെ ദൈവത്തിൻ്റെ നാവായി ശബ്ദമായി മാറ്റപ്പെടും. ഇതാണ് ഇന്ന് പ്രഭാതത്തിൽ ധ്യാനിച്ചത്. ഇന്ന് രാത്രികാലം 2-ാമത്തെ ഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നു. സമയം അനുവദിക്കുന്നെങ്കിൽ 3-ാമത്തെ ഭാഗത്തിലേക്ക് കയറും. 2-ാമത്തെ ഭാഗം ഇങ്ങനെയാണ് പറയുന്നത്. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ, ആരെങ്കിലും എൻ്റെ വിഷയത്തിൽ നിശബ്ദനായി പോയാൽ, ആരെങ്കിലും എൻ്റെ വിഷയത്തിൽ നിസ്സഹകരണം കാണിച്ചാൽ, ആരെങ്കിലും എൻ്റെ വിഷയത്തിൽ ഉദാസീനത കാണിച്ചാൽ, ആരുടെയെങ്കിലും ഉദാസീനത കൊണ്ടോ ആരുടെയും നിരുത്തരവാദപരമായ പെരുമാറ്റം കൊണ്ടോ ആരെങ്കിലുടെയെങ്കിലും മനഃപൂർവ്വമായ മൗനത കൊണ്ടോ എൻ്റെ ജീവിതം നശിച്ചു പോകത്തില്ല. പകരം യഹൂദന് മറ്റൊരു സ്ഥലത്തു നിന്ന് വിശാലതയും വിടുതലും ഉണ്ടാകും. Then shall the enlargement and deliverance arise to the Jews from another place. യഹൂദന്മാർക്ക് എൻലാർജ്മെൻറ്റും വിശാലതയും വിടുതലും, എൻലാർജ്മെൻറ്റ് ആൻഡ് ഡെലിവറൻസ് ഫ്രം അനദർ പ്ലേസ്. ആമേൻ. മറ്റൊരിടത്ത് നിന്ന് വിശാലതയും വിടുതലും ഉണ്ടാകും. ഇന്ന് രാത്രി എന്നോട് ചേർന്ന് പറഞ്ഞേ, മറ്റൊരിടത്തു നിന്ന് വിശാലതയും വിടുതലും ഉണ്ടാകും. മറ്റൊരിടത്തു നിന്ന് വിടുതലും വിശാലതയും ഉണ്ടാകും. ആമേൻ. ഇന്ന് രാത്രികാലം ആമേൻ, ഞാൻ 1-ാമത്തെ ഭാഗം പറയുന്നു. നിനക്കൊരു വിശാലതയും വിടുതലും ഉണ്ടാകും. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വിടുതലിനകത്ത് അവൻ ഒതുങ്ങത്തില്ല. വിടുതലിനപ്പുറം അവനൊരു സാധ്യതയുണ്ട്. അത് വിശാലതയാണ്. വിടുതലും വിശാലതയും. ചേറ്റിൽ നിന്ന് നിന്നെ ഉയർത്തിയത് പാറമേൽ നിന്നെ നിർത്തുവാനാണ്. ആമേൻ. ചേറ്റിൽ നിന്ന് ഉയർത്തുന്നതിനപ്പുറം പാറമേൽ നിർത്തുന്ന ഒരു പരിപാടി ദൈവത്തിനുണ്ട്. പാറമേൽ ഉറപ്പിക്കുന്നത് എന്തിനാണെന്നറിയാമോ? പാറമേൽ ഉറപ്പിക്കുന്നത് പണിയാൻ വേണ്ടിയാണ്. ഏതൊരു വിഷയത്തെയാണ് ദൈവം പാറമേൽ ഉറപ്പിക്കുന്നത്? സ്ഥിരമായി ഇരിക്കേണ്ടതിനും പണിയേണ്ടതിനും വേണ്ടി. ചേറ്റിൽ താണുപോകുമെന്ന് വിധി എഴുതിയ ഒരുത്തനെ പിടിച്ച് പാറമേൽ നിർത്തി പണിയുവാൻ ദൈവം പദ്ധതിയിടുമ്പോൾ ദൈവം പറയുകയാണ്, അതിനകത്തൊരു വിടുതലുണ്ട്, അതിനകത്തൊരു വിശാലതയുണ്ട്. ആമേൻ. വിടുതലും വിശാലതയും എവിടെ നിന്ന് വരുമോ? വിടുതലും വിശാലതയും പ്രതീക്ഷിക്കുന്ന ഇടത്തുനിന്ന് വരാതിരുന്നാൽ മറ്റൊരിടത്തുനിന്ന് ദൈവം എൻ്റെ വിടുതലും വിശാലതയും കൊണ്ടുതരാം. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നോ? വിടുതലും വിശാലതയും മറ്റൊരു സ്ഥലത്തു നിന്ന് വരും. മറ്റൊരു സ്ഥലത്ത് നിന്ന് വിടുതലും വിശാലതയും വരും. എന്നാൽ എസ്തേറിൻ്റെ അടുക്കൽ മൊർദെഖായി മറ്റൊരു കാര്യം പറയുന്നുണ്ട്. എസ്തേർ, അപ്പനും അമ്മയും നഷ്ടപ്പെട്ട നിന്നെ ഞാൻ വളർത്തുമ്പോൾ ഒരിക്കലും എനിക്കൊരു സ്വപ്നമില്ലായിരുന്നോ? നീ 120 ദേശങ്ങളുടെ മേൽ ഭരണകർത്താവായിരിക്കുന്ന, ചക്രവർത്തിയായിരിക്കുന്ന, ആമേൻ, അഹശ്വേരോശിൻ്റെ ഭാര്യയായി നീ തീരുമെന്ന് ഒരനാഥ പെൺകുട്ടിയായിരിക്കുന്ന നിൻ്റെ മേൽ എനിക്കൊരു സ്വപ്നവുമില്ലായിരുന്നോ? പക്ഷേ മനുഷ്യൻ്റെ സ്വപ്നങ്ങൾക്കും നിരൂപണങ്ങൾക്കും അപ്പുറമായി ദൈവം നിന്നെ അഹശ്വേരോശിൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടിരുത്തിയിരിക്കുന്നെങ്കിൽ അതിൻ്റെ പിമ്പിലൊരു ദൈവ പദ്ധതിയുണ്ട്. ഈ കാലത്തിന് വേണ്ടിയാണ് നിന്നെ ദൈവം ഈ സ്ഥാനത്ത് കൊണ്ടിരുത്തിയിരിക്കുന്നത്. നിൻ്റെ മേലിൽ വീണ അഭിഷേകം, നിൻ്റെ മേലിൽ വീണ ശുശ്രൂഷ, അത് നിനക്കും നിൻ്റെ കുടുംബത്തിനും ഏതെങ്കിലും നന്മ തരുവാൻ വേണ്ടിയാണെന്ന് കരുതി ഒതുങ്ങരുത്. ഈ കാലഘട്ടത്തെ ചലിപ്പിക്കുവാൻ, ഈ കാലഘട്ടത്തിൽ ചിലത് ചെയ്യുവാൻ, അതിനു വേണ്ടിയാണ് സ്വർഗം നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. നിന്റെ മേളിൽ വീണ അഭിഷേകം ഒരു കാലഘട്ടത്തെ ചലിപ്പിക്കേണ്ടതിനാണ്. ഒരു കാലഘട്ടത്തെ ചലിപ്പിക്കത്തക്കവണ്ണമുള്ള അഭിഷേകമാണ് എൻ്റെ മേൽ വീണ് കിടക്കുന്നത്.
സ്തോത്രം. ഞാൻ ആ വിഷയത്തിൻ്റെ മൂന്നാമത്തെ ഭാഗത്തിലേക്ക് ദൈവം അനുവദിക്കുന്നുവെങ്കിൽ കയറാം. ഞാൻ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കയറട്ടെ. മറ്റൊരിടത്തു നിന്ന് വിടുതലും വിശാലതയും ഉണ്ടാകാം. മറ്റൊരിടത്തു നിന്ന് വിടുതലും വിശാലതയും ഉണ്ടാകാം. ഇന്ന് രാത്രി നിന്റെ മുൻപാകെ അടഞ്ഞ വാതിലുകളെ നോക്കി പറഞ്ഞാട്ടെ, മറ്റൊരിടത്തു നിന്ന് എനിക്കൊരു അനുഗ്രഹം, ഒരു വിടുതലും വിശാലതയും ഉണ്ടാകും. മറ്റൊരിടത്തു നിന്ന് എനിക്ക് ഒരു വിടുതലും വിശാലതയും ഉണ്ടാകാം. ആമേൻ. ഹോരേബ് പർവ്വതത്തിനകത്തിരിക്കുന്ന ഏലിയാവിൻ്റെ മുൻപാകെ ഭൂകമ്പവും കൊടുങ്കാറ്റും അഗ്നിയും കടന്നു പോകുമ്പോൾ ഏലിയാവ് ഓരോന്നിലും ദൈവത്തിൻ്റെ മറുപടി പ്രതീക്ഷിച്ചോ. പക്ഷേ ഭൂകമ്പത്തിനകത്തും തീക്കകത്തും കൊടുങ്കാറ്റിനകത്ത് ദൈവസാന്നിധ്യം വെളിപ്പെടാതിരുന്നത് കൊണ്ട് തൻ്റെ മുൻപാകെ ദൈവസാന്നിധ്യം വെളിപ്പെട്ടില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അതിനപ്പുറമായിട്ട് ഒരു മന്ദസ്വരമായി ദൈവം അവനോട് അദ്ദേഹത്തോട് ഇടപെട്ടുവെങ്കിൽ ഇന്ന് രാത്രി തിരിച്ചറിയണം. സാധാരണമായി ദൈവം ഇസ്രായേലിൻ്റെ നടുവിൽ ഭൂകമ്പത്തിലും തീയിലും കൊടുങ്കാറ്റിലുമൊക്കെയാണ് വെളിപ്പെട്ടത്. പക്ഷേ സാധാരണമായ നിലയിൽ ദൈവം വെളിപ്പെടാതിരുന്നപ്പോൾ ദൈവം വെളിപ്പെടത്തില്ലെന്നല്ല അതിൻ്റെ അർത്ഥം. മറ്റൊരിടത്തു നിന്നൊരു വെളിപ്പാട്, മറ്റൊരിടത്തു നിന്നൊരു ദർശനം, മറ്റൊരിടത്തു നിന്നൊരു ഇടപെടൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയായിരുന്നു ദൈവത്തിൻ്റെ പ്രവൃത്തി. ഇന്ന് പകൽക്കാലം പ്രതീക്ഷയുടെ തിരുനാളങ്ങൾ കെട്ടുപോകുമ്പോൾ, സ്വപ്നങ്ങൾ നീ കണ്ട സ്വപ്നങ്ങൾ ഓരോന്ന് ഉടഞ്ഞു വീഴുമ്പോൾ ദൈവത്തിന് മറ്റൊരു വഴിയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ദൈവത്തിന് മറ്റൊരു വഴിയുണ്ട്. എൻ്റെ വിഷയത്തിൽ ദൈവത്തിന് മറ്റൊരു റിസോഴ്സ് ഉണ്ട്, മറ്റൊരു വഴിയുണ്ട്, മറ്റൊരു പദ്ധതിയുണ്ട്. ഇന്ന് രാത്രികാലം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചില നന്മകൾ നൽകിയാലും അതിനകത്ത് അത്ഭുതങ്ങൾ ചെയ്താലും അതിനും അപ്പുറമായ ഒരു പദ്ധതി ദൈവത്തിനുണ്ട്. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതൽ നൽകി, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്താലും ആ അത്ഭുതത്തിൽ അപ്പുറമായ ദൈവത്തിൻ്റെ ഒരു കരുതലുണ്ട്. ഞാൻ ഒരിക്കൽ കൂടെ പറഞ്ഞിട്ട് ആ വാക്യത്തിലേക്ക് വരാം. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്താലും ഒരു വഴി തുറന്നാലും അതിനപ്പുറമായ ഒരു അത്ഭുതം ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, യേശു കർത്താവ് മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, കാര്യമൊക്കെ കഴിഞ്ഞോ? പക്ഷേ യേശു കർത്താവ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിട്ട് ശിഷ്യന്മാരുടെ അവസ്ഥ വളരെ പരിതാപകരമായി തീർന്നോ? യേശു മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, ശിഷ്യന്മാർക്ക് വല്ല പ്രയോജനം ഉണ്ടായോ? ഒരു പ്രയോജനം ഉണ്ടായില്ല. അവരുടെ ജീവിതം പ്രതിസന്ധി രൂക്ഷമാകുവാൻ തുടങ്ങി. യേശു ഉയർത്തെഴുന്നേറ്റിട്ടും യേശുവിൻ്റെ ഉയർപ്പിൻ്റെ ശക്തി ശിഷ്യന്മാർക്കൊന്നും ചെയ്തു കൊടുത്തില്ല. അവരുടെ ആശങ്കയുടെ ദിനരാത്രങ്ങൾ കൂടുകയാണ്, അവരുടെ വിശപ്പിൻ്റെ വിളി കൂടുകയാണ്. ഒടുവിൽ അവർ തമ്മിൽ ഒരു ചർച്ച ചെയ്തോ. ആമേൻ. എത്ര ദിവസം പട്ടിണി കിടക്കുക? ആമേൻ. ഈ പറയുന്ന ശിഷ്യന്മാരൊന്നും കാശ് കൂട്ടി വെച്ചവരായിരുന്നില്ല. കാശ് കയ്യിലുള്ള ഒരുത്തൻ അതും കൊണ്ടുപോയി. ഈ 11 പേരും പട്ടിണിക്കകത്തിരിക്കുകയാണ്. ആമേൻ. പുറത്തിറങ്ങാൻ കഴിയത്തില്ല. അവരെ കൂടെ കൊല്ലുമോ എന്നുള്ള ഭീഷണി അവരെ അലട്ടുകയാണ്. ഒരു ഭാഗത്ത് ഭയം, മറുഭാഗത്ത് വിശപ്പ്, സാമ്പത്തിക ദാരിദ്ര്യം, ഇവയെല്ലാം കൂടെ അലട്ടപ്പെടുന്ന ഒരു ദിവസം സന്ധ്യാവേളയിൽ വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് പത്രോസും കൂടെയുള്ളവരുടെ അടുക്ക പറഞ്ഞോ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് മീൻ പിടിക്കാൻ പോകാം, എന്തെങ്കിലും കിട്ടുമായിരിക്കുമെന്ന് പറഞ്ഞ് അവർ അന്ന് രാത്രി മീൻ പിടിക്കുവാൻ പോയി. പലരും അതിനെ പിന്മാറ്റമായി പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷെ ജീവിതത്തിൻ്റെ കാഠിന്യം എന്തെന്ന് നന്നേ അറിഞ്ഞിട്ടുള്ളവനാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പറയാ, സ്തോത്ര, പത്രോസ് അന്ന് രാത്രി പിന്മാറിയല്ല മീൻ പിടിക്കാൻ പോയത്. ജീവിതത്തിൻ്റെ വിഷമകത കൊണ്ട്, ജീവിതത്തിൻ്റെ വിശപ്പ് കൊണ്ട്, ജീവിതത്തിൻ്റെ പ്രതിസന്ധിക്കകത്താണ് ആ മനുഷ്യൻ കൂടെയുള്ളവരും എന്ത് ചെയ്തത്? അധ്വാനിക്കാൻ പോകാമെന്ന് തീരുമാനിച്ച് അധ്വാനിക്കാൻ ഇറങ്ങി തിരിച്ചത്. ആമേൻ. ഇന്ന് രാത്രികാല് എൻ്റെ മനസ്സിൽ എപ്പോഴും കിടക്കുന്ന ഒരു വാക്കുണ്ട് കേട്ടോ. ഒരിക്കലൊരു അഭിഷക്തൻ എൻ്റെ അടുക്കൽ പറഞ്ഞതാണ്. നല്ല നിലയിൽ ജീവിക്കുന്ന നല്ല പ്രായമുള്ള ഒരു പാസ്റ്ററാണ്. അദ്ദേഹം എൻ്റെ അടുക്കൽ പറഞ്ഞു, അമ്മേ പാസ്റ്ററെ, ഞാൻ പാസ്റ്ററുടെ അടുക്കൽ ഒരു കാര്യം പറയാം. അവൻ നേരും നിറയോടും കൂടെ ശുശ്രൂഷ ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥ എൻ്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ഒരു ഉടായ്പിന് നിൽക്കത്തില്ല. എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പൻ്റെ 5 ഏക്കർ വസ്തു കിടപ്പുണ്ട്. ഞാൻ അവിടെ പോയി കപ്പ കൃഷി ചെയ്ത് ജീവിക്കുക. പക്ഷേ ഞാൻ ശുശ്രൂഷയിൽ ഒരിക്കലും ഒരു ദോഷം ചെയ്യത്തില്ല എന്ന് ഞാൻ ആ മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കി. ഈ ഇന്ത്യയിലല്ല, വിദേശ രാജ്യത്തിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ എൻ്റെ അടുക്കൽ പറഞ്ഞതാ, എൻ്റെ മുമ്പാകെ ശുശ്രൂഷയുടെ വാതിലുകൾ ഇവരെല്ലാവരും കൂടെ കൂടി കൊട്ടി അടച്ചാൽ ഞാനൊരു മനുഷ്യനെ ആശ്രയിക്കത്തില്ല, ഞാനൊരു രണ്ടാമത്തെ വഴി അന്വേഷിക്കത്തില്ല. ആമേ, ദൈവം എൻ്റെ മേൽ നൽകിയ ശുശ്രൂഷയാണെങ്കിൽ ദൈവം നിർവഹിക്കട്ടെ, അല്ല എങ്കിൽ എൻ്റെ 5 ഏക്കർ വസ്തു മാവേലിക്കര കിടപ്പുണ്ട്, ഞാൻ അവിടെ പോയി കപ്പ കൃഷി ചെയ്ത് ജീവിക്കുമെന്ന്. ഇന്ന് രാത്രി എൻ്റെ സഹോദരങ്ങളെ, ആ മനുഷ്യൻ്റെ പിന്മാറ്റമല്ലത്, പകരം ഹൃദയത്തിനകത്തുള്ള നിർമ്മലതയ്ക്കകത്തു നിന്ന് ചങ്കൂറ്റത്തിനകത്ത് തൻ്റെ ഇടത്തിനകത്ത് പറഞ്ഞ ഒരു വാക്ക്
വാക്കാണ്. ഞാൻ അതിനകത്തുനിന്ന് മുമ്പോട്ട് വരട്ടെ. അപ്പോൾ ഈ ശിഷ്യന്മാർ എന്ത് ചെയ്തെന്നറിയാമോ? രാത്രിയുടെ യാമം താണ്ടുമ്പോൾ മത്സ്യം പിടിക്കുവാനായി കടലിലേക്ക് പോയി. എന്നാൽ അവർക്ക് എന്ത് കിട്ടിയില്ലെന്നറിയാമോ? മീൻ കിട്ടിയില്ല. മീൻ കിട്ടാതെ രാത്രി മുഴുവൻ അവർ അലഞ്ഞു തിരിയുമ്പോൾ ആമേൻ, പ്രഭാതം എത്തുന്നതിന് മുൻപേ അവർ തീരത്തൊരുവനെ കണ്ടു. തീരത്തൊരുവനെ കണ്ട് യേശുവാണെന്ന് തിരിച്ചറിഞ്ഞ് അരയിൽ അങ്കി ചുറ്റി യേശു പത്രോസ് നീന്തിത്തുടിച്ച് യേശുവിൻ്റെ അടുക്കൽ വന്നു. പത്രോസ് നീന്തിത്തുടിച്ച് യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ യേശു പത്രോസിൻ്റെ അടുക്കൽ ചോദിച്ചു, കുഞ്ഞെ, കൂട്ടാൻ വല്ലോ നിൻ്റെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചോ. അവർ പറഞ്ഞു, നാഥാ, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, പക്ഷേ ഞങ്ങൾക്ക് എന്ത് ചെയ്തില്ല, ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു. യേശു എന്താണ് പറഞ്ഞതെന്നറിയാമോ? അപ്പുറത്തേക്ക് നീ പോയിട്ട് പടകിൻ്റെ വലത്തുഭാഗത്ത് വല വീശുവാൻ പറഞ്ഞു. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ തിബര്യാസിൻ്റെ തീരത്ത് പടകിൻ്റെ വലതുഭാഗത്ത് വല വീശുവാൻ കർത്താവ് പറയുകയാണ്. എന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ വീശി, മീനിൻ്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. എൻ്റെ സഹോദരങ്ങളെ, ഈ ഒരു ഭാഗത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ ആമേൻ, ഒരല്പമെങ്കിലും മത്സ്യബന്ധനത്തിൻ്റെ സംഗതി അറിയാവുന്നവർക്ക് ഇതിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ ഈ 8-ാം വാക്യത്തിൽ പറയുകയാണ്, ശേഷം ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിൽ അധികം ദൂരത്തല്ലായകയാൽ മീൻ നിറഞ്ഞ വല ഇഴച്ചും കൊണ്ട് ചെറിയ പടകിൽ വന്നുവെന്ന്. അപ്പോൾ ഈ ശിഷ്യന്മാർ എവിടെയാണ് വല വീശിയതെന്നറിയാമോ? ഏതാണ്ട് തീരത്തു നിന്നൊരു 200 മുഴം അപ്പുറത്താണ് ഇവരെന്ത് ചെയ്തത്, വല വീശിയത്. ഏതാണ്ട് ഒരു 250 മീറ്റർ, ഒരു 250 മീറ്റർ എന്നങ്ങ് ഇരുന്നോട്ടെ, ഒരു 1/4 കിലോമീറ്റർ അപ്പുറത്താണ് ഇവരെന്ത് ചെയ്തത്, വല വീശിയത്. അതുകൊണ്ടാണ് തീരത്ത് നിൽക്കുന്ന യേശുവിനെ അവർക്ക് കാണാൻ കഴിഞ്ഞത്. തീരത്ത് വല വീശിയാൽ എന്തായിരിക്കും കിട്ടുന്നത്? തീരത്ത് വല വീശിയാൽ എന്തായിരിക്കും കിട്ടുന്നത്? ഇഷ്ടംപോലെ മീൻ കിട്ടുമായിരിക്കാം ഒരു പക്ഷേ ഏത് മീനായിരിക്കും കിട്ടുന്നത്? കൊച്ചു മീനായിരിക്കും കിട്ടുന്നത്. വല്ല ചാളയോ മത്തിയോ വല്ലോ ആയിരിക്കാം കിട്ടേണ്ടത്. പക്ഷേ അവിടെ എഴുതിയിരിക്കുകയാണ്, 200 മീറ്റർ അപ്പുറത്ത് അവർ വല വീശിയപ്പോൾ അവരുടെ വല കീറാൻ തക്കവണ്ണം വലുതായി നിറഞ്ഞു. പക്ഷേ അതൊന്നും മത്തിയും ചാളയല്ല ഇരുന്നോ, 153 വലിയ മീൻ നിറഞ്ഞ വല. എൻ്റെ സഹോദരങ്ങളെ, 153 വലിയ മീനുകൾ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, സാധാരണമായി കടലിൻ്റെ വ്യവസ്ഥിതി അനുസരിച്ച് സ്തോത്ര, കടലിൻ്റെ ആഴങ്ങളിലാണ് ഏത് കിടക്കുന്നത്, വലിയ മീൻ കിടക്കുന്നത്. പക്ഷെ അവരവിടെ ഒരു അത്ഭുതം കണ്ടോ? ആഴത്തിൽ കിടക്കുന്ന വലിയ മീനുകൾ ആമേൻ, പ്രാർത്ഥിക്കുന്നവന് വേണ്ടി, കർത്താവിൽ വിശ്വസിക്കുന്നവന് വേണ്ടി തീരത്ത് വന്ന് നിൽക്കുകയാണ്. ഇന്ന് രാത്രി നീ അറിയണ, നിന്റെ കർത്താവ് നിന്റെ തീരത്ത് നിൽപ്പുണ്ടെങ്കിൽ ആഴത്തിൽ കിടക്കുമെന്ന് പറയുന്ന ചില വലിയ മീനുകൾ തീരത്തു കൊണ്ടുവന്ന് തരുവാൻ ദൈവത്തിന് കഴിയും. ആഴത്തിൽ കിടക്കുമെന്ന് പറയുന്ന ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ നിന്റെ കൈപ്പിടിയിൽ എത്തത്തില്ലെന്ന്, അതങ്ങ് ആഴത്തിലാണെന്ന്. എൻ്റെ സഹോദരങ്ങളെ, അമേൻ അമേൻ, നിങ്ങൾ ഈ നമ്മുടെ കടൽ തീരത്തുള്ള ഒരു മത്സ്യബന്ധനക്കാരൻ്റെ അടുക്കൽ ചെന്ന്, ഒരു മീൻപിടുത്തക്കാരൻ്റെ അടുക്കൽ പറയണോ, ആ ചേട്ടാ, നിങ്ങൾ ആഴത്തിലൊക്കെ പോയി നല്ല നടുക്കടലിൽ പോയി മീൻ പിടിക്കണമെന്ന് പറഞ്ഞാൽ ആ പാവപ്പെട്ടവൻ നമ്മുടെ അടുക്കൽ എന്തോ പറയുമെന്നറിയാമോ? എൻ്റെ സാറേ, എനിക്ക് അതിനൊക്കെ വലിയ ബോട്ടൊന്നുമില്ല, അതിന് വലിയ ബോട്ട് വേണം, അതിന് കോടികൾ ചെലവാകുക. എൻ്റെ കയ്യിലുള്ളത് ഒരു ചെറിയ ഫൈബർ വള്ളം, ഒരു യമഹയുടെ മോട്ടറുവാ, അതുകൊണ്ട് എനിക്ക് ഒരു 5 കിലോമീറ്ററിന് അപ്പുറം ഒന്നും പോകാൻ പറ്റുകയില്ല എന്ന് പറയുക. അപ്പോൾ ഈ ശിഷ്യന്മാരുടെ കയ്യിലുള്ളത് ആഴക്കടലിൽ പോകാൻ പറ്റുന്ന പടകാണോ? അല്ല. അതിനെ വലിച്ചുകൊണ്ട് വരാൻ പറ്റുന്ന വലയാണോ? അല്ല. അവരുടെ പരിമിതികൾക്കകത്ത്, അവരുടെ സാഹചര്യത്തിൻ്റെ പരിമിതികൾക്ക് അവർ നിൽക്കുമ്പോൾ പറയുക, എനിക്ക് ആഴത്തിൽ പോകാൻ പടകില്ല ഇരിക്കുക, എനിക്ക് ആഴത്തിൽ വീശാൻ വലയില്ല ഇരിക്കുക. പക്ഷെ തീരത്തെത്തുന്ന നിന്റെ പടകിൻ്റെ അടുത്ത് ആഴത്തിൽ കിടക്കുന്ന മത്സ്യത്തെ ഞാൻ ഇവിടെ കൊണ്ടുതരാം. ഇന്ന് രാത്രി നന്മയും കരുണയും നിന്നെ പിന്തുടരും. നീ നന്മയെ പിന്തുടരുകയല്ല, നീ അനുഗ്രഹത്തെ പിന്തുടരുകയല്ല, അനുഗ്രഹം നിന്നെ പിന്തുടരും. നീ വലിയ മീൻ കിടക്കുന്നിടത്ത് നീ വല വീശുകയല്ല, നീ നിൽക്കുന്നിടത്ത് വലിയ മീൻ വരും. ഇന്ന് രാത്രികാല എത്ര പേർ വിശ്വസിക്കുന്നു, എൻ്റെ അനുഗ്രഹം ഞാൻ നിൽക്കുന്നിടത്ത് വരും, എൻ്റെ നന്മ ഞാൻ നിൽക്കുന്നിടത്ത് വരും, എൻ്റെ ഉയർച്ച ഞാൻ നിൽക്കുന്നിടത്ത് വരും. ഇന്ന് രാത്രികാല ദൈവത്തിൻ്റെ പൈതലെ, നീ അനുഗ്രഹങ്ങളെ ചേസ് ചെയ്യുന്നവനല്ല, നീ ഒരു ബ്ലെസ്സിംഗ് മാഗ്നറ്റാണ്. ഇന്ന് രാത്രി നിന്റെ മേൽ ഒരു അനുഗ്രഹം വീഴുകയാണ്. ഇന്ന് രാത്രി നിന്റെ മേൽ ഒരു അഭിഷേകം വീഴുകയാണ്. ആമേൻ. ഒരു കാന്തിക ശക്തി നിന്റെ മേൽ വീഴുകയാണ്. ഒരു കാന്തിക ശക്തി നിന്റെ മേൽ വീഴട്ടെ.
ഒരു കാന്തിക ശക്തി നിന്റെ മേൽ വീഴട്ടെ. ഒരു ഫേവർ മാഗ്നറ്റിസം, ഒരു ഫേവർ മാഗ്നറ്റിസം ഇന്ന് രാത്രി നിന്റെ മേൽ വീഴട്ടെ. ഒരു ഫേവർ മാഗ്നറ്റിസം ഇന്ന് രാത്രി ദൈവ കൃപയ്ക്കകത്ത് ആശ്രയിച്ച് പ്രാർത്ഥിച്ചാട്ട് അഭിഷേകം നിന്റെ മേൽ ഒരു കാന്തിക ശക്തിയെ പകരട്ടെ. അഭിഷേകം നിന്റെ മേൽ ഒരു കാന്തിക ശക്തിയെ പകരട്ടെ. നന്മ നിന്നെ തേടി വരുന്ന തീരത്ത് വലിയ മീൻ വരത്തക്കവണ്ണ പത്രോസിന്റെ പടകിനകത്ത് കർത്താവിനൊരു അത്ഭുതം ചെയ്യാമെങ്കിൽ Lamarana Mahasatahriha Prabhajalagadagaturi Minigara Hasatahriha Prabalor Mahartania Pramashmaltania Parakada Prabartani Ninda Padagu Velidaki to the Nakan Magitumanala Ninda Vala Velidakumbo the Nakan Magitumanala Ni Ada Tilarangambo Nanmagitumanala Ni Nadukadalil Arangambo the Nakan Magitumanala Pagara Ni Nilkuna Ninda Parimidi Kagata Ni Nilkuna Ninda പരിമിതിക്കകത്ത് ദൈവം ചിലത് ചെയ്യും. ഈ രാത്രി വിശ്വസിക്ക, നീ നിൽക്കുന്ന നിന്റെ പരിമിതിക്കകത്ത് ഹല്ലേലൂയ എന്റെ പരിമിതിക്കകത്ത് ദൈവം ചിലത് ചെയ്യും. ഇന്ന് രാത്രി വിശ്വസിച്ച് കയറി വാ. നിന്റെ പരിമിതിക്കകത്ത് ദൈവം ചിലത് ചെയ്യും. യെസ്, ഇന്ന് രാത്രി ഒരു അഭിഷേകം നിന്നെ തൊടുക. യെസ്, നിന്റെ പരിമിതികളെ പൊട്ടിക്കുന്നതിന് മുന്നമേ നിന്റെ പരിമിതികൾക്കകത്ത് ദൈവം ചില നന്മ കൊണ്ടു തരുന്ന ഒരു അനുഗ്രഹത്തിന്റെ കാന്തിക ശക്തി ഇന്ന് രാത്രി നിന്റെ യേശുവേ 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 യേശുവേ. Yes, let the Tiberias repeat here. Tiberias ഇവിടെ ആവർത്തിക്കട്ടെ. ഒരു തിബരിയാസ് ഇവിടെ ആവർത്തിക്കട്ടെ. ഒരു തിബരിയാസ് ഇവിടെ ആവർത്തിക്കട്ടെ. ഒരു തിബരിയാസ് ഇവിടെ ആവർത്തിക്കട്ടെ. ഒരു തിബരിയാസ് ഇവിടെ ആവർത്തിക്കട്ടെ. ജീസസ് ലോമോഹോട്ടോനിയ പ്രമഷ്മർഥേനി ഖൽബഹസതാരി പ്രിമേനിയ പ്രമഷ്മർഥാനിയ. എൻ്റെ സഹോദരങ്ങളെ, 153 വലിയ മീനും വലിച്ച് ഇഴച്ചുകൊണ്ട് ആമേൻ അവർ തീരത്ത് വന്നു. ഒരു മിറക്കിൾ ദൈവം അവിടെ ചെയ്തു. ഒരു ഭയങ്കര അത്ഭുതം ചെയ്തോ. ആഴത്തിൽ കിടക്കുന്ന മത്സ്യങ്ങളെ ദൈവം തീരത്ത് കൊണ്ടുവന്നു. ഇന്ന് രാത്രി പറഞ്ഞേ, ആഴത്തിൽ കിടക്കുന്നതിനെ തീരത്ത് കൊണ്ടുവരുന്ന ദൈവം, ആഴത്തിൽ കിടക്കുന്നതിനെ തീരത്ത് കൊണ്ടുവരുന്ന ദൈവം. എൻ്റെ സഹോദരങ്ങളെ, സാധാരണ ചാകര വന്നാൽ പോലും എന്തേ വന്ന് അടിയത്തുള്ളൂ. ആമേൻ, ചാളയും മത്തിയൊക്കെ വന്ന് അടിയത്തുള്ളൂ. അപ്പം അങ്ങനെയെങ്കിൽ 153 വലിയ മീനിനെ എണ്ണം പറഞ്ഞ് ദൈവം തീരത്ത് കൊണ്ടുവന്ന് നിർത്തുമ്പോൾ ആമേൻ ആമേൻ ആഴത്തിൽ കിടക്കുന്നതിനെ തീരത്ത് കൊണ്ടുവന്നു. പക്ഷേ അവിടെ കൊണ്ട് ദൈവപ്രവൃത്തി തീർന്നില്ല. ആമേൻ. കർത്താവ് ചോദിച്ചു, കൂട്ടുവാൻ ഉള്ളത് ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ. ഇനി ഇവർ 153 മീൻ വലിച്ചെടുത്തുകൊണ്ട് വന്ന് ഈ പാവപ്പെട്ടവർ ഇത്രയും ദിവസമായി പട്ടിണിയിലും പരിവട്ടത്തിലും കിടന്ന് ഇനി അതിനകത്തുനിന്നൊരു മീനെ എടുത്ത് ഒരു 2 പേര് ഇന്ന് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ പള്ള കീറി വൃത്തിയാക്കുമ്പോഴത്തേക്ക് അടുത്തയാൾ എന്തോ ചെയ്യണമെന്നറിയാമോ? ഈ തണുപ്പത്ത് സ്തോത്രം വീണ്ടും കനൽ കൂട്ടി തീ കൂട്ടി അവരെന്ത് ചെയ്യണം? ഇതെടുക്കണം. ഇതെല്ലാം കൂടെ ഒന്ന് ചുട്ടുവരണമെങ്കിൽ എങ്ങനെയായിരുന്നാലും മിനിമം എത്ര നേരം എടുക്കുക? ഒരു അരമണിക്കൂറെങ്കിലും എടുക്കുക. നല്ല മീൻ അവിടെയൊക്കെയുള്ള ഒരു മീൻ ഒരു 10 മിനിറ്റ് ഒന്ന് ഒരു ഷാലോ ഫ്രൈ ചെയ്താൽ മതിയല്ലോ. അതുകൊണ്ട് 20 മിനിറ്റ് ഒരു അരമണിക്കൂർ അങ്ങ് വിട്ടോ. കനൽ ചൂടായി വരാൻ അരമണിക്കൂർ. പക്ഷേ അവർ കരയ്ക്ക് കയറി വന്നപ്പോൾ അവരൊരു കാര്യം കണ്ട്. എന്താണെന്നറിയാമോ? മറ്റൊരിടത്തു നിന്ന് നിനക്ക് വിടുതലും വിശാലയും ഉണ്ടാകാം. ആമേൻ. അവരുടെ 153 മീൻ നിറഞ്ഞ വലയ്ക്കകത്തുനിന്ന് ഒരു മീനെ അവരെടുത്ത് വറുത്തെന്ന് അവിടെ എഴുതിയിട്ടില്ല, ചുട്ടെന്ന് അവർ എഴുതിയിട്ടില്ല. 153 മീനും അവിടെ കിടന്ന് പിടയ്ക്കുമ്പോൾ, ആ വലയ്ക്കകത്ത് അവിടെ കിടന്ന് പിടയ്ക്കുമ്പോൾ അവർ നോക്കുമ്പോൾ അവർക്ക് വേണ്ടിയുള്ള മീന് കനലിന്മേൽ പൊരിഞ്ഞുകൊണ്ടിരിക്കുകയാ. ഇന്ന് രാത്രി നിന്റെ വിടുതലും വിശാലതയോ മറ്റൊരിടത്ത് വരും. നിന്റെ വിടുതലും വിശാലതയും മറ്റൊരിടത്തു നിന്ന് വരും. നിന്റെ വിടുതലും വിശാലതയും
Lama rasa katara mahartania, pralba hatania, pramashale kataria, pramashateni karma hasaturia, pramana galagasyam tarchana amdaradi, lakatoria pramashatona mahatania, lakala hatania, rakala mahatania, pramana hadana hadania, rabalia, pramasmaltenia, lakoria pramashala kateria, rakasyam prabachania, artunia mahasya tarba hatani, Pramania, Halturia, Rakatania, Pramania, Pramashkalotiana, Adana Hadani, Pramashia, Pramona, Harteni, Mahasataria, Pramolia, Matoridapin, Vidalem Vishaladaya, Ninda Nuti and Batimun Minala, Ninda Visha Padakanada, Ninda Nuti and Batimun Minala, Ninak Vidalganada, Ninda Nuti and Batimun Minala, Enakan Anmanalganada, Pagara, Ni Kaya Riverimol, Ninde Alexil. മധ്യത്തിൽ നീ പ്രതീക്ഷിക്കാത്ത ഇടത്ത് നീ ചിന്തിക്കാത്ത ഇടത്ത് നിനക്ക് വേണ്ടി കനൽ കൂട്ടി അതിന്മീതെ മീൻ വെച്ചിട്ട് ദൈവം പറയുകയാണ് നിന്റെ വിശാലത നിന്റെ അധ്വാനത്തിലല്ല നിന്റെ വിശ്വാലത നിന്റെ പ്രയത്നത്തിലല്ല മറ്റൊരിടത്തു നിന്ന് ഒരു വിശാലതയോ ഒരു വിടുതലോ ഇന്ന് രാത്രി അഭിഷേകം പ്രവചനാത്മാവിൽ നിന്നെ പുഷ് ചെയ്യുന്നെങ്കിൽ നീ എഴുന്നേറ്റ് നിന്ന് പ്രവചിക്ക മറ്റൊരിടത്തു നിന്ന് from another place ഇന്ന് രാത്രി ഞാൻ ചിലരോട് വ്യക്തിപരമായി പറയുന്നു നീ നിൽക്കുന്ന ഇടത്തല്ല നീ പ്രതീക്ഷിക്കുന്ന ഇടത്തല്ല വേറെ ഒരു വഴി ദൈവം തുറക്കുക ഇന്ന് രാത്രി സ്വർഗ്ഗം അത് ചെയ്യുകയാണ് ഈ ആലയത്തിനകത്ത് ഒരു വ്യക്തിയുടെ മേൽ ദൈവത്തിന്റെ തേജസ് വന്നിറങ്ങുന്നതിനെ ഞാൻ കാണുന്നു the glory resting upon you Semenia Pramojala Prabartania, Preshma Hatania, Pramahasataria, Pralma Haturia Mahasataria, Pramenia Hatania, Pramashya Kartania, Prema Halahadahasya Pramasha, Pramashma Hatonia, Preshma Hatania, let the glory rest. മറ്റൊരിടത്തു നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ ചിലരെ തേജസ് കൊണ്ട് കവർ ചെയ്യുന്നത് അല്ല ഒരു വ്യക്തിയെ തേജസ് കൊണ്ട് കവർ ചെയ്യുന്നത് ഞാൻ വ്യക്തമായി കണ്ടുകൊണ്ടിരിക്കുന്നു പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി വേറെ ചില വഴി തുറക്കുകയാണ് ആമേൻ ആമേൻ തീരത്ത് കൊച്ചുമീൻ പ്രതീക്ഷിച്ച് പോയവർക്ക് ദൈവം വലിയ മീൻ കൊടുത്തു ആഴത്തിൽ കിടക്കേണ്ടത് കരയ്ക്ക് കൊണ്ടുവന്നു പക്ഷെ അവിടെ ദൈവപ്രവൃത്തി തീർന്നോ ഇല്ല കരയ്ക്ക് കയറി വന്നപ്പോൾ കനലിന്മേൽ ചുട്ട കനലും അതിന്മേലിരിക്കുന്ന മീനും അതിൻ്റെ അപ്പുറത്ത് അപ്പവും ഇരിക്കുന്നത് കണ്ടു കർത്താവ് അവരോട് പറഞ്ഞു ആമേൻ ഇത് പോരായെങ്കിൽ എന്നല്ല ഇത് നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുവേൻ നീ പിടിച്ചതിൽ ചിലത് എനിക്കും കൊണ്ടുവന്നാട്ടെ വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവീൻ ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ പൈതലേ നിന്റെ പ്രാതൽ നിന്റെ വിശപ്പിൻ്റെ മറുപടി നീ ചിന്തിച്ച ഇടത്തു നിന്നല്ല നീ പ്രതീക്ഷിക്കാത്ത ഇടത്തു നിന്ന് നിന്റെ പ്രാതൽ വെളിപ്പെടുകയാണ് യെസ് നിന്റെ ബ്രേക്ക്ഫാസ്റ്റ് നീ ചിന്തിച്ച ഇടത്തല്ല നിന്റെ വിശപ്പ് മാറുന്നത് നിന്റെ സ്വപ്നങ്ങൾക്ക് അനുസൃതമായിട്ടല്ല നീ ഭക്ഷണത്തിനിരിക്കുന്നത് നീ പ്രതീക്ഷിക്കാത്ത ഒരു വിധത്തിൽ ദൈവം അത് ചെയ്തു തരും നിന്റെ വിശപ്പ് മാറുന്നത് നിന്റെ സങ്കടം മാറുന്നത് നീ പ്രതീക്ഷിക്കാത്ത ഒരു വിധത്തിൽ ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്നവർ മാത്രം ഒരു നിമിഷം ശക്തമായി കരമടിച്ച് ദൈവത്തിന് സ്തോത്രം പറയട്ടെ സംതിങ് ഈസ് ഹാപ്പനിങ് ഹിയർ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ചിലത് ചെയ്യുന്നു ഞാൻ വ്യക്തമായി കാണുന്നു വ്യക്തമായി
ജീസസ്. ഇന്ന് രാത്രി നിന്റെ 153 വലിയ മീനല്ല, നീ അറിയുന്നതിന് മുന്നമേ നിനക്ക് വേണ്ടി വേറെ ഒരു കനലും വേറെ ഒരു മീനും വേറെ ഒരു അപ്പവും, മറ്റൊരിടത്തു നിന്ന് വിടുതലും വിശാലതയും ഉണ്ടാകുക. അടുത്തിരിക്കുന്നവർക്ക് കരം കൊടുത്തു പറഞ്ഞേ, മറ്റൊരിടത്തു നിന്ന് വിടുതലും വിശാലതയും ഉണ്ടാകും. മറ്റൊരിടത്തു നിന്ന് കൈ കൊടുത്തു ധൈര്യമായിട്ട് സന്തോഷമായിട്ട് പറഞ്ഞേ, മുഖത്തു നോക്കി പറഞ്ഞേ, മറ്റൊരിടത്തു നിന്ന് വിടുതലും വിശാലതയും ഉണ്ടാകുക. ഹോളി സ്പിരിറ്റ്. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഒരേ വിഷയമാണ് ഞാൻ പറയുന്നത്. ബൈബിളിലെ പല ഭാഗങ്ങൾ ആവർത്തിക്കുന്നുവെന്ന് മാത്രം. മത്തായി സുവിശേഷം 27-ാം അധ്യായം. യേശു ക്രൂശിക്കപ്പെടുകയാണ്. യേശു ക്രൂശിക്കപ്പെടുമ്പോൾ സ്തോത്രം, ഏറെക്കുറെ എല്ലാവരും യേശുവിനെ വിട്ടുപോവുകയാണ്. എല്ലാവരും യേശുവിനെ വിട്ടുപോയി. ഇന്ന് രാത്രി ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. യേശു ക്രൂശിക്കപ്പെട്ടു, യേശു മരിച്ചു. ഇനിയും അടുത്ത ഒരു ചോദ്യം, യേശുവിനെ ആര് കൊണ്ടുപോയി കുഴിച്ചിടും? ആമേൻ. ഞാൻ പച്ചയ്ക്ക് ചോദിക്കുക, യേശുവിനെ ആര് കൊണ്ടുപോയി കുഴിച്ചിടോ? എവിടെ കൊണ്ടുപോയി കുഴിച്ചിടോ? മറിയം, ഇത്ര നേരം ക്രൂശിങ്കൽ നിന്നിട്ട് നീ എന്താ ശവം ഇറക്കാതെ പോയത്? മറിയം പറയും, ഇത് എവിടെ കൊണ്ടുപോകണമെന്ന് എനിക്ക് അറിയത്തില്ല. സെബദിപുത്രന്മാരെ, നിങ്ങളെന്താ ശവം മേടിക്കാത്തത്? അവർ പറയുക, ഇത് ആരോട് പോയി ചോദിക്കണമെന്ന് എനിക്കറിയത്തില്ല. റോമ ഗവൺമെൻറ്റിൻ്റെ വിധിപ്രകാരം തൂക്കിക്കൊന്ന ഒരു മനുഷ്യൻ്റെ ശവം ആര് പോയി ചോദിക്കുക? ആരോട് പോയി ചോദിക്കുക? ആമേൻ. ചോദിക്കുവാണെങ്കിൽ ഇത് ആരോടാ മിനിമം ചോദിക്കേണ്ടതെന്നറിയാമോ? ആമേൻ. കുറഞ്ഞ പക്ഷം ഗവർണർ പീലാത്തോസിൻ്റെ ഓഫീസിൽ പോയി ചോദിക്കണം, ഈ ശവം ഒന്ന് ഇറക്കിക്കോട്ടെ എന്ന്. പക്ഷേ പീലാത്തോസിൻ്റെ ഓഫീസിൽ കയറിപ്പോകാൻ ആർക്ക് കഴിയുക? ആർക്കതിനുള്ള ധൈര്യമുണ്ട്? ആമേൻ. ആമേൻ. ഒരു ഭാഗത്ത് ബ്യൂറോക്രാറ്റിക്കൽ ഹിൻഡ്രൻസ്, ആമേൻ, നിയമവ്യവസ്ഥയുടെ, ആമേൻ, ഉദ്യോഗവൃന്ദത്തിൻ്റെ, ആമേൻ, അധികാരവൃന്ദത്തിൻ്റെ പ്രശ്നം ഒരു ഭാഗത്ത് കിടക്കുന്നു. മറുഭാഗത്ത് ഈ ശവം കൊണ്ടുവന്ന് അടക്കിക്കഴിഞ്ഞാൽ, ആമേൻ, അടക്കിയവൻ നാളെ എന്തായിത്തീരോ? ഇവൻ്റെ കക്ഷിയാണെന്ന് പറഞ്ഞ് അവനെയും കൊല്ലോ. ഇനി എവിടെ കൊണ്ടുവന്ന് അടക്കോ? അടക്കാനൊരിടം പോലുമില്ല. ഇനിയും ഒരു യഹൂദയിൽ ഒരു മനുഷ്യൻ മരിച്ചാൽ ചുമ്മാതെ കൊണ്ടുവന്ന് നമ്മൾ പാടുന്നത് പോലെ ഒരു പാട്ടും പാടി 5000 രൂപയുടെ 2000 രൂപയുടെ ശവപ്പെട്ടി മേടിച്ച് ഇറക്കി വെക്കാൻ പറ്റുമോ? പറ്റുകയില്ല. ആ ശരീരത്തിനകത്ത് എന്ത് ചെയ്യണം? സുഗന്ധവർഗം ചേർക്കണം. സുഗന്ധവർഗം ചേർത്ത് ശീലകൾ കൊണ്ട് ചുറ്റിയിട്ട് വേണം എന്ത് ചെയ്യാൻ? ഇതിനെ പൊതിഞ്ഞെടുത്ത് താഴെ വെക്കാൻ. അമ്മേ, ആരുടെ കയ്യിലിരിക്കുന്ന ഇതിന് കാശ്? ഒരു പെങ്കൊച്ച് പണ്ട് ഒരു വർഷത്തെ കാശ് മുടക്കി, അമ്മേൻ, അവളാണെങ്കിൽ സുഗന്ധവർഗമൊക്കെ മേടിച്ച് വെച്ചതാ. അത് ജീവിച്ചിരിക്കുമ്പം തന്നെ പൊട്ടിച്ചൊഴിച്ച് അത് മൊത്തം തീർത്തോ? ഇനിയും വെറും ലിക്വിഡായിട്ടുള്ള, അമ്മേൻ, മൂരും ലവംഗവും പോരാ. അതിനകത്ത് ശരീരത്തോട് ചേർത്ത് കെട്ടിവെക്കാൻ എന്തൊക്കെ വേണ്ട? ശവത്തിന് ചെയ്യുന്ന കുറച്ചുകൂടെ ഘനവസ്തുക്കൾ ചേർന്നതായ സുഗന്ധവർഗങ്ങൾ, സുഗന്ധദ്രവ്യം പോരാ, സുഗന്ധവർഗങ്ങൾ വേണം. ഇത് ചേർത്ത് ഈ ശവത്തെ പൊതിയാൻ ആരുടെ കയ്യിലിരിക്കുന്ന കാശ്? ശീല മേടിക്കാൻ പോലും കാശ് ആരുടെ കയ്യിലില്ല. കൂടെ നിൽക്കുന്ന ശിഷ്യന്മാരുടെ കയ്യിലില്ല. അമ്മേ, ജീവിതത്തിൽ യേശുവിൻ്റെ മരണത്തിങ്കൽ, അമ്മേ, ഞാനിങ്ങനെ പച്ചയ്ക്ക് പറയാം, അവൻ്റെ ശവം കുഴിച്ചിടാൻ പോലും കൂടെ നിന്നവർക്ക് എന്തില്ലായിരുന്നെന്നറിയാമോ? പ്രാപ്തിയില്ലായിരുന്നോ? ഇന്ന് രാത്രി ഞാനിവിടെ ചോദിക്കട്ടെ, നിങ്ങൾക്കാർക്കെങ്കിലും ഈ ഗതികേടുണ്ടോ? നമ്മുടെ നാട്ടിലൊക്കെ ആൾക്കാർ ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ അന്നേരെ ബാങ്കിൽ ഒരു ഇച്ചിരി പൈസ മാറ്റി വെച്ചേക്കുക. എന്നിട്ട് പറയും, തൊടല്, ഇതെൻ്റെ അടക്കത്തിനുള്ള കാശാണെന്ന്. വീട്ടിൽ കഞ്ഞി കുടിക്കാനില്ലാത്ത അമ്മച്ചി 3 ലക്ഷം രൂപ മാറ്റി വെച്ചേക്കുക, എൻ്റെ അടക്കം നന്നായിട്ട് നടത്തണമെന്നും പറഞ്ഞ്. ഇന്ന് രാത്രി എൻ്റെ സഹോദരങ്ങളെ, യേശു കർത്താവിൻ്റെ അടക്കത്തിനോ ശീല പൊതിയാനോ ഒന്നിനും വേണ്ടി യേശു ഒന്നും കരുതി വെച്ചില്ല. യേശു ആരെയും ഏൽപ്പിച്ചില്ല. അമ്മേ, യേശു മരിക്കുന്നതിന് മുന്നേ പറഞ്ഞോ, നമുക്ക് വേണ്ടി പോയി അത്താഴം ഒരുക്കാൻ പറഞ്ഞോ. ദിദ്രമ്മ പണം ടാക്സ് കൊടുക്കേണ്ടി വന്നപ്പോൾ യേശു പത്രോസിൻ്റെ അടുക്കൽ പറഞ്ഞോ, നീ പോയി ചൂണ്ടയിട്ട് കൊണ്ടുവരാൻ. പക്ഷേ എൻ്റെ സഹോദരങ്ങളെ, യേശു മരണത്തെക്കുറിച്ച് നന്നായി അറിഞ്ഞിട്ടോ, മരിക്കുന്നതിന് മുമ്പ് ഈ ശിഷ്യന്മാരിൽ ആരുടെയെങ്കിലും കയ്യിൽ ഒരു 10 രൂപ കാശ് കൊടുത്ത്, എടാ എൻ്റെ ബോഡി ഇറക്കുമ്പോൾ നീ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞെങ്കിൽ അവരിത്രയും ടെൻഷൻ അടിക്കുമായിരുന്നോ? ടെൻഷൻ അടിക്കത്തില്ലായിരുന്നോ? പക്ഷേ ഇനിയും 10 രൂപ കൊടുത്താൽ ഇവർക്ക് അതിനേക്കാൾ വലിയ ടെൻഷനായേനെ. കാരണം ആര് പോയി ഈ ശവം ഇറക്കുമെന്ന്? യേശു ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ പോയി കൂസലില്ലാതെ സിമ്പിളായിട്ട് അങ്ങ് മരിച്ചു കൊടുത്തുന്നേ. ഇനി ആര് വന്ന് ശവം ഇറക്കാം? അമ്മേ, ഇന്ന് രാത്രി ഞാൻ പറയാ, മറ്റൊരിടത്തു നിന്ന് വിശാലതയും വിടുതലും വരും. യേശു കർത്താവ് എലോഹി എലോഹി
എലോഹി ലമ്മ ശബക്താനി എന്നുറക്ക നിലവിളിച്ച് പ്രാണനെ വിടുന്നതിന് മുന്നമേ തലേ രാത്രിയിൽ പീലാത്തോസിൻ്റെ വീട്ടിനകത്ത് കയറി ഭാര്യയുടെ അടുക്കൽ പീലാത്തോസിൻ്റെ അടുക്കൽ പറയണമെന്ന് പറഞ്ഞ ദൂതൻ, ഞാനിങ്ങനെ എൻ്റെ ഭാവനയിൽ പറയുകയാണ്. അത് പറഞ്ഞിട്ട് നേരെ എങ്ങോട്ടാ പോയതെന്നറിയാമോ? അരിമത്യയിലെ യോസഫ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുന്നത് ശ്രേഷ്ഠ മന്ത്രി എന്നാണ്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറയുന്നത്, മെമ്പർ ഇൻ ദ കൗൺസിൽ എന്നാണ് പറയുന്നത്. കൗൺസിൽ മെമ്പർ, ശ്രേഷ്ഠ മന്ത്രി ആയിരിക്കുന്ന അരിമത്യയിലെ യോസഫിൻ്റെ വീട്ടിൽ ചെന്ന് യോസഫ് ഉറങ്ങിക്കിടന്നപ്പോൾ തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞു, യോസഫേ, നിന്റെ മേളിലൊരു നിയോഗം കിടപ്പുണ്ട്. യേശു കർത്താവിൻ്റെ ശരീരത്തെ ഏറ്റെടുത്ത് നീ കൊണ്ടുപോയി കല്ലറയ്ക്കകത്ത് പൊതിഞ്ഞു വെക്കണം. എൻ്റെ സഹോദരങ്ങളെ, യേശു കർത്താവ് മരിച്ച സമയങ്ങൾക്ക് അനന്തരമായി യോസഫ് ഓടി സ്തോത്രം പീലാത്തോസിൻ്റെ അരമനയിൽ ചെന്നു. യോസഫ് ആയതുകൊണ്ട് പീലാത്തോസിനെ കാണാൻ അപ്പോയിൻമെൻ്റ് എടുക്കണ്ട, പീലാത്തോസിനെ കാണാൻ പ്രത്യേകിച്ച് പെർമിഷൻ ഒന്നും വേണ്ട. നേരെ കയറി ചെന്ന് പീലാത്തോസിൻ്റെ അടുക്കൽ ചോദിച്ചോ, അമ്മേ, നീ ഇന്ന് പ്രഭാതത്തിൽ മരണവിധിക്ക് ഉൾപ്പെടുത്തിയവനിൽ ഒരുത്തനായ യേശു എന്ന് പറയുന്ന നസറേത്തുകാരനുണ്ടല്ലോ, അവൻ്റെ ശവം ഞാൻ ഇങ്ങ് എടുത്തുകൊള്ളട്ടെ. പീലാത്തോസ് ചോദിച്ചു, ഇത്ര പെട്ടെന്ന് പുള്ളി മരിച്ചോ എന്ന് ചോദിച്ചോ. അമ്മേ, പീലാത്തോസ് ചോദിച്ചു, ഇത്ര പെട്ടെന്ന് പുള്ളി മരിച്ചോ? ആ, മരിച്ചോ. ഞാൻ അവൻ്റെ ശവം എടുത്തുകൊള്ളട്ടെ എന്ന് ചോദിച്ചോ. അരിമത്യയിലെ യോസഫ് അമ്മേ ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് സന്ധ്യമയങ്ങുന്ന നേരത്ത് കടന്നു ചെല്ലുമ്പോൾ ഇതാ നിക്കോദിമോസും തൻ്റെ കൂടെ ചേരുകയാണ്. നിക്കോദിമോസും അരിമത്യയിലെ യോസഫും കൂടെ ചെന്ന് ഞാനിങ്ങനെ സങ്കല്പിക്കുകയാണ്, തൻ്റെ കൂടെയുള്ള 1-2 പണിക്കാരെയും കൂടെ ചേർത്ത് ആ ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് കടന്നുപോയി. ആ ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് കടന്നുപോയി. ആ ക്രൂശിൽ നിന്ന് 33.5 വയസ്സുള്ള ആരോഗ്യമുള്ള ആ ശരീരത്തെ പതുക്കെ ആണികൾ പറിച്ചൂരിയിട്ട് സ്തോത്ര ആ ശരീരത്തെ പതുക്കെ ഇങ്ങനെ എടുത്തോ. 1000 കപ്പം പിച്ചിക്കൊടുത്ത ശരീരം ചേതനയറ്റ് കിടക്കുകയാണ്. രോഗികളെ സൗഖ്യമാക്കി ഭൂതങ്ങളെ പുറത്താക്കി ആ ശരീരം ജീവനില്ലാതെ കിടക്കുകയാണ്. ആ കൈകാലുകളെ പിടിച്ച് നേരെ വെച്ചോ, ആ മുഖത്തെ ഒന്ന് വെച്ചോ, ആ ശിരസിലിരുന്ന മുള്ളുകളെ ഓരോന്നായിട്ട് യോസഫ് നിക്കോദിമോസ് ഊരി എടുത്തോ. അതിനുശേഷം ഇളകിത്തെറിച്ച മാംസങ്ങളൊക്കെ ഒന്ന് ചേർത്ത് വെച്ചോ. അതിനകത്ത് ആമേൻ ചോരയൊക്കെ ഒന്ന് കഴുകിയെടുത്തോ. ഒരല്പം വെള്ളമേ കാണത്തുള്ള മലമുകൾ വരെ കൊണ്ടുപോകണ്ടേ? എൻ്റെ സഹോദരങ്ങളെ, ആ ഇറക്കിക്കിടത്തിയ ശവം പറ്റിപ്പിടിച്ച കട്ട പിടിച്ച രക്തത്തിനകത്ത് ആ പാറപ്പൊടിയൊക്കെ ചേരാൻ തുടങ്ങി. എന്നാൽ അതൊക്കെ കഴുകിക്കളഞ്ഞിട്ട് സുഗന്ധവർഗ്ഗങ്ങൾ ചേർത്ത് ഇങ്ങനെ പതുക്കെ ശരീരം മുഴുവനും ഇങ്ങനെ ചുറ്റാൻ തുടങ്ങി. അരമണിക്കൂറും കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് തീരുമോ? നിക്കോദിമോസ്, യോസഫ് കൂടെയുള്ള 1-2 പേരും ചേർന്ന് ഈ ശരീരം മുഴുവനും ഇങ്ങനെ ചുറ്റിക്കെട്ടി. എൻ്റെ സഹോദരങ്ങളെ, ഈ ശവത്തെ ഇങ്ങനെ ചുറ്റിക്കെട്ടി ഒരു രൂപമാക്കിയിട്ട് ഇനിയും ഈ കാൽവറിയുടെ ഗോൽഗൊത്ത എന്ന തലയോടിടത്ത് നിന്ന് ഈ ശവം ഇനി എന്തോ ചെയ്യണം? പൊക്കിയെടുത്തുകൊണ്ട് പൂങ്കാവനം പണിതിട്ടിരിക്കുന്ന പാറയിൽ വെട്ടിച്ച കല്ലറയുള്ള യോസഫിൻ്റെ കല്ലറ വരെ കൊണ്ടുവരണം. ആംബുലൻസ് ഇല്ല, മഞ്ചവില്ല, ഒന്നുമില്ല. ആമേ, ശ്രേഷ്ഠ മന്ത്രി യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഒരു അറ്റം കയറി പിടിച്ചോ. ശാസ്ത്രിയായ നിക്കോദിമോസ് ശവത്തിൻ്റെ മറ്റേ അറ്റം കയറി പിടിച്ചോ. തൻ്റെ കൂടെ നിൽക്കുന്ന സഹായികൾ ആ ശവത്തിൻ്റെ നടുഭാഗം പൊക്കി. എൻ്റെ സഹോദരങ്ങളെ, നമ്മളെപ്പോഴും പറയുക, ക്രൂശിൻ്റെ അറ്റം ചുമന്ന കുറേനക്കാരനായ ശിമോൻ എത്ര ഭാഗ്യവാനാണെന്ന്. പക്ഷേ ഞാൻ പറയാ, അരിമനാഥൻ്റെ ശവം ചുമക്കാൻ കിട്ടിയ ആ അരിമത്യയിലെ യോസഫിൻ്റെ നിക്കോദിമോസിൻ്റെ ഭാഗ്യമേ, ആ ശവം കഴുകാൻ കിട്ടിയ ഭാഗ്യമേ. നമ്മളൊക്കെ പറയും യേശുവിൻ്റെ രക്തത്തിൻ്റെ അവകാശികളാണ് നമ്മളെന്ന്. പക്ഷേ അരിമത്യയിലെ യോസഫിൻ്റെ ജനറേഷന്, നിക്കോദിമോസിൻ്റെ ജനറേഷന് കിട്ടിയതുപോലെ ആ രക്തത്തിൻ്റെ മേലെ ആർക്ക് അവകാശം കിട്ടി? നിക്കോദിമോസേ, നീ ഭാഗ്യവാൻ. അരിമത്യയിലെ യോസഫേ, നീ ഭാഗ്യവാൻ. ആരെങ്കിലും പ്രതീക്ഷിച്ചോ അരിമനാഥൻ്റെ കല്ലറയ്ക്ക് ഇങ്ങനൊരു വഴി തുറക്കുമെന്ന്? 7 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, ധനവാന്മാരോടുകൂടെ അവനൊരു ശവക്കുഴി കിട്ടുമെന്ന്. പക്ഷേ ആരെങ്കിലും അറിഞ്ഞോ ഇതിങ്ങനെ ഒരു വഴിയിലായിരിക്കുമെന്ന്? കൂടെ കൊണ്ട് നടന്ന 12 എണ്ണത്തിൽ ഒരുത്തനും കെൽപ്പുണ്ടായില്ല ശവം ഇറക്കി കൊണ്ടുപോയി മറവ് ചെയ്യാൻ. ഒരു കല്ലറ അവിടെ ഒഴിഞ്ഞു കിടപ്പുണ്ട്. ആരുടെയാണെന്നറിയാമോ? ലാസറിൻ്റെ കല്ലറ. തന്നെ ഇറക്കിയ കല്ലറ. ലാസറിന് വേണമെങ്കിൽ കാൽവറിയിൽ ചെന്ന ശവം കൊണ്ടുവന്നിട്ട് പറയാം, ഞാൻ കിടന്ന കല്ലറയിൽ നിന്ന് അവൻ എന്നെ ഇറക്കിയതാ, ഇവൻ്റെ ശവം ഞാനതിനകത്ത് വെക്കട്ടെ. ബദനിയിലെ ലാസർ പോയില്ല. സെബദിപുത്രന്മാരും അന്ത്രയോസും പത്രോസും ആരും പോയില്ല.
പ്രതീക്ഷിച്ചവരാരും പോയില്ല. യേശുവിനിളയ 2 സഹോദരങ്ങളുണ്ടായിരുന്നു, കൂടപ്പുറപ്പ്. ഒരമ്മയുടെ വയറ്റിൽ കിടന്നവര്, ഒരപ്പൻ്റെ മക്കള്. അവര് പോയില്ല. നസറത്ത് എന്ന ഗ്രാമത്തിൽ ഈ 2 കൊച്ചനുജന്മാരെ കൂടെ നിർത്തി വിദ്യ അഭ്യസിപ്പിച്ച് 30 വയസ്സായപ്പോൾ അവരെ കൊണ്ടുവന്ന് കഫർനഹൂമി വീട് മേടിച്ച് പട്ടണത്തിൽ താമസിപ്പിച്ച നല്ല 1-ാം തരം ചേട്ടനാ യേശു ക്രിസ്തു. അവർ തിരിഞ്ഞു നോക്കിയില്ല. കരഞ്ഞ അമ്മ പോലും വഴി തിരിഞ്ഞു പോയി. പക്ഷേ അന്ന് വരെ ഒരുത്തനും അറിഞ്ഞില്ല. യോസഫ് എന്ന് നിക്കോദിമോസ് എന്ന 2 ശിഷ്യന്മാര് യേശുവിനുണ്ടായിരുന്നെന്ന് ഒറ്റ മനുഷ്യനും അറിഞ്ഞില്ല കേട്ടോ. ഒറ്റ മനുഷ്യനും അറിഞ്ഞില്ല. ആരും അറിയാത്ത 2 പേര്, 2 പേരും അവരുടെ കൂടെയുള്ളവരും ചേർന്ന് അന്ന് രാത്രി കാൽവറിയുടെ ഗിരിമുകളിൽ നിന്ന് അരുമനാഥന്റെ ശവം പൊതിഞ്ഞ് തോളത്ത് വെച്ച് അവരുടെ പൂങ്കാവനത്തിൽ കൊണ്ടുപോയി. ആമേൻ. വെറും ഒരു കല്ലറത്തോട്ടമായിരുന്നില്ല കേട്ടോ, ഒരു നല്ല പൂങ്കാവനമായിരുന്നു. അതുകൊണ്ട് ആ തോട്ടത്തിൽ തോട്ടക്കാരൻ എന്ന് ചിന്തിച്ച്, തോട്ടക്കാരൻ കാട് പിടിച്ച് കിടക്കുകയല്ല, നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടിരുന്ന ഒരു ഗാർഡനാണ്. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഒരു ഗാർഡനകത്ത് മനോഹരമായ പാറയിൽ വെട്ടിച്ച ഒരു കല്ലറ, പാറയിൽ വെട്ടിച്ച ഒരു കല്ലറ. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ പക്ഷേ പറയണം, ഒരുപക്ഷെ യേശു ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുന്നമേ തന്നെ 3.5 വർഷങ്ങൾക്ക് മുൻപ് യേശു ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുൻപേ അരിമത്തിയിലെ യോസഫ് കല്ലറ പണിത് കാണും. നല്ല ചെറുപ്പത്തിൽ യോസഫ് കല്ലറ പണിയുന്നത് കണ്ടപ്പോൾ ഭാര്യ ചോദിച്ചു, ഇങ്ങേരെന്തിനാ മനുഷ്യ ഇപ്പം ഈ ഊട ഒപ്പിക്കുന്നത്, എന്തിനാ ഈ പണി ചെയ്യുന്നതെന്ന്. പുള്ളി പറഞ്ഞു, എൻ്റെ ഉള്ളിൽ എന്തോ ഒരു പ്രേരണ, അമ്മേ നമ്മുടെ പാറയ്ക്കകത്തൊരു കല്ലറ വെട്ടിക്കണമെന്ന്. മനോഹരമായി വെട്ടിച്ചോ, ശ്രേഷ്ഠ മന്ത്രിക്കുള്ള കല്ലറ. അമ്മേ, ആ മനുഷ്യൻ ഒരിക്കലും ചിന്തിച്ചില്ല താനൊരു ശവം ചുമന്നുകൊണ്ട് അതിനകത്ത് വെക്കുമെന്ന്. അമ്മേ, എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, യേശുവിൻ്റെ കല്ലറയ്ക്ക് വേണ്ടി മറ്റൊരിടത്ത് നിന്ന് അതുവരെ രഹസ്യമായി നിന്ന 2 പേരെ ദൈവം പുറത്തു കൊണ്ടുവന്നെങ്കിൽ, ഇന്ന് രാത്രി നീ പറയട്ടെ, അവന്റെ ശവം പോലും അനാഥമായിട്ടില്ലെങ്കിൽ നിന്റെ ശരീരം എത്രയധികം ദൈവത്തിന് വിലയുള്ളത്. നിന്റെ ശരീരത്തിന് വേണ്ടി, നിന്റെ ശരീരത്തിന് വേണ്ടി, നിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി. അപ്പ ജഗതനം ദുരിപകടപകടം ജപാർത്ഥനാദിയ പ്രമനഗസ്യം പ്രഭാജഗതലം ദുരന്തനാദിയ രഗനഘടക ശിഖലം ധരാധര പ്രബാലഘടക സിഗന്ധനാജനം ദൂരജ പ്രവർത്താനി രഗലഘടക ശിഖത്തനാദിയ അർത്ഥനാജരം ധരാദിയ. ഞാൻ അതിനകത്തുനിന്ന് പലയിടത്തും ഞാൻ പറയുന്നതായ, എപ്പോഴും പറയുന്നതായ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ആമേൻ. നിക്കോദിമോസും യോസഫും ഇവർ 2 പേരും സ്തോത്ര യേശു മരിക്കുന്നിടം വരെ ആരായിരുന്നെന്നറിയാമോ? രഹസ്യ ശിഷ്യന്മാരായിരുന്നു. പക്ഷേ യേശുവിൻ്റെ കാൽവറി കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് പിന്നൊരു കാര്യം പറഞ്ഞു, ഇനിയും നമുക്ക് രഹസ്യമായി കർത്താവിനെ സേവിക്കാൻ കഴിയത്തില്ല, പരസ്യമായി സ്നാനപ്പെട്ട പെന്തക്കോസുകാരനാണെന്ന് നാട്ടുകാരുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ട് നടക്കണം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ആമേൻ, സൈഡ് ബന്ധക്കോസുകാരനായി നീ നടക്കുന്നെങ്കിൽ, ആമേൻ, രഹസ്യത്തിൽ മാത്രം ഉണർവ് യോഗത്തിനും ഉപവാസ പ്രാർത്ഥനയ്ക്ക് മാത്രം ബന്ധക്കോസിൽ പോയിട്ട് ബാക്കി എല്ലാ ഞായറാഴ്ചയും പോയി നീ ചൊല്ലുത്തു ചൊല്ലി പള്ളിയിലെ പേര് വെട്ടാതെ നിന്റെ സമുദായത്തിൻ്റെ മാന്യത പിടിച്ച് നിന്റെ റേഷൻ കാർഡിലെ പേരിനെയും ജാതി വ്യവസ്ഥ ഓർത്തു നീ ജീവിക്കുന്നെങ്കിൽ നിനക്ക് കാൽവറിയുടെ ദർശനം ഉണ്ടായിട്ടില്ല. കാൽവറിയുടെ ദർശനം ഒരുത്തൻ ഉണ്ടായാൽ അവൻ ഏത് വലിയവനാണെങ്കിലോ അവൻ പിന്നെ രഹസ്യ പെന്തക്കോസുകാരനായി ഇരിക്കത്തില്ല. അതാണ് കാൽവറിയുടെ മഹത്വം. യേശുവിന്റെ പ്രസംഗം കേട്ട അരിമത്തിയിലെ യോസഫ് രഹസ്യമായി നിന്നോ. ആമേൻ. യേശുവിനോട് നിരന്തരം സംസാരിച്ചു കൊണ്ട് നിന്ന നിക്കോദിമോസ് രഹസ്യമായി നിന്നോ. പക്ഷെ എന്നവൻ കാൽവറിയുടെ ദർശനം കണ്ടോ, അന്നവന്റെ രഹസ്യ ക്രിസ്ത്യാനിത്വം പൊളിഞ്ഞോ. ഇന്ന് രാത്രി നീ കാൽവറി കണ്ടവനാണോ? നീ യേശുവിന്റെ കുരിശുമരണം കണ്ടവനാണോ? നീ പബ്ലിക്കിൽ എഴുന്നേറ്റ് നിന്ന് പറയോ, എനിക്കൊരു ആയുസ്സുണ്ടെങ്കിൽ അത് യേശുവിന് വേണ്ടി. I belong to Christ. I belong to Christ. I belong to Christ. Rakatala mahasataria Rimana hadana hasiya rahatanadia regala baudi be pramarthaniya. ഞാനൊരു വിടുതലിന് വേണ്ടിയല്ല പെന്തക്കോസ് അന്വേഷിക്കുന്നത്, എനിക്കൊരു ആത്മീയ ജീവിതത്തെ പ്രതീക്ഷിച്ചാണ്, ഒരു ഹയർ ക്രിസ്ത്യൻ ലൈഫ് പ്രതീക്ഷിച്ചാണ് ഞാൻ പെന്തക്കോസിൽ വന്നത്. ഓ
ആമേൻ, ആമേൻ. എപ്പോഴും ഉപവാസ പ്രാർത്ഥനകളിൽ രണ്ടു കൂട്ടര് കാണും. പ്രത്യേകിച്ച് ഈ 21-7 ഉപവാസ പ്രാർത്ഥന നടക്കുമ്പം വിടുതൽ പ്രതീക്ഷിച്ച് വരുന്ന ഒരു കൂട്ടര്, അവർ ഈ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് അടുത്ത ഉപവാസ പ്രാർത്ഥന എവിടെയുണ്ടെന്ന് അന്വേഷിച്ചുകൊണ്ട് നടക്കുക. ആയുസ് മുഴുവനും ഇങ്ങനെ ചർച്ചകൾ മാറി മാറി എന്തിനു പോയിക്കൊണ്ടിരിക്കും? ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ ഉപവാസ പ്രാർത്ഥനയിൽ ആഗ്രഹിച്ചു വരുന്ന വേറെ ഒരു കൂട്ടരുണ്ട്. അവരെന്താണ് ആഗ്രഹിക്കുന്നതെന്നറിയാമോ? യേശുവിനെ എങ്ങനെ ഒന്നും കൂടെ അടുത്തറിയുക, എങ്ങനെ കുറച്ചും കൂടെ ഒന്ന് ആത്മീയമായി ജീവിക്കുക, എങ്ങനെ ഒരു ഹയർ സ്പിരിച്വാലിറ്റി, ഒരു ഹയർ പവർ, ഒരു ഹയർ എൻഡ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, വിടുതൽ അന്വേഷിച്ച് തേരാപ്പാര നടക്കുന്നവൻ അല്ല നീ. കൃപ പ്രാപിച്ച് ദൈവസന്നിധിയിൽ ഉറയ്ക്കുന്നവനാകട്ടെ. ജീസസ് ലംതന ജാർത്തനമൻ അംദരാധിയ ലമോർഥാനിയ പ്രമശകഥാർഥാനി ലംപ്രമോശബ പ്രമർഥാനി. ആമേൻ. മത്തായി സുവിശേഷം 27-ാം അധ്യായം അതിൻ്റെ 59-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: യോസേഫ് അത് എടുത്ത് നിർമ്മല ശീലയിൽ പൊതിഞ്ഞു. ഇൻ ദ ഫൈൻ ക്ലീൻ ലിനൻ ക്ലോത്ത്. ആമേൻ. ഞാനിങ്ങനെ ഒരു ഭാഗം പറയുക, ബൈബിളിലില്ല കേട്ടോ. ആമേൻ. യേശു മരിക്കുന്നിടം വരെ അരിമത്തിയിലെ യോസഫിനൊരു ചിന്തയുണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? ഞാനിപ്പം മരിച്ചു പോകും, ഞാനിപ്പം മരിച്ചു പോകുമോ, എപ്പോഴാണോ ഞാൻ മരിക്കുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് പുള്ളിക്കാരൻ എന്ത് ചെയ്തെന്നറിയാമോ? കല്ലറ വെട്ടി കുന്തിരിക്കോം മേടിച്ചു വെച്ച് തന്നെ ചുറ്റാനുള്ള തൂണി വരെ താൻ മേടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ യേശു മരിച്ചെന്നറിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിനൊരു കാര്യം മനസ്സിലായി: ഈ ലിനൻ ക്ലോത്ത് ഇനി ഇവിടെ വേണ്ട, ഈ ശവപ്പെട്ടിയുടെ ബുക്കിങ് ഇനി എനിക്ക് വേണ്ട. ഇന്ന് രാത്രി അതാണ് എബ്രായ ലേഖനം വിളിച്ചു പറഞ്ഞത്: മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ അവൻ വിടുവിച്ചു. ജീസസ്. യോസഫിന്റെ ഭാര്യ ചോദിച്ചു, അച്ചായ ഇതെന്താ ഈ തുണിയും കുന്തിരിക്കൊല്ലം എടുത്തോണ്ട് പോവാണോ? എടി ഞാനിനി മരിക്കത്തില്ലടി, എനിക്ക് പകരം ഒരുത്തം മരിച്ചു, അതുകൊണ്ട് ഇത് അങ്ങേർക്ക് കൊടുത്തേക്കാ, ഞാനിനി മരിക്കത്തില്ല. അവൻ്റെ മരണം എൻ്റെ മരണത്തെ മാറ്റിക്കളഞ്ഞോ. ഇന്ന് രാത്രികാല യേശു ക്രിസ്തുവിൻ്റെ മരണത്താൽ നിന്റെ മേൽ വാഴുന്ന മരണശക്തി, നിന്റെ കുടുംബത്തിൻ്റെ നേരെ ഉയർന്നു നിൽക്കുന്ന ആ മരണബലം യേശുവിൻ്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ഈ ആലയത്തിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മുൻപാകെ മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കിയ യേശു ക്രിസ്തുവിന്റെ അധികാരത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു: ഇതിനകത്ത് മറഞ്ഞു കിടക്കുന്ന ഏതെങ്കിലും മരണശക്തി ഉണ്ടെങ്കിൽ come out, വെളിയാവാ. മറഞ്ഞു കിടക്കുന്ന ഏതെങ്കിലും ദുർശക്തികൾ ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ദൈവിക അധികാരത്തിൽ I release a defiant notice. Come out. Yes. ഈ ആലയത്തിനകത്തിരിക്കുന്ന സകല വ്യക്തിയുടെ മേലോ ഞാൻ യേശുവിന്റെ രക്തമിട്ട് മുദ്രാഗണത്തിന്റെ അധികാരത്തിൽ, ദൈവരാജ്യത്തിന്റെ അധികാരത്തിൽ വിളിച്ചു പറയുന്നു: മറഞ്ഞു കിടക്കുന്ന ഏതൊരു ഈവിൾ സ്പിരിറ്റ് ആയിരുന്നാലോ, നിനക്ക് ചോണയുണ്ടെങ്കിൽ come out. ദൈവസഭയുടെ നടുവിൽ വെളിപ്പെട്ടു വരാൻ കഴിയുന്ന ഏതെങ്കിലും ദേശാന്തര ശക്തി ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഇരുട്ടിന്റെ ശക്തി ഉണ്ടെങ്കിൽ, ഏതെങ്കിലും മരണത്തിന്റെ ബലമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ കൽപ്പിക്കുന്നു: commanding in kingdom power, come out. Shena mahatanadi prosh mahatania pramal mahasa prabhajania praise northonia. I command in kingdom authority, out.
ക്ഷമപ്രവർത്തന യേശുവിന്റെ നാമത്തിൽ മറഞ്ഞു കിടക്കുന്ന ദുർഭൂത ശക്തികളോ ഇരുട്ടിന്റെ അധികാരങ്ങളോ ഇന്ന് രാത്രി ദൈവിക അധികാരത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. Come out. Shatania, Rakashia, Pramajania, Deva Kruba, 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 പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ശക്തിയായി ആരാധിച്ചോട്ടെ. യെസ്, പരിശുദ്ധാത്മാവിനെ റീഡയറക്ട് ചെയ്യുന്നു. യെസ്, ഇന്ന് രാത്രി വെല്ലുവിളിച്ച് നിൽക്കുന്ന ഇരുട്ടിന്റെ ആധിപത്യങ്ങൾ ദൈവിക അധികാരത്തിൽ വെളിയിൽ വരികയാണ്, വെളിയിൽ വരികയാണ്, വെളിയിൽ വരികയാണ്. വെല്ലുവിളിച്ച് നിൽക്കുന്ന പൈശാചിക ശക്തികൾ രോഗശക്തികൾ, മരണശക്തികൾ, സാമ്പത്തികത്തെ കെട്ടിയ ഇരുളുകൾ, വിദ്യാഭ്യാസത്തെ കെട്ടിയ പൈശാചിക ശക്തികൾ, അതിന്മേലുള്ള പോരുകൾ ഇന്ന് രാത്രി അഴിഞ്ഞു വെളിയിൽ പോകട്ടെ, അഴിഞ്ഞു വെളിയിൽ പോകട്ടെ, അഴിഞ്ഞു വെളിയിൽ പോകട്ടെ, അഴിഞ്ഞു വെളിയിൽ പോകട്ടെ, അഴിഞ്ഞു വെളിയിൽ പോകട്ടെ. ശബ്ദ ജപാതന പ്രവർത്താനി പ്രമാസ്മൽതേനിയ പ്രമാഷ്കര പ്രവർത്താനി ഇരുട്ടിന്റെ അധികാരങ്ങളുടെ മേൽ ഞാൻ ദൈവശക്തിയിൽ തീ കോരിയിട്ട് പ്രാർത്ഥിക്കുന്നു, തീ കോരിയിട്ട് പ്രാർത്ഥിക്കുന്നു. വിടുതലാകട്ടെ, വിടുതലാകട്ടെ, വിടുതലാകട്ടെ. യെസ്, നാളുകളായി മല്ലുകെട്ടി നിൽക്കുന്ന രോഗശക്തിയുടെ മേൽ, നാളുകളായി മല്ലുകെട്ടി നിൽക്കുന്ന രോഗ അന്ധകാരത്തിന്റെ മേൽ ഇന്ന് പകൽ ഞാൻ ദൈവിക അധികാരത്തിൽ Brahmashala gada 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 gada. Yes, yes. Receive the deliverance. Receive the deliverance. And I command freedom upon power. Out. Jesus. യഹൂദന് മറ്റൊരിടത്തു നിന്ന് വിടുതലും വിശാലതയും ഉണ്ടാകും. യേശുവിനൊരു കല്ലറ ഒരുങ്ങി മറ്റൊരിടത്തു നിന്ന്, യേശുവിനൊരു കല്ലറ ഒരുങ്ങി മറ്റൊരിടത്തു നിന്ന്. യേശുവിൻ്റെ മരണത്തിൽ മാത്രമല്ല കേട്ടോ, യേശുവിൻ്റെ മരണത്തിൽ മാത്രമല്ല. മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് നിങ്ങളൊന്ന് കടന്നു വന്നാൽ, മത്തായി സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിൽ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവ് ജനിച്ച് ബേത്ലഹേമിലെ ഭവനത്തിൽ ഇരിക്കുകയാണ്. ആ ഭവനത്തിൽ ഇരിക്കുമ്പോൾ ആമേൻ, അങ്ങ് കിഴക്ക് പേർഷ്യയിൽ ജ്യോതിശാസ്ത്രം പഠിച്ച വിദ്വാൻമാർ അവിടെ ഇരുന്ന് ലോകരാജ്യങ്ങളെക്കുറിച്ച് വീക്ഷണം നടത്തുകയാണ്. ലോകരാജ്യങ്ങളെക്കുറിച്ച് ജ്യോതിശാസ്ത്രം വെച്ച് അവരിങ്ങനെ പഠിക്കുകയാണ്. പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർക്കൊരു കാര്യം വെളിപ്പെട്ടു. യഹൂദന്മാർക്ക് ഒരു രാജാവ് ജനിച്ചിരിക്കുന്നു. ഏതാണ്ട് 4 നൂറ്റാണ്ടുകളായിട്ട് യഹൂദന്മാർക്ക് എന്തോ ഇല്ല, രാജാവില്ല. സിദക്കിയാവ് എന്ന രാജാവിനെ അടിമയാക്കി ബാബിലോൺ സാമ്രാജ്യ യെരൂശലേമിൻ്റെ രാജ്യത്വത്തെ തകർത്തതിന് ശേഷം ഇന്ന് വരെ എന്തില്ലെന്നറിയാമോ? യെരൂശലേമിൽ ഒരു രാജാവില്ല. പേർഷ്യൻ ഗവൺമെൻറ്, മെഡോ ഗവൺമെൻറ്, ഗ്രീസ് ഗവൺമെൻറ്, റോമൻ എംപയർ, ഇങ്ങനെയുള്ള ഓരോ എംപയറുകളോ ഓരോ ചക്രവർത്തിമാരും അവിടെ വിട്ടേക്കുന്ന ഗവർണർമാരാണ് എന്ത് ചെയ്യുന്നത്? ഈ യഹൂദനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ജ്യോതിശാസ്ത്രത്തിനകത്ത് ജ്യോതിഷികൾ ആകുന്ന വിദ്വാൻമാർ അവരുടെ പഠനമുറിയിൽ അവരൊരു കാര്യം കണ്ട് എന്താണെന്നറിയാമോ? യഹൂദൻ ഒരു രാജാവ് ജനിച്ചിരിക്കുന്നു. അപ്പോൾ പേർഷ്യയിൽ നിന്ന് ഇവരെന്ത് ചെയ്തെന്നറിയാമോ? ഇവർ പൊന്നും മൂരും കുന്തിരിക്കവും ഒക്കെ എടുത്തിട്ട് ഇവരെന്ത് ചെയ്യുകയാണ്? യേശുവിനെ കാണാൻ തക്കവണ്ണം യേശുവിനെയല്ല, യഹൂദന്മാരുടെ രാജാവിനെ കാണാൻ തക്കവണ്ണം അവർ പേർഷ്യയിൽ നിന്ന് യാത്ര പുറപ്പെടുകയാണ്. എന്നിട്ട് അവർ ആ നക്ഷത്രത്തെ ഫോക്കസ് ചെയ്ത് അവർ വരികയാണ്. നക്ഷത്രത്തെ ഫോക്കസ് ചെയ്ത് അവർ യെരൂശലേമിൽ വന്നു. യെരൂശലേമിൽ വന്നിട്ട് അവരിങ്ങനെ അന്വേഷിക്കുകയാണ്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? അങ്ങനെ സാഹചര്യവശാൽ ഹെരോദാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്നു. അവിടെ നിന്ന് അവർ എങ്ങോട്ട് പോവുകയാണ്? ബേത്ലഹേമിൽ നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചോ.
ശിശുവിനെ അവൻ്റെ അമ്മയോടുകൂടെ ചെന്ന് കണ്ടു എന്ന് എഴുതിയിട്ട് മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 11-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയയോടുകൂടെ കണ്ടു, വീണു, അവനെ നമസ്കരിച്ചു, നിക്ഷേപ പാത്രങ്ങളെ തുറന്നു, അവന് കുന്തിരിക്കവോ മൂരും കാഴ്ചവെച്ചു. സ്തോത്ര. എൻ്റെ സഹോദരങ്ങളെ, ഇവരുടെ യാത്രയുടെ പ്രധാന ഉദ്ദേശം എന്തായിരുന്നെന്നറിയാമോ? ഒന്ന്, യേശുവിൻ്റെ രാജ്യത്വത്തിൻ്റെ അംഗീകരണമാണ്, ഒരടയാളമാണ്. പക്ഷെ അതിനപ്പുറമായി ദൈവത്തിൻ്റെ ഒരു ഡിവൈൻ പർപ്പസ് അതിനകത്ത് കിടപ്പുണ്ടായിരുന്നു. എന്തായിരുന്നു ഡിവൈൻ പർപ്പസ് എന്ന് ഞാൻ കടന്നു വരാം. യേശു കർത്താവ് ജനിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും ഒരു വിധത്തിൽ എന്ത് ചെയ്യോ? ഹെരോദാവ് അറിയും. ആമേൻ. ഹെരോദാവ് അറിയുമെന്നുള്ളത് സത്യമാണ്. ഈ ഇടയന്മാരുടെ വായിൽ നിന്നോ ആ വഴിയമ്പലത്തിലുള്ളവരുടെ വായിൽ നിന്നോ എങ്ങനെയായിരുന്നാലും ഇത് ചില നാളുകൾക്കകത്ത് ഹെരോദാവ് അറിയുമെന്നുള്ളത് സത്യമാണ്. പക്ഷേ ഹെരോദാവിനെ യേശു ജനിച്ചു എന്നുള്ള വാർത്ത ആ നാട്ടിൽ ആരുമല്ല അറിയിച്ചത്. ആമേൻ. ആരും ഒറ്റുകാരായില്ല. ആമേൻ. ആമേൻ. അവിടെയുള്ള വഴിയമ്പലത്തിലുള്ളവരോ ഇടയന്മാരോ ആരും അല്ല പോയി രാജാവിനെ അറിയിച്ചത്. രാജാവിന് ന്യൂസ് കൊടുക്കാൻ എവിടെ നിന്ന് ദൈവം ആളിനെ കൊണ്ടുവന്നെന്നറിയാമോ? പേർഷ്യയിൽ നിന്ന് ആളിനെ കൊണ്ടുവന്നിട്ട് പേർഷ്യയിൽ നിന്ന് വന്ന വിദ്വാൻമാരാണ് ഹെരോദാവിൻ്റെ അടുക്കൽ പറഞ്ഞത് യഹൂദന്മാർക്ക് രാജാവ് ജനിച്ചുവെന്ന്. എന്നിട്ട് അവർ തിരിച്ചു പോയ വഴിക്ക് സ്വർഗത്തിലെ ദൂതൻ അവരുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വന്ന വഴിയായി പോകരുത്, വേറെ വഴിയായിട്ട് പോകണമെന്നും പറഞ്ഞു. എന്നിട്ട് 13-ാം വാക്യം, മത്തായി 2:13, അവർ പോയ ശേഷം കർത്താവിൻ്റെ ദൂതൻ യോസെഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് മിസ്രൈമിലേക്ക് ഓടിപ്പോയി, ഞാൻ നിന്നോട് പറയും വരെ അവിടെ പാർക്കുക. ഹെരോദാവ് ശിശുവിനെ നശിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാൻ ഭാവിക്കുന്നു എന്ന് പറഞ്ഞു. അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണേ. അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും രാത്രിയിൽ തന്നെ കൂട്ടിക്കൊണ്ട് പുറപ്പെട്ട് മിസ്രൈമിലേക്ക് പോയി. ഹെരോദാവിൻ്റെ മരണത്തോളം അവൻ അവിടെ പാർത്തു. മിസ്രൈമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു വരുത്തിയെന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവർത്തിയാകുവാൻ സംഗതി വന്നു. എൻ്റെ സഹോദരങ്ങളെ, അന്നത്തെ മിസ്രൈം അല്ലെങ്കിൽ ഈജിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദുബായ് പോലെയുള്ള ഒരു സ്ഥലമാണ്. എല്ലാ കാലത്തും ഈജിപ്റ്റ് ഔവണ്ണമുള്ള ഒരു സ്ഥലമായിരുന്നു. പിന്നീട് ദൈവത്തിൻ്റെ ന്യായവിധിയോട് അനുബന്ധിച്ചാണ് ഈജിപ്റ്റ് തകർന്നു പോയത്. സ്തോത്ര. അപ്പോൾ ഈ മിസ്രൈമിലേക്ക് പോയി താമസിക്കുവാൻ പറയുകയാണ്. മിസ്രൈമിലേക്ക് പോയി താമസിക്കണമെങ്കിൽ സ്തോത്ര, ബേത്ലഹേമിൽ ഇരിക്കുന്ന നസറേത്തുകാരനായിരിക്കുന്ന ഈ യോസെഫ്, പാവപ്പെട്ട ഒരു ആശാരി, നിൽക്കുന്ന നിപ്പി കൊച്ചിനെയും ഭാര്യയെ എടുത്തോണ്ട് ആമേൻ ദുബായി പോകണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ എങ്ങനെ പോകും? നിങ്ങൾ പറ, ഇങ്ങനെ എങ്ങനെ പോകുമോ? അതിന് ആദ്യം എന്തോ വേണോ? ആമേൻ. ആദ്യം എന്തോ വേണോ? വിസ വേണമെങ്കിൽ, ടിക്കറ്റ് വേണമെങ്കിലൊക്കെ എന്തോ വേണോ? ആദ്യം കൈ പൈസ വേണോ? ഈ ആശാരിക്ക് എവിടുന്ന കാശ്? ഈ ആശാരിയുടെ കൈ 10 കുത്തനും ഇല്ലെന്നേ. ഇങ്ങനെ കല്യാണത്തിന് വേണ്ടി ഒരുക്കി വെച്ച സംഗതികളൊക്കെ നടന്നിട്ടുള്ളൂ. സ്തോത്രം. എൻ്റെ സഹോദരങ്ങൾ, അങ്ങനെ കല്യാണം കഴിഞ്ഞ് നിൽക്കുന്ന ഉള്ള കാശല്ല അതിനകത്ത് ചിലവായി. ഇയാളുടെ കയ്യിൽ ആമേൻ മിസ്രൈമിലേക്ക് പോകാൻ 1 രൂപയും ഇല്ലെന്ന് ദൈവത്തിനറിയാം. ആമേൻ. ദൂത് പറയുന്നതിന് മുൻപേ, ദൂതൻ വന്ന് രാത്രിയിൽ യോസെഫിൻ്റെ അടുക്കൽ ദൂത് പറയുന്നതിന് മുന്നമേ 3 പേരെന്ന് നമ്മളങ്ങ് പറയുകയാണ്. ആമേൻ. പേർഷ്യയിൽ നിന്ന് 3 പേരെ ആമേൻ ബേത്ലഹേമിലെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ട് പറഞ്ഞു, അവർക്ക് പോകാനുള്ള വണ്ടിക്കൂലിയോ, അവർക്ക് മിസ്രൈമിൽ എത്ര നാൾ താമസിക്കണമോ അത്ര നാൾ താമസിക്കാനുള്ള കാശും അവരുടെ കയ്യിൽ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, യേശുവിനെയും കൊണ്ട് മിസ്രൈമിലേക്ക് യോസഫും മറിയയും പോകുമ്പോൾ യോസഫിൻ്റെ അടുക്കൽ ചെന്ന് ചോദിക്കണം, അപ്പച്ചാ, താങ്കൾക്ക് എവിടുന്നായിരുന്നു ആ കൊച്ചനെയും കൊണ്ട് പോകാൻ? അന്ന് നിങ്ങൾ ബേത്ലഹേമിൽ നിന്ന് മിസ്രൈമിലേക്ക് ഓടിപ്പോയില്ലേ ആ രാത്രി തന്നെ? നിങ്ങളുടെ കയ്യിൽ എവിടുന്നായിരുന്നു കാശെന്ന്? അന്നേരം പറയാ, അന്ന് പകൽ ഞങ്ങളുടെ വീട്ടിൽ 3 പേര് വന്നു. അവർ പേർഷ്യയിൽ നിന്ന് വന്നവരാ. അവർ നിക്ഷേപപാത്രങ്ങളെ കണ്ടോ, വെറും കൊച്ചുപാത്രമല്ല, നിക്ഷേപപാത്രങ്ങളെ, നാളുകളായി നിക്ഷേപിച്ചു വെച്ച നിക്ഷേപപാത്രങ്ങളെ തുറന്ന് അവർ 3 സാധനം ഞങ്ങളുടെ കയ്യിൽ തന്നിട്ട് പോയി. ഏറ്റവും വില കൂടിയ പൊന്ന്, മൂര്, കുന്തിരിക്ക. ഇത് ഒരർത്ഥത്തിൽ യേശുവിൻ്റെ രാജ്യത്വത്തെയും മനുഷ്യത്വത്തെയും മരണത്തെയും യേശുവിൻ്റെ പൗരോഹിത്യത്തെയൊക്കെ അംഗീകരിക്കുകയാണെന്ന് പറയുക. പക്ഷേ അടിസ്ഥാനപരമായി പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ യേശു കർത്താവിനെയും കൂട്ടിക്കൊണ്ട് യോസഫിന് മിസ്രൈമിലേക്ക് പോകാനുള്ള കാശുമായിട്ടാണ് പേർഷ്യയിൽ നിന്ന് ആര് വന്നത്? ആമേൻ, ആമേൻ, ആമേൻ. ഈ വിദ്വാൻമാർ വന്നത്. നിനക്ക് മറ്റൊരിടത്ത് നിന്ന് വിടുതലും വിശാലതയും
വിശാലതയും ഉണ്ടാകുക. യോസേഫിൻ്റെ കുടുംബക്കാരാണോ കൊടുത്തത്? മറിയത്തിൻ്റെ വീട്ടുകാരാണോ കൊടുത്തത്? യോസേഫിൻ്റെ കുടുംബക്കാരും മറിയത്തിൻ്റെ വീട്ടുകാരുമല്ല ഈ നന്മ ചെയ്തത്. പകരം ആരാണ് നന്മ ചെയ്തത്? ഒരിക്കലും മറിയ കണ്ടിട്ടില്ലാത്ത, ഒരിക്കലും യോസഫ് കണ്ടിട്ടില്ലാത്ത, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചിലർ വീട്ടിൽ വന്ന് കതകിന് മുട്ടി അന്താളിച്ച് നിൽക്കുമ്പോൾ ആമേൻ വിദേശ രാജ്യത്ത് നിന്ന് വന്ന പേർഷ്യക്കാർ വീടിൻ്റെ വാതിൽക്ക് വന്ന് നിൽക്കുന്നത് കണ്ടിട്ട് ഈ ആശാരി കുടുംബം ആകെ ഇങ്ങനെ അമ്പരന്ന് നിൽക്കുമ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ കൊച്ചിനെ കാണാൻ വന്നതാണെന്ന്. വന്ന് അമ്മയോടുകൂടെ കൊച്ചിനെ കണ്ടിട്ട് ആ കൊച്ചിൻ്റെ മുമ്പാകെ ഇവർ മുട്ടുകുത്തി നിന്നിട്ട് നമസ്കരിച്ചിട്ട് അവരെന്ത് ചെയ്യുകയാണ്? നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് പൊന്നു കൊടുക്കുക. ഇന്ന് രാത്രി ഞാൻ നിന്നോട് ചോദിക്കുന്നു, നിനക്ക് എവിടെ നിന്ന് നന്മ വരും? നിനക്കെവിടെ നിന്ന് നന്മ വരും? മറ്റൊരിടത്തു നിന്ന് നന്മ വരും. ആമേ, യേശുവിൻ്റെ മരണത്തിൽ കല്ലറ മറ്റൊരിടത്തു നിന്നായിരുന്നെങ്കിൽ യേശുവിൻ്റെ ജനനത്തിങ്കൽ ആമേ ഒരു സീസണിലേക്ക് യേശുവിന് മിസ്രൈമിൽ പോയി പാർക്കുവാനുള്ളതായിട്ടുള്ള ആ വഴി ചെലവ് മണ്ടിക്കൂലിയോ, അവിടെ താമസിക്കാനുള്ള ചെലവ് മുഴുവനും ആര് കൊടുത്തോ? സ്വർഗം കൊടുത്തോ? ഇന്ന് രാത്രി ഞാൻ ചോദിക്കാം, പ്രൊവിഷനാണോ ആദ്യം കൊടുത്തത്? മെസ്സേജാണോ ആദ്യം കൊടുത്തത്? ദൂതാണോ ആദ്യം കൊടുത്തത്? പണമാണോ ആദ്യം കൊടുത്തത്? ആമേൻ. സാധ്യതകളെ ആദ്യം കൊടുത്തിട്ട് അന്ന് രാത്രി ദൂതിനെ കൊടുത്തോ? ഒരു മിനിറ്റ് പോലും ആശങ്കപ്പെടുവാൻ യോസഫിനെ മറിയത്തെ സമ്മതിച്ചില്ല. ഇന്ന് രാത്രി നീ വിശ്വസിക്ക, നിന്റെ ജീവിതത്തിൻ്റെ നന്മ മറ്റൊരിടത്തു നിന്നാണ്. ഇന്ന് രാത്രി പ്രതീക്ഷയുടെ വാതിലുകളൊക്കെ കൊട്ടി അടയുമ്പോൾ ആമേ നിന്റെ ഹെൽപ്പിംഗ് ഹാൻഡുകളൊക്കെ നിന്റെ അടുത്തു നിന്ന് വിദൂരതയിലേക്ക് പോകുമ്പോൾ ഇന്ന് രാത്രി ആത്മാവിൽ വിശ്വസിച്ച് സ്തോത്രം ചെയ്താട്ടെ, എൻ്റെ ഹെൽപ്പിംഗ് ഹാൻഡ് മറ്റൊരിടത്ത് നിന്നാണ്. യോസഫേ, മറിയമേ, നിനക്ക് നന്മ ചെയ്യാൻ നിന്റെ കുടുംബത്തിൽ ആരുമില്ല. പകരം നിന്റെ നന്മ നിന്റെ വംശാവലിയിൽ പേരില്ലാത്ത, നിന്റെ ചാർച്ചക്കാരുടെ ഇടയിൽ പേരില്ലാത്ത, നിന്റെ കോണ്ടാക്ട് ലിസ്റ്റിൽ പേരില്ലാത്ത ഒരു പേർഷ്യക്കാരൻ നിന്റെ വീട്ടിൽ കയറി വരാ. അവൻ നിന്റെ വീട്ടിൽ വന്ന് നിനക്ക് ആവശ്യമായ നന്മ തന്നിട്ട് പോകുക. ഇന്ന് രാത്രികാലം എത്ര പേർ വിശ്വസിക്കുന്നു, മറ്റൊരിടത്തു നിന്ന് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചിലത് കൊണ്ടുവരാ? ആമേ. ബേത്ലഹേമിലേക്ക് പേർഷ്യക്കാരൻ വന്ന് പൊന്നു കൊടുത്തിട്ട് പോയെങ്കിൽ, ബേത്ലഹേമിലേക്ക് പേർഷ്യയിൽ നിന്ന് ആള് വന്ന് ആമേൻ ഗോൾഡ് കൊടുത്തിട്ട് പോയെങ്കിൽ, പൊന്നും മൂരും കുന്തിരിക്കവും കൊടുത്തിട്ട് പോയെങ്കിൽ, ഇന്ന് രാത്രി വിശ്വസിക്ക, നിനക്ക് വേണ്ടി ദൈവം അത്യത്ഭുതമായിരിക്കുന്ന സംഗതികളെ ദൈവം ചെയ്യുകയാണ്. അന്ന് രാത്രി യോസഫും മറിയയും യാത്ര പുറപ്പെട്ടോ. അവരാദ്യം കുന്തിരിക്കം വിറ്റ് കാണുക, പിന്നെ മൂര് വിറ്റ് കാണുക, ഏറ്റവും ഒടുവിൽ അവരെന്ത് വിറ്റ് കാണുക? നല്ല വില നോക്കി സ്വർണം വിറ്റ് കാണാം. ആമേ. എൻ്റെ സഹോദരങ്ങളെ, സ്വർണം മാത്രമായിരുന്നെങ്കിൽ പെട്ടെന്ന് ഈ സ്വർണം എവിടെ കൊണ്ടുപോയി വിൽക്കാൻ പറ്റുക? ആമേ. അത് ഇന്നൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ജുവലറി ഉണ്ട്. അങ്ങനെ പെട്ടെന്ന് കാശാക്കാൻ എന്ത് വേണം? പെട്ടെന്ന് കാശാക്കാൻ കഴിയുന്ന ലിക്വിഡിറ്റി കൂടുതലുള്ളതും ചിലത് വേണം. മാത്രമല്ല സ്തോത്രം, ഇൻവെസ്റ്റബിൾ ആയിട്ടുള്ള ഒരു നന്മയും വേണം. അപ്പോൾ യേശുവിൻ്റെ അടുക്കൽ വന്ന് ലിക്വിഡിറ്റി ആയിട്ട് വേഗത്തിൽ കാശാക്കാൻ കഴിയുന്നതായ ആമേൻ മൂരും കുന്തിരിക്കവും കൊടുത്തിട്ട് അടുത്തത് എന്താണെന്നറിയാമോ? പ്രഷ്യസ് ആയിട്ടുള്ള ഗോൾഡും കൊടുക്കുകയാണ്. ഞാൻ ഇങ്ങനെ പറയാ, കൈച്ചെലവിനും കാശ് കൊടുത്തോ, ആമേൻ, പോക്കറ്റ് മണിയും കൊടുത്തോ, അതിനപ്പുറം ഒരു സേഫായിട്ടൊരു റിസർവ് കാശും കൊടുത്താണ് ദൈവം വിട്ടത്. ഇത് രണ്ടും എവിടെ നിന്നാ വന്നത്? കുടുംബക്കാരല്ല, ചാർച്ചക്കാരല്ല, ബന്ധുക്കളല്ല, മറ്റൊരിടത്ത് നിന്ന് ഒരു നന്മയുണ്ടായി. ഇന്ന് രാത്രി നിനക്ക് വിശ്വസിക്കാൻ കഴിയുമോ? മറ്റൊരിടത്ത് നിന്ന് എൻ്റെ ദൈവം എനിക്കൊരു നന്മ ചെയ്യും. മറ്റൊരിടത്തു നിന്ന് ദൈവം നന്മ ചെയ്യും. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ വീണ്ടും പഴയ നിയമത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. മറ്റൊരിടത്തു നിന്ന് നന്മ ചെയ്യും. വായി തുറന്ന് പറഞ്ഞാട്ടെ, മറ്റൊരിടത്തു നിന്ന് കർത്താവ് എനിക്ക് വേണ്ടി ചിലത് ചെയ്യാം. മറ്റൊരിടത്തു നിന്ന് വിശാലതയും ഉണ്ടാകുക. ഇസ്രായേലിൻ്റെ യഥാസ്ഥാപന ചരിത്രം നാം പഠിക്കുമ്പോൾ യെരൂശലേം പുനഃസ്ഥാപനം ചെയ്ത് പുനർനിർമ്മാണം ചെയ്യുകയാണ്. യെരൂശലേം പുനർനിർമ്മാണം ചെയ്യുന്നത് നെഹമ്യാവ് എന്ന ഒരു മനുഷ്യനിൽ കൂടെയാണ്. നെഹമ്യാവ് അർത്ഥകശഷ്ട എന്ന് പറയുന്ന പേർഷ്യൻ രാജാവിൻ്റെ സിംഹാസനത്തിന് മുൻപാകെ പാനപാത്രവാഹകനായിരുന്നു. ആ മനുഷ്യൻ ഒരിക്കൽ ഉണ്ടായ പ്രേരണയ്ക്കകത്ത്, ഞാൻ വിശദീകരിക്കുന്നില്ല, വേഗത്തിൽ ചുരുക്കി വരട്ടെ. യെരൂശലേമിൻ്റെ മതിലുകളെ പണിയുവാൻ തക്കവണ്ണം പുറപ്പെട്ടു. യെരൂശലേമിൻ്റെ മതിൽ പണിയുന്ന കാലഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ നെഹമ്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം, നെഹമ്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യം, ആ വാക്യം ഒന്ന് വായിക്കണമേ കേട്ടോ. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അവരുടെ അപ്പുറം തെക്കോവ്യർ അറ്റകുറ്റം തീർത്തു, എന്നാൽ അവരുടെ ശ്രേഷ്ഠന്മാർ കർത്താവിൻ്റെ വേലയ്ക്ക് ചുമൽ കൊടുത്തില്ല.
കൊടുത്തില്ല. അവരുടെ ശ്രേഷ്ഠന്മാർ കർത്താവിൻ്റെ വേലയ്ക്ക് ചുമൽ കൊടുത്തില്ല. അവരുടെ ശ്രേഷ്ഠന്മാർ കർത്താവിൻ്റെ വേലയ്ക്ക് ചുമൽ കൊടുത്തില്ല. അവരുടെ ശ്രേഷ്ഠന്മാർ കർത്താവിൻ്റെ വേലയ്ക്ക് ചുമൽ കൊടുത്തില്ല. ആമേൻ. നെഹമ്യാവ് ഒരുപക്ഷെ പ്രതീക്ഷിച്ചു കാണോ, കർത്താവിൻ്റെ വേലയ്ക്ക് ആദ്യം ചുമല് തരുന്നത് ആരായിരിക്കുക? ശ്രേഷ്ഠന്മാരാണ്. വലിയ ആൾക്കാർ, വലിയ ന്യായവും ചട്ടമൊക്കെ പറയുന്ന വലിയ മിടുക്കന്മാരായിരിക്കും എന്ത് ചെയ്യുന്നത്? കർത്താവിൻ്റെ വേലയ്ക്ക് ചുമൽ തരുന്നതെന്ന്. പക്ഷെ നെഹമ്യാവ് അമ്പരന്നു പോയി. കർത്താവിൻ്റെ വേലയ്ക്ക് ശ്രേഷ്ഠന്മാർ ചുമൽ തന്നില്ല. കർത്താവിൻ്റെ വേലയ്ക്ക് ശ്രേഷ്ഠന്മാർ ചുമൽ തന്നില്ല. എൻ്റെ സഹോദരങ്ങളെ, നെഹമ്യാവിൻ്റെ മുൻപാകെ രണ്ട് ഓപ്ഷനുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന്, ശ്രേഷ്ഠന്മാർ എന്തെങ്കിലും ഒരു ചുമൽ കൊടുത്ത് സഹായിക്കുക. അത് തനിക്ക് ലഭിച്ചില്ല. രണ്ടാമത്തെ വിഷയത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നെഹമ്യാവിൻ്റെ പുസ്തകം 5-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ 5-ാം അധ്യായം 14-ാം വാക്യം, നെഹമ്യാവ് 5:14 വായിച്ചാൽ നല്ലതാണ്. ഞാൻ യഹൂദ ദേശത്ത് അവരുടെ ദേശാധിപതിയായി നിയമിക്കപ്പെട്ട നാൾ മുതൽ അർത്തഹ്ശഷ്ടാ രാജാവിൻ്റെ 20-ാം ആണ്ട് മുതൽ തന്നെ അവൻ്റെ 32-ാം ആണ്ട് വരെ 12 വർഷം ഞാനും എൻ്റെ സഹോദരന്മാരും ദേശാധിപതിക്കുള്ള അഹോവൃത്തി വാങ്ങിയില്ല എന്ന് സ്തോത്രം, സാലറിയും കട്ട്. സ്തോത്രം. നെഹമ്യാവ് ഇപ്പോൾ വന്നു നിൽക്കുന്നത് യെരൂശലേമിലാണ്. ഈ യെരൂശലേമിലേക്ക് താൻ കടന്നു വരുമ്പോൾ യെരൂശലേമിൻ്റെ ഗവർണർ പദവി കൊടുത്താണ് തന്നെ എന്ത് ചെയ്യുന്നത്? പറഞ്ഞു വിടുന്നത്. പക്ഷേ യെരൂശലേമിൻ്റെ ഗവർണർ പദവി താൻ ചോദിച്ചു മേടിച്ചതാണ്. താൻ പേർഷ്യൻ കൊട്ടാരത്തിൽ ഒരു കബ്ബിയറായിരുന്നു. താൻ ഒരു പാനപാത്രവാഹകനായിരുന്നു. അവിടെ നിന്ന് താൻ ചോദിച്ചതാണ്, എനിക്ക് യെരൂശലേം പണിയണമെന്ന്. അപ്പോൾ താൻ ഒരു അളവിൽ എന്താണ്, ലീവായിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷെ താൻ ലീവ് എടുത്ത് വരുമ്പോൾ ഇവിടെ വേറെ ഒരു ഗവർണർ ഇരിക്കണ്ട എന്ന് പറഞ്ഞ് നെഹമ്യാവിനെ എന്താക്കി? 12 വർഷത്തേക്ക് ഒരു ഗവർണർ പോസ്റ്റ് കൊടുത്ത് അവിടെ ഇരുത്തിയിരിക്കുകയാണ്. പക്ഷെ ഈ 12 വർഷം ഗവർണർ പോസ്റ്റ് ചെയ്യുമ്പോൾ ഈ മനുഷ്യൻ ഒരു മാസം പോലും താനും തൻ്റെ സഹോദരന്മാരും എന്തോ മേടിച്ചില്ലെന്നാണ് പറയുന്നത്, സാലറി മേടിച്ചില്ല. അപ്പം നെഹമ്യാവിൻ്റെ മുമ്പാകെ 2 ഓപ്ഷനാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, സാലറി മേടിക്കുക. നെഹമ്യാവ് സാലറി മേടിച്ചില്ല. 2, സ്തോത്ര, അടുത്ത രണ്ടാമത്തെ ഓപ്ഷൻ, ശ്രേഷ്ഠന്മാരെന്തെങ്കിലും ഒക്കെ ചെയ്യണം. ആമേൻ. വേലയും കൂലിയൊക്കെ കളഞ്ഞിട്ട് സുവിശേഷ വേല ചെയ്യുന്നവന് ആരെങ്കിലും വല്ലതൊക്കെ നന്മ കൊടുത്താൽ ദോഷമുണ്ടോ? ഒരു ദോഷവും ഇല്ല. പക്ഷേ ശ്രേഷ്ഠന്മാരെന്തോ ചെയ്തില്ല, അവർ ചുമല് കൊടുത്തില്ല. അതുകൊണ്ട് നെഹമ്യാവ് ഒത്തിരി ലുബ്ധിച്ച് ജീവിച്ചുവെന്നൊന്നും നിങ്ങൾ കരുതരുത് കേട്ടോ. നെഹമ്യാവ് ഒട്ടും ലുബ്ധിച്ച് ജീവിച്ചില്ല. ആമേൻ. ഈ നെഹമ്യാവിൻ്റെ കൂടെ ഒരു ദിവസം മിനിമം ഒരു നേരം എത്ര പേര് ഭക്ഷണം കഴിക്കുമെന്നറിയാമോ? മിനിമം ഒരു ദിവസം എത്ര പേര് ഭക്ഷണം കഴിക്കുമെന്നറിയാമോ? 150 പേര് ഭക്ഷണം കഴിക്കുക. ആ 5-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ പറയുകയാണ്, യഹൂദന്മാരും പ്രമാണികളുമായ 150 പേരല്ലാതെ ചുറ്റുമുള്ള ജാതികളുടെ ഇടയിൽ നിന്ന് ഞങ്ങളുടെ അടുക്കൽ വന്നവരും എൻ്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിച്ചു പോരുന്നു. അപ്പം മിനിമം 150 പേരുണ്ട്. പിന്നെ വിസിറ്റേഴ്സ്, ഗസ്റ്റ് എന്നെല്ലാം പറഞ്ഞ് പിന്നെ ഒരു 50-ഓ 100-ഓ ഒക്കെ എക്സ്ട്രാ. എങ്ങനെയായിരുന്നാലും ഒരു നേരം 200 പേരെ, 250 പേരൊക്കെ സാറിന് ഒരു ദിവസം ഭക്ഷണം വേണം. ഇനിയും ഒരു ദിവസത്തേക്ക് അദ്ദേഹത്തിന് വേണ്ടി ചെലവെന്താണെന്നറിയാമോ? അതിൻ്റെ 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, എനിക്ക് ഒരു ദിവസത്തേക്ക് ഒരു കാളയെയും വിശേഷമായ 6 ആടിനെയും പാകം ചെയ്യുക. അപ്പോൾ തൻ്റെ ഗസ്റ്റുകളെ പ്രമാണിച്ച് 150 പേര് പ്രമാണികളും യഹൂദന്മാരുമായിരിക്കുന്ന പ്രമാണികൾ, വലിയ ആൾക്കാർ, അവരുടെ കൂടെ പിന്നെ ഗസ്റ്റും വരിക. അപ്പം ഈ പ്രധാനപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി വിശേഷമായ എത്ര ആട്? 6 ആടിനെ പാകം ചെയ്യുക, ഒരു കാളയെ പാകം ചെയ്യുക. അത് എല്ലാവർക്കും കൂടി പൊതുവായ ഭക്ഷണം. മട്ടൻ ഗസ്റ്റിന്, ബീഫ് സാധാരണ ആൾക്കാർക്ക്, അങ്ങനെ ഇരുന്നോട്ടെ. എന്നിട്ട് പറയുകയാണ്, പക്ഷികളെയും പാകം ചെയ്യും എന്ന് പറഞ്ഞാൽ ഈ റെഡ് മീറ്റ് കഴിക്കാത്തവർ കുറച്ച് പേരുണ്ട്. അവർക്ക് വേണ്ടി എന്ത് ചെയ്യും? ചിക്കനും പാകം ചെയ്യും, പക്ഷികളെയും പാകം ചെയ്യുക. 10 ദിവസത്തിലൊരിക്കൽ എന്ത് ചെയ്യും? സകലവിധ വീഞ്ഞും ധാരാളം കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിൽ 3 പ്രാവശ്യം പാർട്ടി നടത്തണം. ഒരു മാസത്തിൽ 3 പ്രാവശ്യം സെലിബ്രേഷൻ നടത്തണം. എന്നാലേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഇവരെയെല്ലാം കൊണ്ടു നടക്കാൻ കഴിയത്തുള്ളൂ. ആമേൻ. എന്നിട്ട് അടുത്ത ഭാഗം, ഇങ്ങനെയൊക്കെയും വേണ്ടിയിരുന്നിട്ട് ഈ ജനം പെടുന്ന പാട് കഠിനമായിരുന്നതാൽ ദേശാധിപതിക്കുള്ള അഹോവൃത്തി ഞാൻ ആവശ്യപ്പെട്ടില്ല. നെഹമ്യാവേ, ഇത് എന്തോ ഒരു പരിപാടിയായി കാണിക്കുന്നത്. ശ്രേഷ്ഠന്മാർ തരുന്നില്ല, നിങ്ങൾക്ക് ശമ്പളവും ഇല്ല. നിങ്ങളുടെ അടുക്കൽ ഒരു ദിവസം 200 പേര് ഭക്ഷണം കഴിക്കുക, ഒരു കാളെ 6 ആടും പിന്നെ പുറകെ പക്ഷികൾ. ഇതിനെ സാധനം മാത്രമല്ല, ഇത് ഇത്രയും പാചകം ചെയ്യണമെങ്കിൽ എത്ര
കിലോ മസാല ഉണ്ടായാലും ഒക്കെ, എത്ര പണിക്കാരുണ്ടായാലും ഒക്കെ, ഇതൊക്കെ എങ്ങനെ നടക്കും? ആമേൻ. ഇനി അടുത്ത ഒരു ഭാഗമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നടന്നാലോ 52 ദിവസം കൊണ്ട് എൻ്റെ പണി പൂർത്തിയായി. ചുമല എനിക്ക് ആരും തന്നില്ലെങ്കിലോ, ആമേൻ, ചുമല എനിക്ക് ആരും തന്നില്ലെങ്കിലോ, ആമേൻ, ശമ്പളം എനിക്കില്ലെങ്കിലോ എൻ്റെ ദൈവം എൻ്റെ പണി തീർത്തു തന്നോ? നെഹമ്യാവേ, നിനക്ക് ശമ്പളമില്ല. നെഹമ്യാവേ, നിനക്ക് ശ്രേഷ്ഠന്മാർ ചുമല് തന്നില്ല. പിന്നെ എങ്ങനെ നിന്റെ കാര്യങ്ങളൊക്കെ നടന്നോ? പിന്നെ നീ എങ്ങനെ നിന്റെ വേല പൂർത്തീകരിച്ചോ? നെഹമ്യാവ് സിമ്പിളായിട്ട് പറയാ, മറ്റൊരിടത്തു നിന്ന് എനിക്ക് വിടുതലും വിശാലതയും വന്നോ. ഇന്ന് രാത്രികാല വിശ്വസിക്കാൻ കഴിയുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മറ്റൊരിടത്തു നിന്ന് നിനക്ക് വിടുതലും വിശാലതയും വരും. ശമ്പളമല്ല നിന്റെ മൂലധന, സാലറി അല്ല നിന്റെ മൂലധന. ആമേ, ജീവിതത്തിലെ ആരെങ്കിലും അച്ചായന്മാർ നിനക്ക് വല്ലതും നൽകി നിന്നെ പോഷിപ്പിക്കുമെന്നുള്ളതല്ല നിന്റെ കോൺഫിഡൻസ്. മറ്റൊരിടത്തു നിന്ന് നിനക്ക് മൂലധനം വരും. എൻ്റെ സഹോദരങ്ങളെ, നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം ആരംഭിക്കുമ്പോൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. 2-ാം അധ്യായം 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, എൻ്റെ ദൈവത്തിൻ്റെ ദയയുള്ള കൈ എനിക്ക് അനുകൂലമായിരുന്നത് കൊണ്ട് രാജാവ് അതെനിക്ക് തന്നു. ഇന്ന് രാത്രികാല ആമേൻ, അത് ഇതുമായി കണക്റ്റ് ആകുന്നതല്ലെങ്കിൽ ഞാൻ ചേർന്ന് പറയുകയാണ്, നിനക്ക് ശ്രേഷ്ഠന്മാർ ചുമല തരാത്തപ്പോൾ, നിനക്ക് കമ്പനി സാലറി തരാതിരിക്കുമ്പോൾ നിനക്ക് വേണ്ടി ഒരുത്തൻ തരും. ആരാണെന്ന് അറിയാമോ? രാജാവ് അതെനിക്ക് തന്നു. ദൈവത്തിൻ്റെ ദയയുള്ള കൈ എനിക്ക് അനുകൂലമായിരുന്നത് കൊണ്ട് രാജാവ് എനിക്കത് തന്നു. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു, ദൈവത്തിൻ്റെ ദയയുള്ള കൈ എനിക്ക് അനുകൂലമായി ഇരിക്കുമ്പോൾ മറ്റൊരിടത്തു നിന്ന് ഇന്ന് രാത്രി നിന്റെ പ്രൊവിഷനുകൾ മാറുകയാണ്. ശ്രേഷ്ഠന്മാരല്ല, ചുറ്റുപാടുകളല്ല, നീ ചിന്തിക്കുന്നവരല്ല, നീ നനയ്ക്കുന്നവരല്ല, നിനക്ക് വേണ്ടി ചില രാജകീയ വാതിലുകൾ ഇന്ന് രാത്രി സ്വർഗം ഓപ്പൺ ചെയ്യുകയാണ്. അപാർത്ഥനാചര പ്രവർത്താനിയ ലാസ്മലിയ പ്രബോഡിയ പ്രമനോ ഘടകധരി പ്രമാചര യേശുവിൻ നാമത്തിൽ സംധന ജാർത്ഥന പ്രഭാർത്ഥന പ്രഭാഷന പ്രമന കടലക തിരീഗതൻ പ്രബോർത്ഥാനി പ്രഭഷ്മല കട്ടേനി കടാലഭ പ്രവർത്താനിയ അകലമഹസ്യം പ്രഭാചന. സ്തോത്രം പറഞ്ഞ് കയറി വന്നാട്ടെ. ശ്രേഷ്ഠന്മാർ ചുമൽ തരാത്ത പണിക്ക് ദൈവത്തിൻ്റെ കൈ അനുകൂലമായിരിക്കുക. ശ്രേഷ്ഠന്മാർ ചുമല് തന്നില്ല, പക്ഷെ ദൈവം കൈ തന്നു. ശ്രേഷ്ഠന്മാർ ചുമല് തന്നില്ല, പക്ഷെ ദൈവം കൈ തന്നു. ഇന്ന് രാത്രികാല ശ്രേഷ്ഠന്മാർ ചുമല തരാത്ത ചില വിഷയങ്ങൾക്കകത്ത് ദൈവം നിനക്ക് കൈതരികയാണ്. നിനക്ക് മറ്റൊരിടത്തു നിന്ന് വിടുതലും വിശാലതയും ഉണ്ടാകുക. ചിലർ മൗനമായിരിക്കുമ്പോൾ, ചിലർ നിന്റെ വിഷയത്തിൽ നിശബ്ദത പാലിക്കുമ്പോൾ, നിന്റെ വഴി അടഞ്ഞെന്നോ, നിന്റെ ജീവിതം തീർന്നെന്നോ, നിന്റെ കാര്യം കഴിഞ്ഞെന്ന് നീ പറയരുത്. പകരം മറ്റൊരിടത്തു നിന്ന് tonight, ഇന്ന് രാത്രി ദൈവം നിനക്ക് വേണ്ടി ഇടപെടുന്ന രാത്രിയാ. മറ്റൊരിടത്തു നിന്ന് ഹോളി സ്പിരിറ്റ് ഈ രാത്രി സ്വർഗ ആമേൻ നിന്റെ മുൻപാകെ അടഞ്ഞു നിൽക്കുന്ന വാതിലുകളെ ദൈവം വേറെ ഒരു വഴിയായി തുറക്കും. ജീസസ് ആമേൻ. ഞാൻ പത്രോസിൻ്റെ യേശുവിൻ്റെ ജീവിതത്തിലേക്ക് ഒന്നുകൂടെ മടങ്ങി വരിക. സ്തോത്രം. യേശു കർത്താവ് ആദ്യം പത്രോസിനെ കാണുക. പത്രോസിനെ ആദ്യം മീറ്റ് ചെയ്യുന്നത് എവിടെയാണെന്നറിയാമോ? ഗലീല കടപ്പുറത്ത് താൻ ഇങ്ങനെ വല കഴുകിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി മുഴുവൻ താൻ വല വീശിക്കൊണ്ടിരുന്നു, പക്ഷേ ഒരു മീനും കിട്ടിയില്ല. ആമേൻ. വല വീശി വല നിറഞ്ഞ് മീനും കണ്ട് കരയ്ക്ക് വന്നിരുന്നെങ്കിൽ പത്രോസിൻ്റെ ചുറ്റും എത്ര പേര് കണ്ടേനെ? ആമേൻ, ഒത്തിരി പേര് കണ്ടേനെ. ആമേൻ. പത്രോസിൻ്റെ പടകിനകത്ത് വലയുണ്ടെങ്കിൽ ആരുണ്ടായിരുന്നേനെ? ആമേൻ. വലയ്ക്കകത്ത് മീനുണ്ടായിരുന്നെങ്കിൽ ആര് കണ്ടേനെ? ആമേൻ, ഒത്തിരി പേര് കണ്ടിരുന്നേനെ. നമ്മളൊക്കെ ഈ ഹാർബറിൽ പോയി നിൽക്കുമ്പോൾ മീൻ
മീനുമായിട്ടൊരു വള്ളം വന്നു കഴിഞ്ഞാലേ ആൾക്കാർ അതിന് ചുറ്റും ഇങ്ങനെ ഓടിക്കൂടുന്നത് കാണാം. പക്ഷേ ഏതെങ്കിലും ഒരു വള്ളം ഇങ്ങനെ കാലിയടിച്ച് വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും അതിൻ്റെ പുറകെ പോകുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല. പത്രോസിൻ്റെ പടകിനകത്ത് മീനില്ലാഞ്ഞത് കൊണ്ട് ആരും പത്രോസിൻ്റെ അടുക്കൽ വന്നില്ല. എന്നാൽ യേശു പത്രോസിൻ്റെ അടുക്കൽ വന്നോ? ഇന്ന് രാത്രി ഞാനൊരു യാഥാർത്ഥ്യം പറയാം. നിന്റെ പടകിൽ മീനുണ്ടെ ആരെങ്കിലും ഒക്കെ നിന്റെ അടുക്കൽ വരിക. പക്ഷെ നിന്റെ ശൂന്യതയുടെ നടുവിൽ നിന്റെ അടുക്കൽ ഒരുത്തനെ വരത്തുള്ളൂ. അവൻ്റെ പേർ ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവാണ്. സ്തോത്രം, സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ നിങ്ങൾ അടുത്ത ഭാഗമാണ് ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്ന വിഷയം. പത്രോസ് യേശുവിൻ്റെ അടുക്കൽ പറഞ്ഞു, നാഥാ, രാത്രി മുഴുവൻ അധ്വാനിച്ചോ, എനിക്ക് മീനൊന്നും കിട്ടിയില്ലെന്ന്. യേശു പത്രോസിൻ്റെ വലയിൽ നോക്കി. കൊച്ചു വലയാണ്, കൊച്ചു പടകാണ്. യേശു പത്രോസിൻ്റെ അടുക്കൽ പറഞ്ഞു, പത്രോസേ, നീ അങ്ങോട്ട് വല നീക്കി, പടക് നീക്കി ആഴത്തിൽ വല വീശാൻ പറഞ്ഞു. പത്രോസ് തിരികെ നിന്ന് പറയാ, കർത്താവേ, എൻ്റെ വല ചെറുതാ, എൻ്റെ വല ആഴത്തിൽ വീശാൻ പറ്റുന്നതല്ല, കൊച്ചുവലയാ, ഇത് മേളിൽ ഇങ്ങനെ ചെറിയ മത്തി അയലയൊക്കെ പിടിച്ച് ജീവിക്കുന്നവനാ ഞാനൊന്ന് പറയാ. പക്ഷേ പത്രോസ് ഇത് മാത്രമേ പറഞ്ഞുള്ളൂ, രാത്രി മുഴുവൻ അധ്വാനിച്ചു, മത്തി പിടിക്കാനാ പോയത്, മത്തിയും ചാളയും പോലും കിട്ടിയില്ല. പക്ഷെ നിന്റെ വാക്കിന് ഞങ്ങൾ എന്ത് ചെയ്യുക? ആഴത്തിൽ വല വീശ. അതിൻ്റെ ഒരു വ്യാഖ്യാനത്തെ ഞാൻ ഇങ്ങനെ പറയാ, തലേരാത്രി സമുദ്രത്തിലെ ദുർശക്തികൾ മത്സ്യങ്ങൾ കടന്നു വരുന്ന വഴി മുഴുവൻ അടച്ചു വെച്ചിരിക്കുകയായിരുന്നു. മത്സ്യം കടന്നു വരുന്ന വഴി അടച്ചു വെച്ച് മനുഷ്യൻ നന്മ പ്രാപിക്കാതെ വേണ്ട സമുദ്രത്തിലെ ദുർശക്തികൾ നന്മ അടച്ചു വെച്ചിരിക്കുകയായിരുന്നു. ആകയാൽ അവർ മേൽത്തട്ടിൽ വീശിയിട്ടൊന്നും എന്ത് ചെയ്തില്ല? കിട്ടിയില്ല. അപ്പൊ യേശു പറയുകയാണ്, നീ കുറച്ചും കൂടെ അപ്പുറത്തോട്ട് പോ, നീ കുറച്ചും കൂടെ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടുക? നീ താഴത്തിലേക്ക് പോ, അവിടെ നിനക്ക് കിട്ടുക. വാസ്തവത്തിൽ പത്രോസിൻ്റെ പടകിന്, പത്രോസിൻ്റെ വലയ്ക്ക് ആഴത്തിൽ വല വീശി വലിയ മീനെ കോരാൻ എന്തോ ഇല്ല, പ്രാപ്തിയില്ല. പക്ഷെ തൻ്റെ പ്രാപ്തികേടും പരിമിതികേടും പത്രോസ് പറഞ്ഞുകൊണ്ട് നിന്നില്ല. പത്രോസ് യേശുവിൻ്റെ വാക്ക് കേട്ട്, ആമേൻ, തൻ്റെ കൊച്ചു വലയെടുത്ത് ആഴത്തിലെറിഞ്ഞു. പത്രോസ് ആകെ പ്രശ്നത്തിലായി. എന്താണെന്നറിയാമോ? മത്തി പിടിക്കാനുള്ള, ചാള പിടിക്കാനുള്ള വലയ്ക്കകത്ത് കയറിയതൊക്കെ ഭയങ്കര മീനുകൾ. പത്രോസിന് വല പിടിച്ച് കയറ്റാൻ കഴിയുന്നില്ല. വല പിടിക്കുമ്പോഴത്തേക്ക് വള്ളം ചരിയുകയാ. പത്രോസ് അവിടെ നിന്ന് കൈ കാണിച്ച് വിളിച്ചോ. അടുത്തു കിടന്ന വള്ളക്കാരും പത്രോസിൻ്റെ അടുക്കൽ വന്നോ. രണ്ടു കൂട്ടരും കൂടി വള്ളത്തിനകത്ത് വല വലിച്ച് കയറ്റിയിട്ട് അവർ വരുമ്പോൾ അവർ ഒരു കാര്യം തിരിച്ചറിഞ്ഞോ. മുകൾ തട്ടിലെ വഴി അടഞ്ഞാൽ ആഴത്തട്ടിലെ വഴി തുറന്നുകൊണ്ട് എൻ്റെ ദൈവം എൻ്റെ നിരാശയെ മാറ്റോ. ഇന്ന് രാത്രി മറ്റൊരിടത്തു നിന്ന് ശത്രു നിന്റെ മുകൾ തട്ടടച്ചപ്പോൾ ദൈവം താഴത്തട്ടടച്ച് വഴി തുറക്കുകയാണ്. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? പിശാച് അടച്ചു വെച്ച ചില വാതിലുകൾ അത് അടഞ്ഞിരുന്നോട്ടെ, ദൈവം മറ്റൊരു വഴി തുറക്കുകയാണ്. പിശാച് അടച്ച ചില വഴികൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനോട് അങ്ങനെ പ്രസംഗിക്കാൻ പറയുന്നു. പിശാച് അടച്ചു വെച്ച കുറ്റിയും കൊളുത്ത് ദൈവം പൊളിക്കാൻ പോകുന്നില്ല. അത് അവിടെ ഇരുന്നോട്ട്, പൂട്ടിയിട്ട് അവൻ അവിടെ കാവലിരുന്നോട്ട്. പക്ഷേ നിനക്ക് വേറെ ഒരു വഴി ദൈവം തുറക്കാൻ പോകുന്നു. നാണം കെട്ട പിശാചേ, നീ കുറ്റിയും കൊളുത്തുവിട്ട് അവിടെ ഇരുന്നോടാ. പക്ഷെ എൻ്റെ ദൈവം എനിക്ക് വേറെ ഒരു വാതിൽ തുറക്കാൻ പോകുന്നു. ഇന്ന് രാത്രി കരമുയർത്തി പറഞ്ഞ്, എൻ്റെ ദൈവം എനിക്ക് വേറെ ഒരു വാതിൽ തുറക്കാൻ പോകുന്നു. എൻ്റെ ദൈവം എനിക്ക് വേറെ ഒരു വഴി തുറക്കാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ മാത്രം ആ കരം ഉയർത്തിപ്പിടിച്ചു പറഞ്ഞ്, എൻ്റെ ദൈവം എനിക്ക് വേറെ ഒരു വഴി, വേറെ ഒരു വാതിൽ. ചെറിയ മീൻ പിടിക്കുന്ന മുകൾ തട്ടുകളെ പിശാച് അടച്ചു നിർത്തുമ്പോൾ പിശാചിന് പിടിക്കാൻ കഴിയാത്ത, അവന് തൊടാൻ കഴിയാത്ത വേറെ ഒരു വാതിൽ ദൈവം നിനക്ക് തുറക്കുന്നു. ജീസസ്. മറ്റൊരിടത്തു നിന്ന് വിടുതലും വിശാലതയും ഉണ്ടാകും. മറ്റൊരിടത്തു നിന്ന് വിടുതലും വിശാലതയും ഉണ്ടാകും. പ്രമാണികൾ ശ്രേഷ്ഠന്മാർ ചുമല് തന്നില്ല, ശമ്പളവും ഇല്ല. പക്ഷേ ദൈവം നിനക്ക് വേണ്ടി തൻ്റെ കയ്യെ നീട്ടും. ശ്രേഷ്ഠന്മാർ ചുമല് തരാത്ത ഇടത്ത് ദൈവം കൈതരും. സ്തോത്രം. ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് കയറട്ടെ, വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. എൻ്റെ സഹോദരങ്ങളെ, ജീവിതത്തിൽ ഞാനൊരു ഭാഗം പറഞ്ഞു പോവുകയാണ്, അതിൽ നിൽക്കുന്നില്ല. അടുത്ത ഭാഗത്തിലേക്ക് കയറാം.
ജീവിതത്തിൽ ചിലത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ എല്ലാം തീർന്നെന്ന് കരുതരുത്. ഒരിക്കലും ശമൂവേൽ പ്രവാചകൻ ഇരുന്ന് കരയുകയാണ്. പുള്ളിക്ക് ഭയങ്കര നിരാശ അടിച്ചു. എന്താണെന്നറിയാമോ? താൻ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വെളിപ്പാടുണ്ടായതാ. ഒരുത്തൻ നാളെ ഈ സമയത്ത് കയറി വരും, അവനെ പിടിച്ച് അഭിഷേകം ചെയ്യണം. ഇതൊക്കെ കേട്ടിട്ട് ഈ ദൂതും ദർശനവും വെളിപ്പാടും എല്ലാം വെച്ച് കേറ്ററിംഗുകാരൻ്റെ അടുക്ക വരെ പറഞ്ഞു, വെപ്പുകാരൻ്റെ അടുക്ക പറഞ്ഞു കൈക്കുറക് 2 മാറ്റി വെച്ചേക്കണം എന്നൊക്കെ വലിയ ആഘോഷമായിട്ട് ഒരുത്തനെ വിളിച്ച് സ്വീകരിച്ച് നന്നായിട്ട് ഫുഡൊക്കെ കൊടുത്ത് അവനെ ട്രീറ്റ് ചെയ്ത് പോയപ്പം കെട്ടിപ്പിടിച്ച് ചുമ്മനമൊക്കെ കൊടുത്ത് അവൻ്റെ തലയിൽ അവൻ തൈലം ഒഴിച്ച് അഭിഷേകം ചെയ്ത് വിട്ടതാ. ശമൂവേലിനൊരു പ്രൗഡായിരുന്നു. ആരെന്നറിയാമോ? ശൗല്. കുറേ കഴിഞ്ഞപ്പോൾ ശൗലിൻ്റെ വഴിക്ക് പോയി. ശമൂവേലിന് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തു, ഞാൻ ഇത്രയും ചെയ്തു. അത് ഞാനൊരു കാര്യം പറഞ്ഞാൽ വിഷമം തോന്നരുത്. അത് വിശ്വാസികളായ ദൈവമക്കൾക്ക് വേണ്ടത്ര മനസ്സിലാവത്തില്ല കേട്ടോ. നിങ്ങൾക്കത് വേണ്ടത്ര മനസ്സിലാവത്തില്ല. ഞങ്ങൾ ശുശ്രൂഷകർക്ക് അതിൻ്റെ പെയിൻ മനസ്സിലാകും. ചിലരെ നമ്മളിങ്ങനെ ട്രെയിൻ ചെയ്തെടുത്ത്, ചിലരെ നമ്മൾ പോറ്റി പുലർത്തി, ചിലരെ നമ്മൾ എത്രയോ ഉപവാസമെടുത്ത് അവരുടെ ബന്ധനം അഴിച്ച് അവരുടെ പോരഴിച്ച് അവരെ ജീവിതത്തിൽ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്ത് കൊണ്ടുവന്ന് കഴിയുമ്പോൾ അവരാ ദൈവകൃപയ്ക്കകത്തുനിന്ന്, അവരാ ദൈവസ്നേഹത്തിനകത്തുനിന്നൊക്കെ മാറി തിരിഞ്ഞു പോകുന്നത് കാണുമ്പോൾ വല്ലാത്ത പെയിൻ നമുക്ക് വരും. അതുപോലെ തന്നെ നമ്മൾ തകർന്നടിഞ്ഞ് എട്ടപാട് തീർന്നു കിടക്കുന്ന ചില കുടുംബങ്ങൾ, നമ്മൾ പോയി പ്രാർത്ഥിച്ച് നമ്മുടെ അടുക്കൽ വന്ന് നമ്മുടെ കുടലുണങ്ങി നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ മേളിൽ ദൈവം ഇട്ട അഭിഷേകം മുഴുവനും അവിടെ ഓപ്പറേറ്റ് ചെയ്ത് നമ്മൾ അവർക്ക് വേണ്ടി തൊണ്ട കീറി നമ്മുടെ നെഞ്ചും കൂട് പൊട്ടിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ വിടുതലെടുത്ത് അവർ 2 കാലം നിന്ന് കഴിയുമ്പോൾ തിരിഞ്ഞ് നമ്മുടെ നേരെ കൊക്കര ഭയങ്കര വേദനയുണ്ടാകും ഹൃദയത്തിനകത്ത്. ഈ ശമൂവേലിൻ്റെ വേദന ഒരു ശുശ്രൂഷകനെ മനസ്സിലാകത്തുള്ളൂ. അപ്പം ഈ പെയിനിനകത്ത് നിന്ന് ഈ മനുഷ്യൻ ഇങ്ങനെ സങ്കടപ്പെടുമ്പോൾ ദൈവം തൻ്റെ അടുക്കൽ വന്നിട്ട് പറയാ, എടാ ഒരുത്തം പണി തന്നെന്ന് പറഞ്ഞ് നീ എത്ര നാൾ വിഷമിച്ചുകൊണ്ടിരിക്കും? 1 ശമൂവേൽ 16:1. അനന്തരം യഹോവ ശമൂവേലിനോട്, ഇസ്രായേലിലെ രാജസ്ഥാനത്തിൽ നിന്ന് ഞാൻ ശൗലിനെ തള്ളിയെന്നറിഞ്ഞിരിക്കെ നീ അവനെക്കുറിച്ച് എത്രത്തോളം ദുഃഖിക്കും? കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക. ഞാൻ നിന്നെ ബേത്ലഹേമിനായ ഇശായിയുടെ അടുക്കൽ അയക്കും. അവൻ്റെ മക്കളിൽ ഞാനൊരു രാജാവിനെ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. സ്തോത്രം. മറ്റൊരിടത്ത് നിന്ന് ഞാൻ നിനക്കൊരു വിടുതലും വിശാലതയും കൊണ്ടുവരും. മറ്റൊരിടത്ത് നിന്ന് വിടുതലും വിശാലതയും. എൻ്റെ സഹോദരങ്ങളെ, അതിനകത്ത് ശ്രദ്ധേയമായ ഒരു ഭാഗം കൂടെ പറഞ്ഞിട്ട് ഞാൻ മുമ്പോട്ട് പോകാം കേട്ടോ. ഇത് പറഞ്ഞ ഉടനെ നിനക്ക് മറ്റൊരിടത്തുനിന്ന് ഒരു നന്മ വരുമെന്ന് പറഞ്ഞപ്പോൾ 2-ാം വാക്യം, ആ വാക്യം ഒന്ന് എടുത്താൽ നല്ലതാണ് കേട്ടോ. 1 ശമൂവേൽ 16:2. ശമൂവേൽ ദൈവത്തിൻ്റെ അടുക്കൽ പറയാം, കർത്താവേ, ഞാൻ ഇശായിയുടെ അടുക്കൽ പോയി വേറെ ഒരു വഴി കണ്ടുവെന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ എന്തോ ചെയ്യും? ശൗല് കേട്ടാൽ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. ഞാൻ പലപ്പോഴും പറയാറുള്ള ഭാഗമാണ്. ദൈവം ചില സമയത്ത് മര്യാദയില്ലാത്ത വർത്താനം പറയും, ഒരു കണ്ണീച്ചോരയില്ലാത്ത വർത്താനം പറയും. ശമൂവേൽ ദൈവത്തിൻ്റെ അടുക്ക പറയാം, കർത്താവേ, ഞാനിപ്പോൾ പോയെന്ന് ശൗല് കേട്ടാൽ ശൗൽ എന്നെ കൊല്ലും. ഒരു ഇച്ചിരി കണ്ണീച്ചോരയുള്ള വർത്താനമാണെങ്കിൽ ദൈവം ശമൂവേലിൻ്റെ അടുക്കൽ എന്ത് പറയണം? അത് ശമൂവേലെ, കുഴപ്പമില്ല, നീ രാത്രിയിൽ ഒരു 10 മണിയാകുമ്പം വിട്ടോ, രാവിലെ അവിടെ ചെന്നാൽ മതി, ശൗൽ അറിയാതെ ഞാൻ സൂക്ഷിച്ചോളാം, ഞാൻ ശൗലിന് നല്ല ഉറക്കം കൊടുത്തോളാം. പോകുന്ന വഴി മൊത്തം ശമൂവേൽ ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ, ശൗൽ അറിയല്ലേ, സൂക്ഷിക്കണേ. എന്നിട്ട് ഇശായിയുടെ വീട്ടിൽ ചെന്നിട്ട് ശമൂവേൽ പറയും, ദൈവത്തിൻ്റെ കൃപയാൽ ശൗൽ അറിയാതെ ദൈവം എന്നെ ഇവിടെ വരെ കൊണ്ടുവന്നെന്ന്. പക്ഷെ ദൈവം തലതിരിഞ്ഞ മറുപടിയാണ് പറഞ്ഞേ. 2-ാം വാക്യത്തിൽ പറയാം, കർത്താവേ, ഞാൻ എങ്ങനെ പോകും? ശൗല് കേട്ടാൽ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. യഹോവ പറഞ്ഞു, എന്നാൽ പോകുമ്പോൾ നീ ഒരു കാര്യം ചെയ്യ്, ഒരു പശുക്കിടാവിനെ കൂടെ പിടിച്ചോണ്ട് അങ്ങ് പോക്കോ എന്ന് പറഞ്ഞാൽ പോകുന്ന വഴി മൊത്തം ഈ പശുക്കിടാവ് വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നവനും കൂടെ ഈ പശു എന്തോ ചെയ്യും? വിളിച്ചുണർത്തിയിട്ട് പറയും, ദേ ശമൂവേല് ബേത്ലഹേമിൽ പോകുന്നേ, ദേ ശമൂവേല് ബേത്ലഹേമിൽ പോകുന്നേ, ദേ ശമൂവേല് ബേത്ലഹേമിൽ പോകുന്നേ. ഞാനായിരുന്നേ അന്ന് പടം മടക്കി വെച്ചിട്ട് പറഞ്ഞേ, കർത്താവെ, കൊല്ലാൻ തന്നെയാണോ പരിപാടി? ഇതാ ഞാൻ പറഞ്ഞത്, കണ്ണീച്ചോരയില്ലാത്ത വർത്താനമാണ് കർത്താവ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കർത്താവ് ചോദിക്കുക, ഇത്ര നേരം നിനക്ക് ശൗലിനെ കുറിച്ച് സങ്കടമായിരുന്നു, ഇപ്പം നിനക്ക് ശൗലിനെ പേടിയാ,
പോകാൻ പറയണവൻ. നീ തനിയെ അല്ല, നീ രഹസ്യമായിട്ടല്ല, നീ പ്രൈവറ്റായിട്ട് സീക്രട്ടായിട്ടും അല്ല, നീ പോകുന്ന വഴിക്കൊരു ഡ്രം അടിച്ചോണ്ട് പോകും. അവൻ എന്തോ കാണിക്കുമെന്ന് ഞാനൊന്ന് അറിയട്ടെ. ഇശായിയുടെ വീട്ടിൽ ചെന്ന ഒരു പശുക്കിടാവിനെ കിട്ടത്തില്ലയോ? ഇശായിയുടെ വീട്ടിൽ ചെന്ന ഒരു ആട്ടുകുട്ടിയെ കിട്ടത്തില്ലയോ? ഇനി ഒരു ആടാണെങ്കിൽ ഇത് വലുതായിട്ട് കരയത്തുപോലുമില്ല. പശുക്കിടാവാകുമ്പോൾ എന്തോ ചെയ്യും? നല്ലതായിട്ട് അമ്മയുടെ അടുത്തുനിന്ന്, പശുക്കിടാവിനെ ആകുമ്പോൾ എവിടെ നിന്നാണ് പറിക്കുന്നത്? അമ്മയുടെ അടുത്തുനിന്ന്. തള്ളപ്പശുവിൻ്റെ അടുത്തുനിന്ന് പറിച്ചുകൊണ്ട് പോകുന്ന ഈ ക്രാവ് വെറുതെ ശമൂവേലിന് ഇശായിയുടെ വീട്ടിലെത്തുന്നിടം വരെ ഫയർ എഞ്ചിൻ സയറിനടിച്ച് പോകുന്നത് പോലെ ശമൂവേൽ സയറിനിട്ട് അവിടെ വരെ ചെന്നു. ശൗലേ, നീ അറിയാമെങ്കിൽ അറിഞ്ഞോ, പിടിക്കാമെങ്കിൽ പിടിച്ചോ, ദാണ്ട് ഞാൻ ഇശായിയുടെ വീട്ടിൽ പോവാം. ദൈവം എനിക്ക് വേറെ വഴി തുറന്നു. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയുകയാണ്. നിനക്ക് വേറെ ഒരു വഴി തുറന്നാൽ, നിനക്ക് വേറെ ഒരു നന്മ വന്നെന്ന് കണ്ടാൽ, നിന്നെ വെട്ടിമൂടുവെന്ന് പറഞ്ഞ് എതിർ പ്രാർത്ഥന കൊണ്ട് നിന്റെ കുഞ്ഞിന് വേറെ ഒരു നന്മ വന്നാൽ, നിനക്ക് വേറെ ഒരു അനുഗ്രഹം വന്നാൽ അവിടെ നിന്നെ തൊലയ്ക്കുമെന്ന് ശത്രു പറയുമ്പോൾ സ്വർഗം നിന്നോട് പറയുകയാണ്, നാട്ടുകാരറിയത്തക്കതെന്നോ നീ മുമ്പോട്ട് പോ. ഒരു എതിർബലത്തിനും തകർക്കാൻ കഴിയാതെ Labanolo solo Prebele kadola mahartonia Prebe shagala bahotonia Pramani kalbo rasi barapraba chaltenia Pramana kadega sigamdana Jabartuni baraka talbara prabartonia Ram shahala hatana hatana daria നിന്റെ ചില അധ്വാനങ്ങൾ നഷ്ടപ്പെട്ടതുകൊണ്ട് പേഴ്സണലി ഞാൻ ദൈവത്തിൻ്റെ ദൂത് കൈമാറുകയാണ്. നിന്റെ ചില അധ്വാനങ്ങൾ നഷ്ടപ്പെട്ടത് കൊണ്ട്, നീ ഒത്തിരി പ്രയത്നിച്ച ചില വിഷയങ്ങളിൽ നിനക്ക് റിസൾട്ട് കിട്ടാതെ പോയതുകൊണ്ട് നിന്റെ ജീവിതം അവസാനിച്ചുവെന്ന് നീ കരുതരുത്. ശൗലിനെ വിട്, ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യുക. നീ ബേത്ലഹേമിലേക്ക് പോ. ദൈവം വേറെ ഒരു സംഗതിയെ, ദൈവം വേറെ ഒരു വഴിയെ ദൈവം നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. ഓ, the closed door is closed chapter. ഇന്ന് രാത്രി ഞാൻ അത് അങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നു. The closed door is closed chapter. അടഞ്ഞ വഴി, അടഞ്ഞ അധ്യായമാണ്. അടഞ്ഞ വാതിൽ, അടഞ്ഞ അധ്യായമാണ്. നിനക്ക് മുൻപിൽ പുതിയ വഴി, പുതിയ അധ്യായം. ശൗലിന്റെ ചാപ്റ്റർ ക്ലോസ്. അടഞ്ഞ വഴി, അടഞ്ഞ അധ്യായമാണ്. അടഞ്ഞ വഴി, അടഞ്ഞ അധ്യായമാണ്. ഇന്ന് രാത്രി ഞാൻ നിന്റെ മേൽ പരിശുദ്ധാത്മാവിൽ പ്രവചിക്കുന്നു. അടഞ്ഞ വഴി, അടഞ്ഞ അധ്യായമാണ്. ശമൂവേലേ, നീ എന്താ പറഞ്ഞത്? ശൗല് കേട്ടാൽ നിന്നെ കൊല്ലുമെന്നോ? ഇല്ല, ചരിത്രം അതിനെ തിരുത്തി പറഞ്ഞു. ശമൂവേലിനെ ശൗല് കൊന്നതുമില്ല. അടുത്തത്, ശമൂവേല് മരിച്ചിട്ട് പിന്നെയും ശൗലിന്റെ അടുക്കൽ വന്ന് എന്ത് ചെയ്യുകയാണ്? സംസാരിക്കുകയാണ്. ഒരിക്കൽ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞവൻ നീ മരിച്ചാൽ പോലോ, നിന്റെ മരണത്തിനനന്തരമോ അവന്റെ ജീവിതത്തിലെ ഒരു സ്വാധീന ശക്തിയായി നീ നിൽക്കത്തക്കവണ്ണം സ്വർഗം നിന്റെ മേൽ ഇട്ട അഭിഷേകത്തിന്റെ വില തിരിച്ചറിഞ്ഞ് ഓ ബാലാറാബാ സകടാരാബാനാസിയ റിബോലാ ബഹടാനാ ബഹദരാദി. ശമൂവേൽ പറയാ ശൗൽ എന്നെ കൊല്ലുന്ന്. പക്ഷെ ശൗൽ എന്തോ പറയുന്നത് അറിയാമോ? ശമൂവേൽ മരിച്ചാലും ഞാൻ പുള്ളിയെ വിടത്തില്ലെന്ന്. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ, നിന്നെ തകർക്കുമെന്ന് ചിലർ ഭീഷണി മുഴക്കുമ്പോൾ, നിന്നെ ഇല്ലാതാക്കുമെന്ന് ചിലർ വാദിക്കുമ്പോൾ, ഇന്ന് രാത്രി നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തിന്റെ വില നീ തിരിച്ചറിയണോ. നീ മരിച്ചാൽ പോലോ, നീ മണ്ണോട് മണ്ണ് ചേർന്നാൽ പോലോ, നിന്റെ ശത്രുവിന്റെ മേൽ നീ ഒരു സ്വാധീന ശക്തിയായി, നീ ഒരു സ്വാധീന ശക്തിയായി നിൽക്കുക. അവണ്ണം ഒരു അഭിഷേകമത്രേ നിന്റെ മേൽ വീണിരിക്കുന്നത്. Ignite the anointing upon you. Larma hasataria ram promosh malakataria. ഈ രാത്രി ദൈവത്തിന്റെ പൈതലേ, മറ്റൊരു സ്ഥലത്തു നിന്ന് നിനക്ക് വിടുതലും വിശാലതയും ഉണ്ടാകും. മറ്റൊരു സ്ഥലത്തു നിന്ന് വിടുതലും വിശാലതയും ഉണ്ടാകും.
ആമേൻ. 200 മുഴത്തിൽ നിന്ന് നിനക്ക് വലിയ മീനുകളെ നൽകുവാൻ ദൈവത്തിന് കഴിയുന്ന അത്ഭുതത്തിനപ്പുറം നീ കരക്കിറങ്ങുമ്പോൾ നിനക്ക് വേണ്ടി ദൈവം മറ്റൊരു നന്മ, നിന്റെ പ്രാതൽ നീ പിടിച്ച മീനല്ല, നിന്റെ പ്രാതൽ ദൈവം ഒരുക്കിയ നന്മയാണ്. നിന്റെ പ്രാതൽ നീ പിടിച്ച മീനല്ല, നിന്റെ പ്രാതൽ ദൈവം ഒരുക്കിയ നന്മയാണ്. 2, ഇന്ന് രാത്രി നീ തിരിച്ചറിയണം, യേശുവിന്റെ കല്ലറ മറ്റൊരിടത്തു നിന്നുളവായി വന്നതാണ്. യേശുവിന്റെ ജനനത്തിങ്കൽ മിസ്രൈമിലേക്കുള്ള യാത്ര അത് മറ്റൊരിടത്തു നിന്ന് ഉളവായി വന്ന നന്മയാണ്. നെഹമ്യാവിന്റെ മതിൽ പണിയിൽ 12 വർഷം സാലറി ഇല്ലായിരുന്നു. ആരും അവന് ചുമൽ കൊടുക്കേണ്ടവരാരും ചുമൽ കൊടുത്തില്ല. പക്ഷെ ദൈവത്തിന്റെ കൈ തനിക്ക് അനുകൂലമായിരുന്നു. ശൗൽ മാറിയാൽ നിന്റെ മേൽ കിടക്കുന്ന ദൈവ പദ്ധതി മാറുകയില്ല. ദൈവം നിനക്ക് വേണ്ടി മറ്റൊരുവനെ എഴുന്നേൽപ്പിക്കുക. The closed door is the closed chapter. അടഞ്ഞ വാതിൽ അത് അടഞ്ഞ അധ്യായമാണ്. ഞാൻ 2 ഭാഗങ്ങളെ കൂടെ പറഞ്ഞ് വേഗത്തിൽ ദൈവകൃപയിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിൻ്റെ തണലിലേക്ക് കയറുകയാണ്. 2 ഭാഗങ്ങളെ കൂടെ വേഗത്തിൽ പറഞ്ഞ് ഞാൻ പൂർത്തീകരിക്കുക. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 3-ാം അധ്യായം. ആഹാബിൻ രാജാവിന് ശേഷം ആഹാബിൻ്റെ മകൻ യോരാം രാജ്യം ഭരിക്കുകയാണ്. ആഹാബിൻ്റെ മകൻ യോരാം രാജ്യം ഭരിക്കുന്നു. അപ്പോൾ യഹൂദ ഭരിക്കുന്നത് യഹോശഫാത്താണ്. യോരാം രാജാവ് യഹോശഫാത്തിൻ്റെ അടുക്കൽ പറഞ്ഞു, നമുക്കൊരു യുദ്ധമുണ്ട്, നീ എൻ്റെ കൂടെ ഒന്ന് വരാമോ എന്ന് ചോദിച്ചോ. യഹോശഫാത്ത് പാവം യോരാമിൻ്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ട് യുദ്ധത്തിന് പകുതി വഴിക്ക് എന്നപ്പോൾ വെള്ളവും ഇല്ല, വെളിച്ചവും ഇല്ല. ആകെ പ്രശ്നമായി. യുദ്ധത്തിന് ഇറങ്ങിയവൻ വെള്ളം പോലും ഇല്ലാതെ വഴിയിൽ കിടന്ന് ബുദ്ധിമുട്ടുകയാണ്. പെട്ടെന്ന് യഹോശഫാത്ത് എൻ്റെ ആലോചന പ്രകാരം എലീശ എന്ന പ്രവാചകനെ വിളിച്ചു വരുത്തി. എലീശ എന്ന പ്രവാചകൻ വന്നു നിന്നിട്ട് ഉള്ള കാര്യം ഉള്ള പോലെ പറഞ്ഞു. യഹോശഫാത്ത് വിളിച്ചോണ്ടാണ് വന്നത്. ഇവനായിരുന്നു വിളിച്ചെങ്കിൽ ഞാൻ ഈ വഴിക്ക് പോലും വരത്തില്ലായിരുന്നെന്ന്. എന്നിട്ട് യഹോശഫാത്തിൻ്റെ അടുക്ക പറഞ്ഞ, നിന്നോട് ഞാൻ ദൈവത്തിൻ്റെ ദൂത് പറയാം, എന്താണെന്ന് വെച്ച പറയാൻ പറഞ്ഞോ. അപ്പോൾ യഹോശഫാത്ത് പറഞ്ഞു, സാറേ നിങ്ങൾ ദിവസങ്ങളായിട്ട് ഇവിടെ കിടക്ക, വെള്ളമില്ല, അങ്ങോട്ടും പോകാൻ വയ്യ ഇങ്ങോട്ടും പോകാൻ വയ്യ എന്ന്. എലീശ പറഞ്ഞൊരു വീണക്കാരനെ കൊണ്ട് പാട്ടുപാടുമ്പോൾ എനിക്ക് ദൂത് വരുമെന്ന്. ആമേൻ. ഇന്നങ്ങാണം ഏതെങ്കിലും പ്രവാചകനായിരുന്നു പറഞ്ഞെങ്കിൽ ജീവനോടെ കത്തിച്ചേനെ. ആമേൻ. പാട്ടുപാടിയാലേ അവന് ഉണർവ് വരത്തുള്ളൂ എന്ന്. ആമേൻ. പാരമ്പര്യ പെന്തക്കോസുകാർക്ക് ഏറ്റവും കലിപ്പുള്ള ഒരു വിഷയം എന്താണെന്നറിയാമോ? ആമേൻ. മ്യൂസിക് ഉപകരണങ്ങൾ, ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചാൽ ഇതെന്തോ ഒരു ഉണർവ്, കീബോർഡ് കയറുമ്പോൾ ഒരു ഉണർവ്, ഇതെന്തോ ഡ്രം കയറുമ്പോൾ ഒരു ഉണർവെന്ന്. എൻ്റെ സഹോദരങ്ങൾ, അത് എലീശയുടെ ഉണർവാ. എലീശ പറയുകയാണ്, വീണക്കാരൻ വന്ന് പാട്ടുപാടി മ്യൂസിക് ഇൻസ്ട്രുമെന്റ് വെച്ച് ഒന്ന് വീണ വായിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുമോ? എനിക്ക് സ്തോത്രം, വീണക്കാരനൊന്ന് വീണ വായിച്ചാൽ എനിക്ക് കൃപാവരം ജ്വലിക്കുമെന്ന്. ഇനി നിങ്ങൾ പറ, കീബോർഡ് വായിച്ചാൽ ഉണർവുണ്ടാകുന്നത് ഈ തെറ്റുണ്ടോ? സ്തോത്രം. വീണ വായിച്ചാൽ ഉണർവുണ്ടാകുന്നത് ഈ തെറ്റുണ്ടോ? ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നോർമൽ പിശാചാണെങ്കിൽ മ്യൂസിക് ഇൻസ്ട്രുമെന്റ് വായിക്കുന്നത് കേൾക്കുമ്പോൾ ഒതുങ്ങും കേട്ടോ. ഞാൻ ഒരിക്കൽ കൂടെ പറയാം, നോർമൽ പിശാചാണെങ്കിൽ ഇൻസ്ട്രുമെന്റിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഒതുങ്ങും. പക്ഷേ ഈ നോർമൽ പിശാചിന്റെ കൂടെ സ്തോത്ര കുറച്ച് അസൂയയും കൂടെ കയറിക്കഴിഞ്ഞാൽ എന്തോ ചെയ്യുമെന്നറിയാമോ? ഈ പിശാച് അങ്ങ് ഇളകാൻ തുടങ്ങോ. ഇത് ആരുടെ കാര്യമാണ് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി. സ്തോത്ര. ദാവീദ് കിന്നരം വായിക്കുക, ശൗലിന്റെ ഭൂതം അടങ്ങും. ദാവീദ് കിന്നരം വായിക്കുമ്പോൾ ശൗലിന്റെ ഭൂതം, ദുരാത്മാവ് അടങ്ങും. പക്ഷേ ശൗലിന് ദാവീദിനോട് കണ്ണുകടി തുടങ്ങി. ശൗലിന് ദാവീദിനോട് അസൂയ തുടങ്ങി. അസൂയ വന്നു കഴിഞ്ഞപ്പോൾ തുടങ്ങി കിന്നരം വായിക്കുന്ന ശബ്ദം കേൾക്കുന്നുടനെ ശൗല് കുന്തം കൊണ്ട് ദാവീദിനെ ചാടാൻ തുടങ്ങുക. ഇന്നലെ വരെ മ്യൂസിക് വായിച്ചപ്പോൾ ഒതുങ്ങിയതാ. പക്ഷെ അസൂയ അകത്ത് കയറിയപ്പോഴത്തേക്ക് മ്യൂസിക്കിന്റെ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്ക് അച്ചായന് വല്ലാത്ത ഇളക്കവാ. കാരണം അകത്ത് പിശാച് മാത്രമല്ല, അകത്ത് അസൂയ കൂടെ കയറിയിട്ടുണ്ട്. ഇന്ന് രാത്രി ഞാൻ എൻ്റെ ഭാഗത്തിലേക്ക് വരികയാണ്. എലീശ വീണക്കാരനെ കൊണ്ടുവന്നു. പാട്ടുപാടി ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ, ആമേൻ, മ്യൂസിക് മുഴങ്ങിക്കൊണ്ടിരുന്നപ്പോൾ, ആമേൻ, ആ മ്യൂസിക്കിനകത്ത് തനിക്ക്
ഉണ്ടായ ആത്മാവിൻ്റെ ഏകാഗ്രതയ്ക്കകത്ത് താൻ ഇങ്ങനെ ദൂത് പറയുകയാണ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ആരാധനയെ വെറുക്കരുത്. ആമേൻ. ചിലർക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയാമോ? ആമേൻ. ആരാധനയും മ്യൂസിക്കും പാട്ടും ഒന്നും ഇഷ്ടമല്ല. അവർക്ക് എപ്പോഴും ഇഷ്ടം കരച്ചിലാണ് ഇഷ്ടം. എൻ്റെ സഹോദരങ്ങളെ, സ്വർഗത്തിൽ ചെന്നപ്പോൾ ആമേൻ മഹാപുരുഷാരത്തിൻ്റെ ആരവം പോലെ, വൈണികന്മാർ വീണമീട്ടുന്നത് പോലെ ഭയങ്കരമായ ആഘോഷമായിരുന്നു. ചിലർക്ക് സഭകളിൽ വന്നാൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? സൗണ്ടാണ് പ്രശ്നം. എൻ്റെ സഹോദരങ്ങളെ, സ്വർഗത്തിൽ ചെന്നാൽ അവിടുത്തെ ബാൻഡ് സെറ്റിൻ്റെ സൗണ്ട് എങ്ങനെയാണെന്നറിയാമോ? തകർത്ത ഇടിനാദം പോലെ, പെരുവെള്ളത്തിൻ്റെ എരച്ചിൽ പോലെ, മഹാപുരുഷാരത്തിൻ്റെ ആരവം പോലെ. സൗണ്ടിന് പ്രശ്നമുള്ളവർ ദയവ് ചെയ്ത് സ്വർഗത്തിൽ പോകരുത്, ഭയങ്കര കഷ്ടമായിരിക്കുക. സൗണ്ടിന് പ്രശ്നമുള്ളവർ, സൗണ്ട് പ്രമാണിച്ച് ആരാധനയുടെ പുറകിലിരിക്കുന്നവർ, സൗണ്ട് പ്രമാണിച്ച് ആരാധനയ്ക്ക് വെളിയിലിറങ്ങി നിൽക്കുന്നവർ, ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുകയാണ്, അബദ്ധത്തിൽ പോലും സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കരുത്. ജീവിതം ഭയങ്കര കട്ടപ്പുകയായി പോകുക. സ്തോത്ര. എന്നാൽ ഈ കരച്ചിലിനെ ഇഷ്ടമുള്ളവരുണ്ട്. ആമേൻ. അവർക്ക് പറ്റിയ ഒരു സ്ഥലമുണ്ട്. അവിടെ വലിയ ശബ്ദം ഒന്നും ഉണ്ടാകത്തില്ല. പതുക്കെ ഒരു ഗ്രൈൻഡിങ് വോയിസ് മാത്രം. അത് വലിയ മിക്സിയുടെ ഒന്നുമല്ല കേട്ടോ. ഏതിൻ്റെയാണെന്നറിയാമോ? പല്ല് ഞെറുമെന്ന ശബ്ദ. അതവിടെ എവിടെയാണെന്നറിയാമോ? ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളയോ. ആമേൻ. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ചിലർക്ക് ലൈറ്റ് കണ്ടാൽ പോരാട്ടമാ. കണ്ണിലോട്ടാ ലൈറ്റ് അടിക്കുന്നത്. ലൈറ്റ് അല്ല അങ്ങനെ എന്തോത്തിനെ ഇട്ടേക്കുന്നത്. ഇപ്പോഴത്തെ കുറേ പാസർമാരുണ്ട്. ആമേൻ. കുറേ ലൈറ്റ് അങ്ങ് കത്തോ. ഇത്രയും കളറുള്ള ലൈറ്റ്. ചിലർക്ക് ലൈറ്റാ പ്രശ്നം, ചിലർക്ക് ലൈറ്റിൻ്റെ കളറാ പ്രശ്നം. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ കളർ ഇഷ്ടമല്ലെങ്കിൽ ആദ്യം ആരെയാണ് നമ്മൾ കുറ്റം പറയേണ്ടതെന്നറിയാമോ? ദൈവത്തെയാണ് കുറ്റം പറയേണ്ടത്. ഈ നമ്മൾ പൂന്തോട്ടത്തിലേക്കൊന്ന് കടന്നു ചെന്ന് കഴിഞ്ഞാൽ ഈ തമ്പുരാൻ ഏതെല്ലാം കളറിലാണ് പൂ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഈ ദൈവം പെന്തക്കോസുകാരനായിരുന്നെങ്കിൽ എല്ലാ പൂ ഏത് കളറിലായിരുന്നേനെ? വെള്ള കളറിലായിരുന്നേനെ. വെള്ള കളറിലല്ലാത്ത ചുമപ്പിലും മഞ്ഞയിലും പിങ്കിലും ലോകത്തുള്ള സകല കളറിലും പൂ ഉണ്ടാക്കിയത് കൊണ്ട് ദൈവം ഏതായാലും പെന്തക്കോസുകാരൻ അല്ല. ഏതായാലും ഇന്നത്തെ പെന്തക്കോസുകാരനല്ല ദൈവം. അങ്ങനെ ആയിരുന്നെങ്കിൽ ദൈവം ഒരിക്കലും എന്ത് ചെയ്യത്തില്ലായിരുന്നു? ഈ കളറുള്ള പൂവ് ഉണ്ടാക്കത്തില്ലായിരുന്നു. ഇനി ദൈവം പൂ ഉണ്ടാക്കിയപ്പോൾ വല്ലോ നമ്മൾ പെന്തക്കോസുകാരവിടെ ഉണ്ടായിരുന്നെങ്കിൽ അന്ന് നമ്മൾ വിയോജിപ്പ് പ്രകടിപ്പിച്ചേനെ, അന്ന് നമ്മൾ അതിന് എതിർപ്പ് പറഞ്ഞേനെ. നമ്മൾ ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കത്തുമില്ലായിരുന്നു. പോട്ടെ, ഞാനിങ്ങ് ഭാഗത്തിലേക്ക് വരാം. നമ്മുടെ വിഷയം അതൊന്നുമല്ല. അപ്പോൾ വീണക്കാരൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എലീശ ദൂത് പറയുകയാണ്. എന്താണ് ദൂതെന്ന് പറയാമോ? സ്തോത്രം. 2 രാജ 3:17. നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല. നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല. ആമേൻ. വെള്ളം കിട്ടാനുള്ള 2 സാധ്യതയാണ്. ആമേൻ. നാച്ചുറൽ സാധ്യതയാണ്. പ്രകൃതി യൂഷ്വൽ പ്രോസസ്സിനകത്ത് വെള്ളം കിട്ടാനുള്ള സാധ്യതയാണ്. പക്ഷേ എലീശ പറഞ്ഞു, കാറ്റും കാണത്തില്ല, മഴയും കാണത്തില്ല. നിനക്ക് വെള്ളം കിട്ടത്തില്ലെന്നാണോ അതിൻ്റെ അർത്ഥം? അല്ല. കാറ്റും കാണത്തില്ല, മഴയും കാണത്തില്ല. പകരം ഈ താഴ്വരകൾക്കകത്ത് നീ നന്നായി കുഴി വെട്ടണം. കുഴി വെട്ടിക്കഴിഞ്ഞാൽ സ്തോത്ര എന്ത് ചെയ്യോ? ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയുമെന്ന് പറഞ്ഞോ. സ്തോത്ര. എൻ്റെ സഹോദരങ്ങളെ, എവിടെ നിന്ന് വെള്ളം വരും? ഞാൻ ചോദിക്കുകയാണ്. കാറ്റുമില്ല, മഴയുമില്ല, എവിടെ നിന്ന് വെള്ളം വരും? കാറ്റുമില്ല, മഴയുമില്ല, എവിടെ നിന്ന് വെള്ളം വരും? ഇനിയും കുഴി വെട്ടിയാൽ, സാധാരണ കുഴി വെട്ടിയാൽ എവിടെയാണ് വെള്ളം നിറയുന്നത്? കുഴി വെട്ടിയാൽ കുഴിക്കകത്ത് വെള്ളം നിറയുക. ആമേൻ. മാനുഷിക ബുദ്ധിയിൽ കുഴി വെട്ടിയാൽ കുഴിക്കകത്ത് വെള്ളം നിറയുക. പക്ഷെ പ്രവാചകൻ ഒരു പോയിന്റും കൂടെ കയറ്റി പറഞ്ഞു, താഴ്വര വെള്ളം കൊണ്ട് നിറയും. ശരി, ഏതെങ്കിലും ഒരു പാറ പൊട്ടി ഫൗണ്ടൻ ഉണ്ടാകുമായിരിക്കും, താഴ്വര വെള്ളം കൊണ്ട് നിറയുമായിരിക്കുക. പക്ഷേ ആമേൻ, നാച്ചുറലി ഉണ്ടാകുന്നതായ ഒരു യൂഷ്വൽ കുഴിയല്ല നിറഞ്ഞത്, താഴ്വരയുമല്ല നിറഞ്ഞത്. അതിൻ്റെ താഴത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 20-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ദേശം വെള്ളം കൊണ്ട് നിറഞ്ഞോ. ആമേൻ. കാറ്റില്ല, മഴയില്ല, ദേശം വെള്ളം കൊണ്ട് നിറഞ്ഞോ. എങ്ങനെയാണ് വെള്ളം വന്നതെന്നറിയാമോ? അതിൻ്റെ 20-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, പിറ്റേന്നാൾ രാവിലെ ഭോജനയാഗത്തിൻ്റെ സമയത്ത് വെള്ളം ഏദോം വഴിയായി വരുന്നത് കണ്ടോ. വെള്ളം ഏദോം വഴിയായി വരുന്നത് കണ്ടോ. എവിടെ? ആമേൻ. ഏദോം ആരാണെന്നറിയാമോ? ഏദോമിൻ്റെ അപ്പൻ ആരാണെന്നറിയാമോ? ഏദോമിൻ്റെ അപ്പൻ ഏശാവാണ്. ഏശാവിൻ്റെ തലമുറയാണ് ഏദോം. അവൻ സഹോദരനാണെങ്കിലും ആരാണ്? അവൻ
ഇസ്രായേലിൻ്റെ ശത്രുവാണ്. ആമേൻ. അപ്പൻ്റെ കാലം തുടങ്ങി ശത്രുവാണ്. സ്വർഗത്തിലെ ദൈവം ഇറങ്ങി നിന്നിട്ട് പറഞ്ഞു, ആമേൻ, ഏതോ വഴിയായി നിന്റെ ശത്രുവിൻ്റെ ദേശത്തുകൂടെ നിനക്ക് അനുകൂലമല്ലാത്തവൻ്റെ ദേശത്തുകൂടെ ദൈവം നിനക്ക് എന്ത് ചെയ്യുക? നിനക്ക് വേണ്ടി വെള്ളം കൊണ്ടുവരിക. ഇന്ന് രാത്രി ആകാശമല്ല, കാറ്റല്ല, മഴയല്ല, നീ പ്രതീക്ഷിക്കാത്ത ഏതോമിൽ നിന്ന് നിനക്ക് വെള്ളം കൊണ്ടുവരിക. ഞാൻ ഒരു ഭാഗം കൂടെ പറഞ്ഞ് പരിശുദ്ധാത്മ സാന്നിധ്യത്തിലേക്ക് കയറുകയാണ്. ഒരല്പം വേഗത്തിൽ പോകട്ടെ. ഇതിനോടനുബന്ധമായിരിക്കുന്ന ഒരു ഭാഗം രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 7-ാം അധ്യായം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിലേക്ക് കടന്നു വരാം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 7-ാം അധ്യായം. ഇവിടെയും എലീശ തന്നെയാണ് പ്രവാചകൻ. എലീശ പറയുകയാണ്, ശമര്യയിൽ ഭയങ്കരമായിരിക്കുന്ന ക്ഷാമം, ശമര്യയിൽ കടുത്ത ക്ഷാമം വന്നു. പ്രവാചകൻ വന്ന് ശമര്യയിലെ രാജാവിനെ വിളിച്ചിറക്കിയിട്ട് പറഞ്ഞു, രാജാവേ, നാളെ ഈ നേരത്ത് ശേക്കലിന് 1 സെയ ഗോതമ്പ് 2 സെയ യവവും വിൽക്കുമെന്ന് രാജാവ് കൈത്താക്കൽ കൊടുക്കുന്ന അകമ്പടി നായകൻ പറഞ്ഞു. ആകാശത്ത് കിളിവാതിലുകൾ ഉണ്ടാക്കിയാൽ ഈ കാര്യം സാധിക്കത്തില്ല. ആകാശത്ത് കിളിവാതിൽ ഉണ്ടാക്കിയാൽ ഈ കാര്യം സാധിക്കത്തില്ല. എലീശ തിരികെ നിന്ന് പറഞ്ഞു, മറ്റൊരിടത്തു നിന്ന് ദൈവം നിനക്ക് വേണ്ടി വിടുതലും വിശാലതയും കൊണ്ടുവരും. മറ്റൊരിടത്തു നിന്ന് വിടുതലും വിശാലതയും വരും. ഇന്ന് രാത്രികാലം എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ശമര്യയിൽ ക്ഷാമം വന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? കഴുതത്തലയും പ്രാകാഷ്ടവും വിലയ്ക്ക് വാങ്ങി മനുഷ്യൻ തിന്നുകയാണ്. എന്താണ് ഈ ശമര്യയിൽ ഇത്ര ക്ഷാമം വന്നതിൻ്റെ കാര്യം അറിയാമോ? അരാം എന്ന രാജ്യം വന്ന് ശമര്യയെ നിരോധിച്ചിരിക്കുകയാണ്. ആമേൻ. അരാം വന്ന് ശമര്യയുടെ ചുറ്റും പാളയമിറങ്ങിയിരിക്കുകയാണ്. ആകയാൽ ശമര്യയിൽ നിന്ന് ആർക്കും പുറത്തോട്ടും പോകാൻ കഴിയുന്നില്ല, അകത്തോട്ടും വരാൻ കഴിയുന്നില്ല. എല്ലാ ബിസിനസ്സുകളും ബ്ലോക്കായി. വാണിജ്യ നിരോധനം ഏർപ്പെട്ടോ. കടുത്തതായ ക്ഷാമം ശമര്യയിൽ ഏർപ്പെട്ടോ. ശമര്യ പട്ടിണിയിൽ നിന്ന് നിലവിളിക്കുകയാണ്. ശമര്യ പട്ടിണിയിൽ നിന്ന് നിലവിളിക്കുമ്പോൾ എലീശ പ്രവാചകൻ വന്ന് നിന്നിട്ട് പറഞ്ഞു, നാളെ ഈ നേരത്ത് ശേക്കലിന് 1 സെയ ഗോതമ്പ്, ശേക്കലിന് 2 സെയ യവവും വിൽക്കുക. രാജാവിന് കൈത്താങ്ങൽ കൊടുക്കുന്ന അകമ്പടി നായകൻ പറഞ്ഞു, ആകാശത്ത് കിളിവാതിലുണ്ടാക്കിയാൽ ഇങ്ങേര് പറയുന്ന കാര്യമൊന്നോ നടക്കാൻ പോകുന്നില്ലെന്ന്. പ്രവാചകൻ തിരിഞ്ഞു നിന്ന് ആ മനുഷ്യനെ നോക്കി പറഞ്ഞു, നാളെ ഈ നേരത്ത് ഞാൻ പറഞ്ഞതുപോലെ ശേക്കലിന് 1 സെയ ഗോതമ്പ് 2 സെയ യവവും വിൽക്കുക. നീ അത് കാണുകയും ചെയ്യോ. പക്ഷെ നിന്റെ വായിക്കകത്ത് 1 കഷണം അപ്പം നീ വെക്കത്തില്ല. നിന്റെ കുടുംബത്തിലേക്ക് ഒരു സെയ ഗോതമ്പോ യവമോ നീ മേടിച്ചോണ്ട് പോകത്തുമില്ല. നീ അതിൻ്റെ നടുവിൽ കടന്ന് ചത്തുപോകുമെന്ന് പറഞ്ഞു. എൻ്റെ സഹോദരങ്ങളെ, പ്രവാചകൻ പറഞ്ഞതുപോലെ പിറ്റേന്നാൾ കാര്യങ്ങൾ സംഭവിച്ചോ? അതിനേക്കാൾ ഒരു പടി കൂടെ ഉയരത്തിൽ കാര്യങ്ങൾ സംഭവിച്ചോ? എങ്ങനെയാണ് സംഭവിച്ചതെന്നറിയാമോ? അന്ന് രാത്രി പട്ടണവാതിൽക്കൽ ചില കുഷ്ഠരോഗികൾ കിടപ്പുണ്ടായിരുന്നു. ആ കുഷ്ഠരോഗികളായ 4 പേർ പടിവാതിൽക്കൽ കിടന്നു പറഞ്ഞു, നമ്മൾ ഇവിടെ കിടന്ന വിശപ്പ് കൊണ്ട് ചത്തുപോകത്തേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, അരാം പാളയത്തിലേക്ക് കടന്നു ചെല്ല. തന്നെ കൊല്ലാൻ വന്നിരിക്കുന്ന അരാം പാളയത്തിലേക്ക് കടന്നു പോകാമെന്ന് പറഞ്ഞ് ഈ 4 പേർ ചേർന്ന് അരാം പാളയത്തിൽ ചെന്നു. അരാം പാളയത്തിൽ ചെന്ന് ആദ്യം നോക്കിയപ്പോൾ അവിടെയെല്ലാം വസ്ത്രങ്ങൾ ഇങ്ങനെ ചെതറിക്കിടക്കുന്നു. അവർ പറഞ്ഞു, പണിയാ സാറേ, പണിയാ. അവൻ പറഞ്ഞു, പണിയായാലും കുഴപ്പമില്ല, കുഷ്ഠരോഗികളായ നമ്മളെ കണ്ടാൽ ഇപ്പോൾ അവന്മാരൊന്നും ചെയ്യാൻ പോകുന്നില്ല. പതുക്കെ ഒരു കൂടാരത്തിൽ ചെന്നു. ആ ഒരു കൂടാരത്തിൽ ചെന്നപ്പോൾ നല്ല 1-ാം തരം ഫുഡ് ഇരിക്കുന്നു. പട്ടാളക്കാർക്ക് കൊടുക്കുന്ന ഫുഡാണ്. പട്ടാളക്കാർക്ക് കൊടുക്കുന്ന ഫുഡ്. നമ്മുടെ ഗൾഫ്, മിഡിൽ ഈസ്റ്റിലൊക്കെ ചില അമേരിക്കൻ ക്യാമ്പുകളുണ്ട് കേട്ടോ. ഖത്തർ, കുവൈറ്റ് തുടങ്ങിയിടത്തൊക്കെ അമേരിക്കൻ ക്യാമ്പുണ്ട്. ഈ അമേരിക്കൻ ക്യാമ്പിലേക്ക് നമ്മുടെ ചില സഹോദരങ്ങൾ കടന്നുപോയിട്ടുണ്ട്. ഈ സഹോദരങ്ങൾ കടന്നുപോയിട്ട് വന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ പാസ്റ്ററെ, ലോകത്തിൽ ഇത്ര ലക്ഷറി ആയിട്ട് ആൾക്കാർ ജീവിക്കുന്നത് ഞാൻ അവിടെ ചെന്നാണ് കണ്ടിട്ടുള്ളതെന്ന്. എൻ്റെ പിതാവ് ഷിപ്പുമായി ബന്ധപ്പെട്ടായിരുന്നു ജോലി ചെയ്തിരുന്നത്. സ്തോത്ര. ആകയാൽ സ്തോത്ര, ഇറാഖ് സദാം ഹുസൈനെ പിടിക്കുന്ന യുദ്ധം നടക്കുന്ന സമയത്ത് എൻ്റെ പിതാവ് ദുബായിൽ ജോലിയാണ്. അപ്പോൾ അന്ന് ദുബായിൽ ഷിപ്പിങ്ങിനകത്ത് വരുന്ന നല്ല ഒരു ഭാഗം, ആ ഒരു കാലഘട്ടത്തിലാണ് ദുബായ് ഏറ്റവും കൂടുതൽ ഫിനാൻഷ്യൽ അപ്ഗ്രഡേഷൻ സംഭവിച്ചത്. കാരണം അമേരിക്കയുടെ കപ്പലുകളൊക്കെ ദുബായിയുടെ ഷോറിൽ വന്നാണ് സാധനങ്ങൾ ഇറക്കി ഇറാഖിലേക്ക് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ആ ദുബായ് അങ്ങനെയാണ് ഒരു വാണിജ്യ നഗരമായി മാറിയത് തന്നെ. അപ്പോൾ ആ സമയത്ത് എൻ്റെ പിതാവ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ടായിരുന്നു. അമേരിക്കൻ പട്ടാളക്കാർക്ക് വേണ്ടി വരുന്ന സാധനങ്ങൾ ഹൈ ഗ്രേഡ്,
ഏറ്റവും രുചികരമായ ഏറ്റവും നല്ലതാണെന്ന്. അത് ഡേറ്റ്സ് ആണെങ്കിലും അത് നട്ട്സ് ആണെങ്കിലോ അത് മിൽക്ക് പൗഡർ ആണെങ്കിലോ ഏതൊരു സാധനമാണെങ്കിലും ഏറ്റവും ഉത്തമമായിട്ടുള്ള സാധനമായിരിക്കും എന്ത് ചെയ്യുന്നത്, ഹൈ ക്വാളിറ്റി ആയിരിക്കും അവിടേക്ക് എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നതെന്ന് പറയുക, അവർക്ക് കൊടുത്തു വിടുന്നതെന്ന് പറയുക. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞതിൻ്റെ കാരണം അരാമ്യ യുദ്ധപാളയത്തിൽ കയറി ചെന്ന് ഈ കുഷ്ഠരോഗികൾ കഴിച്ച സാധനം ഉണ്ടല്ലോ, അവരുടെ ആയുസ്സിൽ അന്ന് വരെ അവർ കഴിക്കാത്ത സാധനമാണ്. കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുക്കൽ ഒരാൾ പറഞ്ഞു, ഞാൻ ഇതുവരെ വിശ്വസിച്ചിട്ടില്ല കേട്ടോ, എൻ്റെ അടുക്കൽ പറഞ്ഞു, ആമേൻ, സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്ന ബൂസ്റ്റിനെക്കാട്ടിലും കോംപ്ലാനെക്കാട്ടിലും ഒക്കെ നല്ലതാണ് ക്യാൻറ്റീനിൽ നിന്ന് മേടിക്കുന്നതെന്ന്. ഞാനിതുവരെ വിശ്വസിച്ചിട്ടില്ല. പക്ഷേ അവർ പറയുകയാണ്, അങ്ങനെയാണെന്ന് അവർ തറപ്പിച്ച് പറയുകയാണ്. അവർ പറയുന്നത് ഹൈ ക്വാളിറ്റിയാണ് പട്ടാളക്കാർക്ക് കൊടുക്കുന്നത്, അതിനൊരു സ്പെഷ്യൽ ക്വാളിറ്റി ഉണ്ടെന്ന് അവർ പറയുന്നത്. എല്ലാ സാധനങ്ങളെക്കുറിച്ചും അവരെൻ്റെ അടുക്കൽ വാദിച്ചു. ഞാൻ പിന്നെ തിരിച്ചു വാദിക്കാൻ പോയില്ല, എനിക്ക് അറിവില്ലാത്ത വിഷയമാണ്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരണം, ആമേൻ, പട്ടാള ക്യാമ്പിൽ ചെന്നവൻ കഴിച്ച ഭക്ഷണം ലോകത്തിലെ ഏറ്റവും ഉന്നതമായ ഭക്ഷണമായിരുന്നു. അവൻ ഒരു പാളയത്തിൽ കയറി, ഒരു കൂടാരത്തിൽ കയറി കഴിച്ചോ, അടുത്ത കൂടാരത്തിൽ കയറി കഴിച്ചോ, കഴിച്ചിട്ട് ഇവരെല്ലാവരും വിശന്നവിടെ തളർന്നിരുന്നു. എന്നിട്ട് ഭക്ഷണം കിട്ടിക്കഴിഞ്ഞപ്പം പറഞ്ഞു, നമുക്ക് നല്ല ഉടുപ്പെടുക്കാമെന്ന് പറഞ്ഞു. ഉടുപ്പെടുത്തിട്ടോണ്ടിരുന്നപ്പോഴാണ് ഒരുത്തൻ പറഞ്ഞു, കയ്യെ നല്ലൊരു വളയിടാമെന്ന് പറഞ്ഞു. ഇവനാണെങ്കിൽ എല്ലാം വാരിക്കെട്ടി നല്ല ഒന്നാം തരം ടിപ് ടോപ്പ് ആയപ്പോൾ ഇവന്മാർ പറഞ്ഞു, എടാ നമുക്ക് ഇത്രയും കിട്ടിയില്ലയോ, നമ്മുടെ നാട്ടുകാരുടെ അടുക്കലും കൂടെ ഇത് പറയാതിരുന്ന ദോഷമല്ലേ. കണ്ടോ, അതാണ് സുവിശേഷത്തിൻ്റെ ആത്മാവ്. നീ ആലയത്തിൽ വന്ന് വിടുതൽ പ്രാപിച്ചാൽ മറ്റുള്ളവരുടെ അടുക്കൽ കൂടെ നീ കിട്ടിയ വിടുതലിനെ കുറിച്ച് പറയണം. നമ്മളിൽ അനേകർ പറയും, എനിക്ക് സുവിശേഷം പറയാൻ അറിയത്തില്ലെന്ന്. എൻ്റെ സഹോദരങ്ങളെ, സുവിശേഷം പറയാൻ ഒത്തിരി അറിവൊന്നും വേണ്ട. ഞാൻ നിങ്ങളുടെ അടുക്കൽ ചോദിക്കുകയാണ്, ഇവിടെ നല്ല ഹോട്ടൽ ഏതുണ്ട് കഴിക്കാൻ, ഇവിടെ അടുത്ത് നല്ല റെസ്റ്റോറൻറ്റ് ഏതുണ്ട്? നിങ്ങളൊരു 4 റെസ്റ്റോറൻറ്റ് പറയും, എന്നിട്ട് പറയും ഒരു 5 കിലോമീറ്റർ അപ്പുറത്തോട്ട് പോയി നല്ല ഒന്നാം തരം റെസ്റ്റോറൻറ്റാണ് പാസ്റ്ററേ. ആമേൻ, ഇത്രയുമേ ഉള്ളൂ സുവിശേഷീകരണം. ഒരു മനുഷ്യൻ കഷ്ടവുമായി നിൻ്റെ അടുക്കൽ വരുമ്പോൾ വിടുതൽ കിട്ടാൻ പറ്റുന്ന ഒരു സ്ഥലം ഒന്ന് പറഞ്ഞു കൊടുക്കുക, അത്രമേ ഉള്ളൂ സുവിശേഷീകരണം. ആമേൻ, നിങ്ങളുടെ അടുക്കൽ ഒരാൾ തലവേദനയാന്ന് പറഞ്ഞാൽ ഉടനെ നിങ്ങൾ ചോദിക്കുക, ഡോളോ കഴിച്ചോ എന്ന് ചോദിക്കുക. ഡോളോ കഴിച്ചോ എന്ന് അറിഞ്ഞോ അറിയാതെയോ ഇന്ന് വരെ ഡോളോ കമ്പനിക്ക് പരസ്യം പറഞ്ഞിട്ടുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നവർ മുഴുവന്. പാരസെറ്റമോൾ കഴിച്ചോ എന്ന് ചോദിക്കത്തില്ല, ഡോളോ കഴിച്ചോ എന്ന്. അതെന്താ, പാരസെറ്റമോൾ കഴിച്ചാൽ പോരെയോ? ഇല്ലില്ല, ഞങ്ങൾ ഡോളോ കമ്പനി ഞങ്ങൾക്ക് പൈസ തന്നുകൊണ്ടിരിക്കുമല്ലോ അവരുടെ പരസ്യം പറയാൻ. എൻ്റെ സഹോദരങ്ങളെ, ഡോളോ കമ്പനിയുടെ പരസ്യം പറയുന്നതിനെക്കാട്ടിലും ഏറ്റവും നിസ്സാരമാണ് സുവിശേഷം പറയുക എന്നുള്ളത്. നീ അനുഭവിച്ച വിടുതൽ, നീ അനുഭവിച്ച നന്മ നിനക്ക് എവിടെ നിന്ന് കിട്ടി? യേശുവിങ്കൽ നിന്ന് കിട്ടി. അപ്പോൾ ചോദിക്കുക, യേശുവിനെ എവിടെ കിട്ടുക? യേശുവിനെ എവിടെ കിട്ടുക? എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ തലയിലെ ഈ മുടിയല്ല ഇങ്ങനെ പോകുന്നത് കണ്ടിട്ട് എൻ്റെ അടുക്കൽ ഒത്തിരി പേര് പറയും, റോസ്മേരി വാട്ടർ മേടിച്ച് തലയിലൊഴിച്ച നല്ലതാ പാസ്റ്റർ എന്ന് പറയും. അപ്പം ഞാൻ ആദ്യമൊക്കെ തിരിച്ചു ചോദിക്കുമായിരുന്നു, ഈ സാധനം എവിടെ കിട്ടുമെന്ന്. അന്നേരം പറയും, നമ്മുടെ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും കിട്ടുമെന്ന്. ഇത്രയേ ഉള്ളൂ സുവിശേഷീകരണം. നിന്റെ കൊഴിച്ചിലിൻ്റെ പ്രശ്നത്തിന് റോസ്മേരിയാണ്, അത് കിട്ടുന്ന ഇടം സൂപ്പർ മാർക്കറ്റാണ്. ഇത്രയുമേ ഉള്ളൂ സുവിശേഷീകരണം. നിന്റെ പ്രശ്നത്തിൻ്റെ വിടുതൽ യേശുവാണ്. ആ യേശുവിനെ ലഭിക്കുന്നത് ദൈവസഭയ്ക്കകത്താണ്. നിന്റെ പ്രശ്നത്തിൻ്റെ വിടുതൽ യേശുവാണ്. യേശുവിനെ ലഭിക്കുന്നത്, ആമേൻ, യേശുവിനെ ലഭിക്കുന്നത്, സ്തോത്ര, ആമേൻ, അത് സഭയ്ക്കകത്താണ്. ഇനി കഴിഞ്ഞ ആഴ്ച ഇതിനേക്കാൾ നല്ലൊരു സംഭവം ഉണ്ടായി. ഒരാൾ എൻ്റെ അടുക്കൽ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ, ഇങ്ങനെ ഒരു സാധനമുണ്ട്, അത് നിർബന്ധമായിട്ടും പാസ്റ്റർ തലയിൽ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ അടുക്കൽ പറഞ്ഞു, ALPS ആൽപ്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ സാധനം കിട്ടോ, അതാണ് ഏറ്റവും നല്ലത്. പാസ്റ്റർക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഫോട്ടോയും കൂടെ എടുത്ത് അയച്ചു തരാമെന്ന് പറഞ്ഞ് എനിക്ക് ഫോട്ടോയും അയച്ചു തന്നോ. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാര ഇത്രയുമേ ഉള്ളൂ സുവിശേഷീകരണം. നീ ഒന്ന് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്ക, ഒരു വചനം നീ അവർക്ക് അയച്ചു കൊട്, ഒരു വാഗ്ദത്തം നീ അവർക്ക് അയച്ചു കൊട്, ഒരു സുവിശേഷത്തിൻ്റെ ഭാഗം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്ന, അറിഞ്ഞോ അറിയാതെയോ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും. അങ്ങനെയെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ സുവിശേഷം പറയണം. നമ്മൾ അറിയാതെ സുവിശേഷം പറയണം. സുവിശേഷം പറയുന്നത് നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ട് ആലോചിച്ച് ചിന്തിച്ച് സുവിശേഷം പറയണ്ട. പകരം എന്ത് ചെയ്താൽ മതി? എന്നെ സിമ്പിളായിട്ട് പറഞ്ഞാൽ മതി. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ഈ കുടുംബത്തിലൊരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാ? ഇതുപോലെയാണ് പ്രാർത്ഥനയോ. ഒരു കുഞ്ഞ് എന്ന് അവൻ്റെ അമ്മ
അമ്മയുടെ അടുക്കൽ എന്തോ പറയും, അമ്മേ വിശക്കുന്നു, ഇത്രമേ പറയത്തുള്ളൂ. അമ്മേ അതേസമയം സംസാരിക്കാൻ കഴിയാത്ത ഒരു കുഞ്ഞ് എന്തോ ചെയ്യുമെന്നറിയാമോ? അമ്മേൻ 1 വയസ്സുള്ള 6 മാസമുള്ള കുഞ്ഞ് എന്തോ ചെയ്യുക? അത് കരഞ്ഞോണ്ടിരിക്കുക. പക്ഷേ കരഞ്ഞോണ്ടിരിക്കുന്ന കുഞ്ഞ് 5 വയസ്സാവുമ്പോഴും കരഞ്ഞോണ്ടിരുന്നാൽ മതിയോ? പോരാ. അതുകൊണ്ട് പ്രാർത്ഥനയിൽ വിഷയങ്ങളെ പറഞ്ഞ് നീ എന്ത് ചെയ്യണം? ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിന്റെ പ്രാർത്ഥനകളെ കേൾക്കുക, നിന്റെ മറുപടികളെ നൽകുക. അമേൻ. ഞാൻ പറഞ്ഞു വന്നത് സുവിശേഷീകരണത്തിന്റെ ഭാഗം. എന്നാൽ അത് എവിടെ നിന്നാണ് പറഞ്ഞത്? അമേൻ. ശമര്യയുടെ ക്ഷാമം മാറിയത് അരാം പാളയത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ അവന്റെ നന്മയെ അടച്ച അരാം പാളയത്തിൽ നിന്ന് തന്നെ അവന്റെ നന്മയുടെ വാതിൽ തുറന്നു വന്നു. ഇന്ന് രാത്രി ഞാൻ വചന ശുശ്രൂഷ ഇവിടെ പൂർത്തീകരിക്കുമ്പോൾ അമേൻ, മറ്റൊരിടത്തു നിന്ന് നിനക്ക് വിടുതലും വിശാലതയും ഉണ്ടാകും. ആമേൻ. അതെവിടെ നിന്നാണെന്ന് ഞാൻ പല ഭാഗങ്ങൾ പറഞ്ഞു. അവസാനമായി ഞാൻ പറഞ്ഞ ഭാഗം ഇതാണ്: ആര് നിന്റെ നന്മയെ അടച്ചോ അവിടെ തന്നെ ദൈവം നിനക്ക് നന്മയെ തുറക്കുക. ആമേൻ. പേർഷ്യയിൽ നിന്ന് നിനക്ക്, ആമേൻ, നീ അറിയാത്ത ദേശത്ത് നിന്ന് നിനക്ക് നന്മ വരും. ഇന്ന് രാത്രികാലം എത്ര പേർ വിശ്വസിക്കുന്നു? പിശാച് എൻ്റെ മുമ്പിൽ ചില വാതിലുകളെ അടച്ചോ, പിശാച് എൻ്റെ മുമ്പിൽ ചില വഴികളെ അടച്ചോ. ശൗലിന്റെ വിഷയത്തിൽ ശമൂവേലിന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടതുപോലെ നിന്റെ ചില വിഷയത്തിൽ നിന്റെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയി. പക്ഷെ ഇന്ന് രാത്രി ദൈവ അതിനപ്പുറം ചിലത് നിനക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ്. The closed door is closed chapter. Let me repeat. അടഞ്ഞ വാതിൽ, അടഞ്ഞ അധ്യായമാണ്. നിനക്ക് വേണ്ടി ദൈവം പുതിയതൊന്ന് ചെയ്യാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ മാത്രം എഴുന്നേറ്റ് നിന്നാട്ടെ. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ആ വചന ശുശ്രൂഷ പൂർത്തീകരിക്കുമ്പോൾ ഒരു ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ പൂർത്തീകരിക്കുകയാണ്. ആമേൻ. മൊർദെഖായി എസ്തറിന്റെ അടുക്കൽ ഒരു ഭാഗം കൂടെ പറഞ്ഞു. എന്താണെന്നറിയാമോ? ഈ കാലത്തിനായിട്ടാണ് നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്. ഇന്ന് രാത്രി നീ അറിയണം, ദൈവ പൈതലേ, നിന്റെ മേലൊരു അഭിഷേകമുണ്ട്, നിന്റെ മേലൊരു ദൈവകൃപയുണ്ട്. ആ ദൈവകൃപ എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഒരു കാലഘട്ടത്തെ ജയിക്കുന്ന അഭിഷേകമാണ് നിന്റെ മേലുള്ളത്. ഇന്ന് രാത്രി നിന്റെ മുമ്പിൽ ഒരു ക്രൈസിസ് ഉണ്ട്, നിന്റെ മുമ്പിൽ ഒരു പ്രശ്നമുണ്ട്, നിന്റെ മുമ്പിൽ ഒരു വെല്ലുവിളിയുണ്ട്. പക്ഷെ നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകം ഈ ക്രൈസിസിനെ മാനേജ് ചെയ്യാനാണ്, ഈ പ്രതിസന്ധിയെ മറികടക്കാനാണ്. ഇന്ന് രാത്രി വിശ്വസിച്ചാട്ട്, ഈ രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? എൻ്റെ മേൽ കിടക്കുന്ന അഭിഷേകം ഈ പ്രശ്നത്തെ മറികടക്കാനാണ്, എൻ്റെ മേൽ കിടക്കുന്ന അഭിഷേകം ഈ വെല്ലുവിളിയെ ജയിക്കാനാണ്.